ഹായ്ഡാ. അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് ലൈവ് സെക്ഷനിലോട്ട് വരികയാണ്. നമ്മുടെ CBSE ബോർഡ് എക്സാമിന് മുന്നേ ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന മാരത്തോണിൻ്റെ സെക്കൻഡ് ലൈവ് സെക്ഷൻ. ഓക്കെ, സോ ബേസിക്കലി കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സാണ് അല്ലേ. ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്റേഴ്സിനെയാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടത്. ആൻഡ് ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ്, അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കാണാനുള്ളത്. കൂട്ടത്തിൽ നമുക്ക് കോർഡിനേഷൻ കഴിഞ്ഞോണം തീർക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ, സമയം പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏതും കൂടെ കോർഡിനേഷനും കൂടെ ഒന്ന് കണ്ടു നോക്കാം. Okay, so let us move to the organic chapters first. So the first chapter of organic chemistry, that is haloalkanes and haloarenes. Organic chemistry കുറിച്ച് ഞാൻ പറയുമ്പോൾ there is a pattern of questions that CBSE every year repeats in this organic chemistry section. Okay, organic chemistry section la CBSE repeat ചെയ്യുന്ന questions ഉണ്ട് മക്കളെ. അതായത് ഫോർ എക്സാമ്പിൾ CBSE എപ്പോഴും എന്ത് ചോദിക്കും, കൺവേർഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. X to Y കൺവേർട്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ്. ഡിസ്റ്റിങ്യൂഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതായത് എക്സിനെയും വൈനെയും എങ്ങനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓർഗിൽ CBSE സ്ഥിരം ചോദിക്കുന്നത് വേർഡ് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അത് മിക്കവാറും മിക്സ്ഡ് ആയിരിക്കും, ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കില്ല, പല ചാപ്റ്ററിലുള്ള പല റിയാക്ഷൻസിനെ മിക്സ് ചെയ്ത് ചോദിക്കും. ഓക്കെ, പിന്നെ മറ്റേ റിയാക്ഷൻസ് വന്നിട്ട് ABCD, A ഏതാണ്, B ഏതാണ്. ഗുഡ് ഈവനിങ് നന്ദന, ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. യാ, സോ A ഏതാണ്, B ഏതാണ്, അങ്ങനെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ്, അതായത് chlorobenzene are less reactive towards nucleophilic substitution reactions, explain why. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. So these are the type of questions that you can expect from organic chemistry in the CBSE board examination. Okay, so ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ അല്ലേ? യെസ്. So the first question, directly moving to the questions പറയുന്ന സമയത്ത് പറയേണ്ടതായ തിയറികൾ നമുക്ക് പറഞ്ഞു പോവാം. എന്തെങ്കിലും സംശയം ഏതെങ്കിലും തിയറിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു പർട്ടിക്കുലർ തിയറിയുടെ പേര് എഴുതിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയണമെന്നില്ല. ആ തിയറി എഴുതുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബോയിലിംഗ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണു, നിങ്ങൾക്ക് ബോയിലിംഗ് പോയിന്റ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്നൊരു പേര് എഴുതി ചാറ്റിലിട്ടാ ഞാൻ ബോയിലിംഗ് പോയിന്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following compounds in increasing order of their boiling points. Okay, താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് നമ്മൾ പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ബോയിലിംഗ് പോയിന്റ് ഡിപെൻഡ്സ് ഓൺ. Okay, so boiling point depends on primarily on intermolecular interactions. Okay, എന്താണ് intermolecular interactions? Okay, boiling point ഏറ്റവും പ്രധാനമായിട്ടും intermolecular interactionsനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ intermolecular interactions കൂടുമ്പോൾ boiling point കൂടും. ഓക്കെ, കൂടും. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആണ്. വെരി സിംപിളി, നമ്പർ ഓഫ് കാർബൺ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, നൗ ദ തേർഡ് ഫാക്ടർ ഓൺ വിച്ച് ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് ഈസ് ബ്രാഞ്ചിങ്. എന്താണ് ബ്രാഞ്ചിങ്? ഇങ്ങനെ 3 ഫാക്ടറുകളിലാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫാക്ടർ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ്. നിങ്ങൾ ഈ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ബോയിലിംഗ് പോയിന്റ് പറയേണ്ടത് ഡിഫറെന്റ് ക്ലാസ്സുകളുടെ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യാൻ പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ആൽക്കഹോൾസിന്റെ, ആസിഡ്സിന്റെ, ആൽക്കൈൽ ഹാലൈഡ്സിന്റെ, ആൽഡിഹൈഡ് കീറ്റോൺസിന്റെ, ഈ ഹൈഡ്രോ കാർബണിന്റെ, ഇവരുടെയൊക്കെ ബോയിലിംഗ് പോയിന്റുകളെ ഒന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങളോട് പറയുവാണെന്ന് വിചാരിച്ചോ. സോ ദേ ആർ ഡിഫറെന്റ് ക്ലാസ്സസ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസ്സുകളുടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാലാണ് എന്ത് വെച്ച് കമ്പയർ ചെയ്യേണ്ടത്, ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് ഉള്ളത് കാർബോക്സിലിക് ആസിഡ്സിനാണ്. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളതും ആർക്കായിരിക്കും, കാർബോക്സിലിക് ആസിഡ്സിനായിരിക്കും. ഓക്കെ,
അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് വരുന്നത് നമ്മുടെ ആൽക്കഹോൾസിനാണ്. ആർക്കാണ് വരുന്നത്? ആൽക്കഹോൾസിന്. സോ ആൽക്കഹോൾസിന് വരുമ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കാ ഉള്ളത്? ആൽക്കഹോൾസിനാണ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പ്രൈമറി സെക്കൻഡറി അമീനുകൾ വരും. അവർക്കും ഹൈഡ്രജൻ, ഈ 3 പേർക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു ഓർഡറും ഇതാണ്. ആൽക്കഹോൾസിന്റെ കാർബോക്സിലിക് ആസിഡ്സിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് സ്ട്രെങ്ത് കൂടുതൽ. ദെൻ ആൽക്കഹോൾസ്, ദെൻ പ്രൈമറി സെക്കൻഡറി അമീൻസ്. ഓക്കെ, സോ ബോയിലിംഗ് പോയിന്റിൽ അടുത്തായിട്ട് ആരാ വരാം? പ്രൈമറി സെക്കൻഡറി അമീൻസ് വരും. ആൻഡ് അടുത്തതായിട്ട് അമീൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൽഡിഹൈഡ് കീറ്റോൺ വരും. ഓക്കെ, ആൽഡിഹൈഡ് കീറ്റോൺ കഴിഞ്ഞിട്ടാണ് ആര് വരിക? നമ്മുടെ ഹൈഡ്രോ കാർബൺസ്, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിന് മുന്നേ നമ്മുടെ ഈത്തേഴ്സും ഹാലോ ആൽക്കെയിൻസും ഒക്കെ വരും കേട്ടോ. എന്നതായാലും നോക്കിക്കേ, ഡിഫറെന്റ് ക്ലാസ്സുകൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടത്. സപ്പോസ് സെയിം ക്ലാസ്സുകളാണ് തന്നിരിക്കുന്നത്, കമ്പയർ ചെയ്യാൻ ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ഹാലോ ആൽക്കെയിൻസ് മാത്രമാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇതൊരു ഹാലോ ആൽക്കെന, അതൊരു ഹാലോ ആൽക്കെന, ഇതൊരു ഹാലോ ആൽക്കെന. ഹാലോ ആൽക്കെൻസിനെ മാത്രമാണ് കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ സെയിം ക്ലാസ്സസ് ഓഫ് ആളുകളെ കമ്പയർ ചെയ്യാൻ ചോദിക്കുമ്പോഴാണ് ഈ 2 ഫാക്ടേഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ ഓക്കെ, സോ സെയിം നമ്പർ ഓഫ് സിസ്റ്റങ്ങൾ, അതില് നമ്പർ ഓഫ് കാർബൺ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. ഇനി നമ്പർ ഓഫ് കാർബണും സെയിം ആണെങ്കിലോ? ഓക്കെ, നമ്പർ ഓഫ് കാർബണും സെയിം ആണെങ്കിൽ ദെൻ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ബ്രാഞ്ചിങ്. എടാ, നമ്പർ ഓഫ് കാർബണും സെയിം ആണെങ്കിൽ മാത്രമേ ബ്രാഞ്ചിങ്ങിന്റെ ഓപ്ഷനിലോട്ട് പോകാവൂ കേട്ടോ. നമ്പർ ഓഫ് കാർബൺ ഡിഫറെന്റ് ആണെങ്കിൽ ഇതാണ് പോയിന്റ്. ഓക്കെ അല്ലേ? സോ നമ്പർ ഓഫ് കാർബൺ സെയിം ആണെങ്കിൽ ബ്രാഞ്ചിങ് വെച്ചിട്ട്. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ഡിഫറെന്റ് ആണെങ്കിൽ ആർക്കാണോ നമ്പർ ഓഫ് കാർബൺ കൂടിയത് അയാൾക്ക്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? Now see the options. Let us see the options. The first option, എത്ര കാർബൺ ഉണ്ടെന്ന് നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. എല്ലാം ഒരേ ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ കണ്ടു. സോ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് വെച്ചിട്ടൊന്നും പറയാനില്ല. നമ്പർ ഓഫ് കാർബൺ നോക്കാം. 1 2 3 4. ഇവിടെയോ 1 2 3 4. ഇവിടെയോ 1 2 3 4. ഓക്കെ, സോ ബേസിക്കലി എല്ലാവർക്കും നമ്പർ ഓഫ് കാർബണും സെയിം ആണ്. സോ ഫസ്റ്റ് 2 ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദ തേർഡ് ഫാക്ടർ, ദാറ്റ് ഈസ് ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് വെച്ച് വേണം പറയാൻ. നമുക്കറിയാം ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ഇവിടെ കുറയും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എത്ര ബ്രാഞ്ചിങ് ഉണ്ട്? ഫസ്റ്റ് മോളിക്യൂളിൽ എത്ര ബ്രാഞ്ചിങ് ഉണ്ട്? വി ഹാവ് 1 ബ്രാഞ്ചിങ് അല്ലെ. ഇതാണ് ചെയിൻ പോകുന്നത്. ചെയിനിൽ ഒരു ബ്രാഞ്ച് ആണുള്ളത്. സോ 1 ബ്രാഞ്ച്. സെക്കൻഡ് മോളിക്യൂളിൽ 0 ബ്രാഞ്ചസ് ഇല്ല. തേർഡ് മോളിക്യൂളിലോ? തേർഡ് മോളിക്യൂളിൽ we have 2 branches. ഓക്കെ, സോ ബേസിക്കലി ബ്രാഞ്ചിങ് ഏറ്റവും കുറഞ്ഞത് രണ്ടാമത്തെ മോളിക്യൂളിനാണ്. അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 2-നായിരിക്കും. ദെൻ സെക്കൻഡ് ഹയസ്റ്റ് വരുന്നത് 1-നായിരിക്കും. കാരണം 1-ൽ ഒരു ബ്രാഞ്ചിങ്ങേ ഉള്ളൂ. ആൻഡ് തേർഡ് ഹയസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വിൽ ബി ഫോർ ദി തേർഡ് കോമ്പൗണ്ട്, ബിക്കോസ് തേർഡ് കോമ്പൗണ്ടിൽ ബ്രാഞ്ചിങ് വളരെ കൂടുതലാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Alkyl halides undergoing nucleophilic bimolecular substitution reaction involve retention of configuration, formation of racemic mixture, inversion of configuration, formation of a carbocation. Okay, nice. നോക്ക്, nucleophilic bimolecular substitution എന്നാ പറഞ്ഞിരിക്കുന്നത്. So what is meant by nucleophilic bimolecular substitution? It is nucleophilic bimolecular substitution. Okay, sorry, SN2. Okay, it is SN2. Nucleophilic bimolecular substitution. It is SN2 reaction. അവർ ഏത് റിയാക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്? SN2 റിയാക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് SN2 റിയാക്ഷൻ, good evening Anjana, good evening. Yeah, and SN2 reaction, SN2 reactionsന്റെ പ്രത്യേകത എന്താ? SN2 reaction is followed by inversion in configuration. Okay, എന്താണുള്ളത്? ഇൻവേർഷൻ ആണുള്ളത്. ഓക്കെ, കോൺഫിഗറേഷൻ എന്ത് ചെയ്യും? ഇൻവേർട്ടഡ് ആകും. ഓക്കെ, സോ കോൺഫിഗറേഷൻ വിൽ ഗെറ്റ് ഇൻവേർട്ടഡ്. ഓക്കെ, നൗ SN1 ആയിരുന്നെങ്കിലോടാ, SN1 ആണെങ്കിൽ റെസമൈസേഷൻ ആണ് കേട്ടോ. റെസമിക് മിക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സെറ്റ് ആണല്ലോ.
എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? SN2 ഇൻവേർഷനും SN1 റെസമൈസേഷനും സംഭവിക്കാൻ എന്താ കാര്യം? SN2 കേസിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് CH3 CH2 CH3 HBr. Okay, so you have a primary alkyl halide here. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. ഈ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ ഒരു ന്യൂക്ലിയോഫൈലിനെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയോഫൈല് ഈ ബ്രോമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അല്ലെ? നോട്ട് ഫ്രം ദിസ് സൈഡ് ഇൻ ഫാക്ട്. ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ബ്രോമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കും? അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു പെന്റാവാലന്റ് ഇന്റർമീഡിയറ്റ് അല്ലെ? ബ്രോമിന് ഇറങ്ങിപ്പോയോ? ഇറങ്ങിപ്പോയില്ല. എന്നാൽ OH വന്ന് ജോയിൻ ചെയ്തോ? ജോയിനും ചെയ്തില്ല. അങ്ങനെ ഒരു പെന്റാവാലന്റ് ഇന്റർമീഡിയറ്റിനെ നമുക്ക് കിട്ടും. ഓക്കെ, വി വിൽ ഗെറ്റ് എ പെന്റാവാലന്റ് ഇന്റർമീഡിയറ്റ്. ഓക്കെ അല്ലേ? സോ ഈ പെന്റാവാലന്റ് ഇന്റർമീഡിയറ്റിൽ നിന്നാണ് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ പ്രോഡക്റ്റിലോട്ട് പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ അറ്റാക്ക് ബാക്ക് സൈഡിൽ നിന്നായതുകൊണ്ട്, അതായത് ന്യൂക്ലിയോഫൈൽ ഐസ് അറ്റാക്കിംഗ് ഫ്രം ദ ബാക്ക് സൈഡ് അറ്റാക്ക് ആയതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ കോൺഫിഗറേഷൻ നമ്മുടെ പ്രോഡക്റ്റിൽ എന്ത് ചെയ്യും? ഇൻവേർട്ടഡ് ആകും. ഓക്കെ, സോ ദ കോൺഫിഗറേഷൻ ഓഫ് അവർ പ്രോഡക്റ്റ് വിൽ ഗെറ്റ് ഇൻവേർട്ടഡ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ കോൺഫിഗറേഷൻ എന്ത് ചെയ്തു? ഇൻവേർട്ടഡ് ആയി. ഓക്കെ, സോ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് കോൺഫിഗറേഷൻ കിട്ടുന്ന ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഫിഗറേഷനെക്കാട്ടിലും ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ കിട്ടുന്നതുകൊണ്ട് SN2 മെക്കാനിസം നമ്മൾ പറയും is followed by inversion. Okay, why inversion happens? Because the nucleophile attacks from the back side. Okay, nucleophile ഇവിടുന്ന് അറ്റാക്ക് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻവേർഷൻ നടക്കുന്നത്. ഓക്കെ, അതേസമയം SN1 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? SN1 ആകുമ്പോഴത്തേക്കും ആക്ച്വലി sterically bulky ആണ് സിസ്റ്റം. ഓക്കെ, സിസ്റ്റം ഈസ് sterically very much bulky. സോ ഒരു ന്യൂക്ലിയോഫൈലിന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ബിഫോർ ദ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഹാപ്പൻസ്, ഇവിടെ എന്ത് സംഭവിക്കും? ആ ഹാലജനെ റിമൂവ് ചെയ്തിട്ട് ഇതൊരു കാർബോകാറ്റോണിനെ ഉണ്ടാക്കും. ആൻഡ് കാർബോകാറ്റോൺ ഈസ് പ്ലേനാർ. ദാ ഇങ്ങനെ ഇരിക്കുക, പ്ലേനാർ ആ സിസ്റ്റം. സോ അറ്റാക്ക് ക്യാൻ ഹാപ്പൻ ഐദർ ഫ്രം ദ ടോപ്പ് or from the bottom. ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം, എവിടെ നിന്ന് വേണേലും അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് കാർബോകാറ്റോൺ സിൻസ് ഇറ്റ് ഈസ് പ്ലെനാർ. ഓക്കെ, സോ രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇൻവേർട്ടഡും നടക്കും, റിട്ടൻഷനും നടക്കും. ഓക്കെ, ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺഫിഗറേഷന് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞു പോകും. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺഫിഗറേഷനെ അതേപോലെ നിലനിർത്തും. ഓക്കെ, സോ ഇത് രണ്ടും നടക്കും. ബോത്ത് ക്യാൻ ഹാപ്പൻ in the case of SN1 since the carbocation is planar. Okay, so അതുകൊണ്ട് നമുക്ക് SN1 എന്തായിരിക്കും കിട്ടുന്നത്? ഒരു racemic mixture ആയിരിക്കും കിട്ടുക. Okay അല്ലേ? Now may I ask you something else? What is meant by a configuration? Configuration എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചിലപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ടല്ല. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണിന് ചുറ്റും ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. കോൺഫിഗറേഷൻ ഈസ് വെരി സിംപ്ലി ദി അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് അറൌണ്ട് എ കൈറൽ കാർബൺ. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ, നത്തിങ് ലെസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇവിടെ നോക്ക്, ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? സിൻസ് ഇറ്റ് ഈസ് SN2 റിയാക്ഷൻ, അവർ SN2 റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് we know that the reaction follows with an inversion of configuration. Okay, you will get an inversion of configuration. അടുത്തത് നോക്ക്, assertion തന്നിരിക്കുന്നു, the boiling point of alkyl halides decreases in the order Ri greater than Rbr greater than Rcl greater than Rf. Okay, can you tell me, is this the order correct? The order is very correct. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആസ് ദി മോളാർ മാസ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് അല്ലെ? മോളാർ മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അതുകൊണ്ട് തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് നമ്മുടെ ആറ്റത്തിന്റെ സൈസ് കൂടും അല്ലെ? അയഡിനാണ് ഏറ്റവും കൂടുതൽ സൈസ്. ഫ്ലൂറിനേക്കാൾ സൈസ് ക്ലോറിന് കൂടുതലാണ്, ക്ലോറിനേക്കാൾ ബ്രോമിന് കൂടുതലാണ്, ബ്രോമിനേക്കാൾ അയഡിന് കൂടുതലാണ്. ഈ സൈസ് കൂടുമ്പോണ്ടല്ലോടാ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്നൊരു സാധനമുണ്ട്, അതും കൂടും. ദാറ്റ് ഈസ് എൻ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ. സോ ബേസിക്കലി അത് കൂടുമ്പോൾ boiling point കൂടും. Okay, so down the group boiling point increases. So the order is correct. True. Okay, assertion true.
റീസൺ പറയണം നോക്ക്. The boiling point of alkyl chlorides, bromides and iodides are considerably higher than that of the hydrocarbon of comparable molar mass. അതും ട്രൂ ആണ്. ഓക്കെ, ഹൈഡ്രോകാർബൺസിനെക്കാട്ടിലും എന്താണ് ആൽക്കൈൽ ഹാലൈഡുകളുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. കൂടുതലാണ് കാരണം എന്താണ്, ആൽക്കൈൽ ഹാലൈഡ്സ് ആർ പോളാർ ഇൻ നേച്ചർ. ആ പൊളാരിറ്റി ഉള്ളത് കാരണം ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ഹൈഡ്രോകാർബണുകളേക്കാൾ, നോൺ പോളാർ ആയ ഹൈഡ്രോകാർബണുകളേക്കാൾ കൂടുതലായിരിക്കും, ഒബ്വിയസ്ലി ആയിരിക്കും. പക്ഷെ ആ പറഞ്ഞത് ഈ തന്ന ഓർഡറിന് ഒരു റീസൺ ഒന്നുമല്ല. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് നോട്ട് the correct explanation of assertion. Assertion correct explanation എങ്ങനെ വരണമായിരുന്നു? Since the molar mass increases, boiling point increases. അതായിരുന്നു assertionന്റെ correct explanation. Okay, പക്ഷെ ഇവിടെ രണ്ടും കറക്റ്റ് ഒക്കെ തന്നെ, ശരിയൊക്കെ തന്നെ, പക്ഷെ എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, nice. Identify A and B in each of the following reaction sequence. സ്വന്തമായിട്ട് എഴുതി നോക്കണം. സ്വന്തമായിട്ട് എഴുതി നോക്കിയേച്ച് ലൈവ് ആണ്, കുഴപ്പമില്ല. എന്നാലും ഒന്ന് വേണേ പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തോ. പോസ് ചെയ്ത് എൻ്റെ ഒപ്പമുള്ള പോക്ക് നിൽക്കുമല്ലേ, എന്നാ പോസ് ചെയ്യണ്ട. എന്നാലും സ്വന്തമായിട്ടൊന്ന് എഴുതിയെടുത്തോ. ഓക്കെ, സോ ഇവിടെ നോക്കാം. CH3, CH2, Cl is treating with NaCN. എന്നിട്ട് നമുക്ക് A കിട്ടുന്നു. അതിനെ നമ്മൾ H2 ബാർ നിക്കൽ കൊണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് B കിട്ടണം. B എന്താണെന്ന്, എയും ബിയും എന്താണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഇവിടെ നോക്കിക്കേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാവോ? ഇത് പല ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടേ ചോദിക്കും. ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇതൊരു മിക്സ്ചർ ആയിട്ടേ കിട്ടുള്ളൂ. പല പല ചാപ്റ്റേഴ്സിൽ നിന്ന്, പല പല പോർഷൻസിൽ നിന്ന് ചോദ്യം കിട്ടും കേട്ടോ. സോ ബേസിക്കലി ഇവിടെ നോക്കിക്കേ, ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അലീൻസ് എന്നുള്ളത്. ഈ സെക്കൻഡ് കൺവേർഷൻ ഈസ് ഫ്രം അമീൻസ് ഉള്ളി കേട്ടോ. ഓക്കെ, ഇവിടെ നോക്ക്. CH3, CH2, Cl-നെ NaCN കൊണ്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം NaCl നിന്ന് യു വിൽ ഗെറ്റ് CN മൈനസ്, which can act as a nucleophile. അതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും. ഇതിന്റെ എവിടെ അറ്റാക്ക് ചെയ്യും? ഇതിന്റെ ഇലക്ട്രോഫിലിക് സെന്ററിൽ അറ്റാക്ക് ചെയ്യും. പോസിറ്റീവ്, നെഗറ്റീവ് ഈസ് ഓൾവേസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ്. അത് ഫിസിക്സിൽ മാത്രമല്ല കേട്ടോ, നമുക്കും വളരെ ആപ്ലിക്കബിൾ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്. whenever you have a nucleophile is always attracted towards an electrophile, no doubt. Okay, ഒരു ന്യൂക്ലിയോഫൈൽ എപ്പോഴും ആരുടെ അടുത്തോട്ടായിരിക്കും അട്രാക്റ്റഡ് ആയിട്ടുണ്ടാവുക? ഒരു ഇലക്ട്രോഫൈലിന്റെ അടുത്തോട്ടായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി the CN minus attacks on this carbon. Okay, because that carbon is electrophilic. Why that carbon is electrophilic? Because that carbon is attached with the chlorine, which is more electronegative. Okay, ഒരു കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിനുമായിട്ട് അദ്ദേഹം അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ആ കാർബൺ എന്താവുന്നത്? ഇലക്ട്രോഫിലിക് ആവുന്നത്. സോ ബേസിക്കലി CN മൈനസ് അറ്റാക്സ് ഓൺ ദിസ് കാർബൺ. അപ്പൊ ഒബ്വിയസ്ലി ഈ കാർബണിന്റെ ബാലൻസി 5 ആയി. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോൺസ് ഫോംഡ് ബൈ ദിസ് കാർബൺ ഈസ് 5, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ബൈ കാർബൺ. അപ്പൊ കാർബൺ എന്ത് ചെയ്യും? കാർബൺ നൈസ് ആയിട്ട് ക്ലോറിനെ ഒഴിവാക്കും. ഓക്കെ, കാർബൺ എന്ത് ചെയ്യും? കാർബൺ വളരെ നൈസായിട്ട് ക്ലോറിനോട് അങ്ങ് ഇറങ്ങിപ്പോക്കോ എന്ന് പറയും. ക്ലോറിൻ ഒന്നും മിണ്ടാതെ ഒന്നും അല്ല ഇറങ്ങി പോകുന്നത്. ക്ലോറിൻ വിൽ ലീവ് വിത്ത് ആൻ ഇലക്ട്രോൺ ആസ് CL minus. Okay, so basically let's see what happens. CH3, CH2, Cl ഇതിന്റെ കൂടെ ആര് റിയാക്ട് ചെയ്യണു? NaCN. NaCN ഇന്ന് CN മൈനസ് ആണ്. CN മൈനസ് will attack on this carbon, chlorine eliminate, and we will get the product CH3, CH2, CN. നമ്മുടെ പ്രോഡക്റ്റ് എന്തായി? CH3, CH2, Cl ന് പകരം ആര് വന്നു? The nucleophile CN. ഓക്കെ, അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? അടുത്തതായിട്ട് നമ്മൾ H2 ബാർ നിക്കൽ. ഓക്കെ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ അല്ലെ. നമുക്കറിയാം H2 ബാർ നിക്കൽ, H2 ബാർ പലേഡിയം, H2 ബാർ പ്ലാറ്റിനം, ദേ ആർ നോട്ട് നോൺ ആസ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്? കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തുവാണ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടക്കുന്ന സമയത്ത് ഈ CN എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ് എക്സിസ്റ്റ് ആസ് C triple bond N. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആ മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടല്ലോ, ആ പൈ ബോണ്ടുകൾ ഉണ്ടല്ലോ, ആ പൈ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിട്ട് ആര് കയറിയിരിക്കും? ഹൈഡ്രജൻ കയറിയിരിക്കും. സോ ബേസിക്കലി യു വിൽ ഗെറ്റ് CH3, CH2, C, രണ്ട് പൈ ബോണ്ട് ഉണ്ട്, രണ്ടെണ്ണം ബ്രേക്ക് ചെയ്ത് രണ്ട് ഹൈഡ്രജൻ, CH2, NH2. യു വിൽ ഗെറ്റ് a primary amine. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പ്രൈമറി അമീൻ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. യു ഹാവ് ടു ആസ്ക് ഇൻ ദി ഡൗട്ട് സെക്ഷൻ. ഡൗട്ട് സെക്ഷനിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ മക്കളെ. ഓക്കെ, സോ ബേസിക്കലി ഇതാണ്. എത്ര പേര് ശരിയാക്കി? ഞാൻ എഴുതണതിന് മുന്നേ സ്വന്തമായിട്ട് എഴുതി ശരിയാക്കി എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് യു കറക്റ്റഡ് ഇറ്റ്?
ഞാൻ എഴുതുന്നതിന് മുന്നേ എഴുതി ശരിയാക്കിയത് ആരൊക്കെയാന്ന് വെച്ചാൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിക്കേ, അടുത്തതും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ദ നെക്സ്റ്റ് റിയാക്ഷൻ, അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് അല്ലെ. വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദിസ് റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് അല്ലെ. നമ്മൾ എന്തെടുക്കുന്നു, നമ്മളൊരു അനിലീനെ അല്ലെ, C6H5NH2 എന്ന് പറയുന്ന അനിലീനെ എടുക്കുക. അനിലീനെ എന്നിട്ട് നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന, NaNO2 bar HCl വെച്ചിട്ട് ഒരു ലോവർ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, NaNO2 bar HCl, അതിന് പകരം നമുക്ക് എന്തും വേണമെങ്കിൽ തരാം, HNO2 എന്നും തരാം കേട്ടോ. സോ ഈ റിയേജന്റിന് പകരം ഇത് തന്നാലും സെയിം ആണ് നടക്കണമെന്ന് നിങ്ങൾ മറക്കാതെ ഓർക്കണം. ഓക്കെ, യാ, വെരി ഗുഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അനിലീനെ, വി ആർ ട്രീറ്റിംഗ് അനിലീൻ with NaNO2 bar HCl. നമുക്ക് എന്ത് കിട്ടും, we will get diazonium salt. നമുക്ക് എന്താ കിട്ടുക, diazonium salt കിട്ടും. we will get diazonium salt, that is N2 plus Cl minus. Okay, what we are getting N2 plus Cl minus. Okay അല്ലേ, ഈ N2 plus Cl minus ആണ് നമ്മുടെ A. അതിനെ നമ്മൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യണേ, വീണ്ടും C6H5NH2, അതായത് അനിലീൻ അല്ലെ. ഇതിനെ നമ്മൾ വീണ്ടും C6H5NH2 കൊണ്ട് ട്രീറ്റ് ചെയ്യാം. വെരി ഫേമസ് റിയാക്ഷൻ അല്ലെ, ഭയങ്കര ഫേമസ് റിയാക്ഷനാ. ഏതാ റിയാക്ഷൻ? യെസ്, ഇറ്റ് ഈസ് ദി കപ്ലിംഗ് റിയാക്ഷൻ. ഓക്കെ, ഇനി എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവോ? വേണ്ട അല്ലേ, ഇതിനാ. ഓക്കെ, സോ ബേസിക്കലി ഞാൻ രണ്ടായിട്ട് എഴുതാം. സോ കപ്ലിങ്ങിന്റെ പ്രോഡക്റ്റ് എഴുതാനുള്ള ഒരു എളുപ്പത്തിന് ചെയ്തു എന്നേ ഉള്ളൂ, ഒന്നും തോന്നല്ലേ. N2 plus Cl minus, അതുമായിട്ട് നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളൊരു അനിലീനെ, വീണ്ടും ഒരു അനിലീനെ ട്രീറ്റ് ചെയ്യാം, HNH2. ഓക്കെ, സോ ബേസിക്കലി നമ്മളിങ്ങനെ എഴുതുന്നത് ഇതിങ്ങനെയൊന്നും അല്ല, വേറെ ഒരുപാട് മെക്കാനിസം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം ഇങ്ങനെയാണ് എഴുതി പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ കാണിക്കാം. സോ ഈ Cl-ഉം H-ഉം കൂടെ പോയിട്ട് ഈ N2 പോയിട്ട് അവിടെ കണക്ട് ആയിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും, we will get a product like N2 എന്ന് പറയുന്നത് N ഡബിൾ ബോണ്ട് NH2. Okay, we will get a product like this. ഇതിനെ നമ്മൾ എന്താ പറയാ, ഈ ക്ലാസ്സസ് ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഗ്രൂപ്പിന് അസോ ഗ്രൂപ്പ് എന്നാ പറയണേ. ഈ അസോ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടുകൾ ആയതുകൊണ്ടും ഇത് നല്ല കളർ തരുന്നത് കൊണ്ടും ഇവരെ മൊത്തത്തിൽ നമ്മൾ അസോഡൈസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അസോഡൈസ്. ആൻഡ് ദിസ് ഈസ് എൻ അസോഡൈ വിത്ത് യെല്ലോ കളർ. ഓക്കെ, ഇതെന്താണ്? ഇതൊരു അസോഡൈ ആണ് വിത്ത് യെല്ലോ കളർ. ഓക്കെ, സോ അവർ B ഈസ് an അസോഡൈ with yellow color. ആ യെല്ലോ ആയതുകൊണ്ടാണ് ഞാൻ യെല്ലോ കൊണ്ട് തന്നെ എഴുതിയത്. ഓക്കെ, നൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw the structure of the major monohalo product for each of the following reactions. ഈ ഓരോ റിയാക്ഷന്റെയും മോണോഹാലോ പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ബേസിക്കലി ഒന്നാമത്തെ റിയാക്ഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതിനെ നമ്മൾ ബ്രോമിൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതൊരു അരോമാറ്റിക് സിസ്റ്റം ആണ്. ഈ അരോമാറ്റിക് സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി നൈസ്, യു ഷുഡ് റിമെമ്പർ ദിസ്. നിങ്ങളുടെ കയ്യിൽ ഒരു അരോമാറ്റിക് സിസ്റ്റം ഉണ്ടെന്ന് വെച്ചോ, അതിലിപ്പോൾ ഒരു CH3 ഉണ്ടെന്ന് വെച്ചോ, ഒരു ആൽക്കൈൽ സിസ്റ്റം ഉണ്ടെന്ന് വെച്ചോ. ഇതിനെ നിങ്ങൾ യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് ക്ലോറിൻ അല്ലെങ്കിൽ എനി ഹാലജൻ കേട്ടോ. ഇന്ന ഹാലജൻ ഒന്നുമില്ല, ഹാലജൻ. ഓക്കെ, ഹാലജനുമായിട്ട് ലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ free radical substitution reaction happens in alkanes. Okay, so you will get CH2X. Okay അല്ലേ? ഇതേ സിസ്റ്റം, ഇതേ CH3 you are treating it with halogen, but this time in presence of a Lewis acid. ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ഓർത്തോപാരാ പൊസിഷൻസ് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കിട്ടും ഇൻ ദി ഓർത്തോപാരാ പൊസിഷൻസ് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, സോ ദീസ് ടു സെയിം സബ്സ്ട്രേറ്റ്, സെയിം റിയേജന്റ്, only conditions are different. ഇവിടെ HNO, ഇവിടെ ലൂയിസ് ആസിഡ്, products are different.
ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, പറഞ്ഞ ആരും മനസ്സിലായോ? സോ ആ ഒരു കൺഫ്യൂഷനെ എന്താ പറയാ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എഴുതി വെക്കണം, അങ്ങനെ തെറ്റിക്കണം. അതാണ് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം. ഓക്കെ അല്ലേ? യാ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കട്ടെ. എനിക്ക് തോന്നുന്നു ദിസ് ഈസ് 2025 ക്വസ്റ്റ്യൻ. ഈ കഴിഞ്ഞ വർഷം CBSE ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സോ ഇതിനകത്ത് ഫസ്റ്റ് വൺ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ്. ഓക്കെ, ബ്രോമിൻ നമ്മുടെ ഹീറ്റിന്റെ പ്രസൻസിൽ. സോ ബേസിക്കലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അഗെയിൻ ഫ്രീ റാഡിക്കൽസ് ആർ ജനറേറ്റഡ് ഇൻ എന്താ പറയാ ലൈറ്റിന്റെ പ്രസൻസിലോ ഹൈ ടെമ്പറേച്ചറിലോ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും? ജനറേറ്റ് ആവും കേട്ടോ മക്കളെ. ഓക്കെ, സോ ബേസിക്കലി ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ബ്രോമിൻ ഒരു പ്രത്യേകതയുണ്ട്. ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രോമിൻ പ്രിഫറബിളി സബ്സ്റ്റിറ്റ്യൂട്ട് ഓൺ എന്താ പറയാ ടെറിഷറി ഹൈഡ്രജൻസ് പ്രസന്റ് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ സിസ്റ്റത്തിൽ ടെറിഷറി ഹൈഡ്രജൻസ് പ്രസന്റ് അല്ലെങ്കിൽ അദ്ദേഹം ആരെ പ്രിഫർ ചെയ്യും? സെക്കൻഡറിയെ പ്രിഫർ ചെയ്യും. ഇനി സെക്കൻഡറിയും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ മാത്രമേ അദ്ദേഹം ആരെ നോക്കുകയുള്ളൂ? പ്രൈമറിയിലോട്ട് നോക്കത്തുള്ളൂ കേട്ടോ. സോ ബേസിക്കലി ഇവിടെ നമുക്കൊരു സെക്കൻഡറി സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മുടെ സെക്കൻഡറി സിസ്റ്റം ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആവപ്പെടുക. സോ അവർ പ്രോഡക്റ്റ് വിൽ ബി Cl here, CH, Br, CH3. Okay. അടുത്തത് നോക്ക്. സോ ദ ഫസ്റ്റ് വൺ ന്യൂക്ലിയോഫിലിക് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, യുവർ സെക്കൻഡറി ഹൈഡ്രജൻ വിൽ ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യനകത്ത് HBr ആണ് ആഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് യു ഹാവ് എ ഡബിൾ ബോണ്ട് ഹിയർ. ഇത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അഡീഷൻ ഓഫ് HBr ടു a ഡബിൾ ബോണ്ട് or alkene. ഓക്കെ, അഡീഷൻ ഓഫ് HBr ടു alkene and that addition follows മാർക്കോണിക്കോവ് റൂൾ അല്ലെ. പെറോക്സൈഡ് ഒന്നും ഇല്ല, ആരോ ഇല്ല. പെറോക്സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ആന്റി മാർക്കോണിക്കോവ്. ഇവിടെ ഇപ്പൊ പെറോക്സൈഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കോണിക്കോവ് റൂൾ ബേസ് ചെയ്തിട്ടുള്ള അഡീഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് മാർക്കോണിക്കോവ്? മാർക്കോണിക്കോവ് സേസ് ദാറ്റ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം വിൽ ഗോ ടു ദ കാർബൺ ആറ്റം വിച്ച് കണ്ടെയ്ൻസ് less number of hydrogen atom. Okay, so the negative part of the addendum will go to the carbon atom which contains less number of hydrogen atom. That is the Markovnikov rule says. So ഇവിടെ ഇപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിൽ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് ആർക്കാണ്? ദേ ഇവിടെയാണ്. So basically the negative part of the addendum, that is HBr Br minus, will go to this carbon and hydrogen will go to this carbon and your product will be ഒരു cyclohexane ringila CH3 അതിന്റെ കൂട്ടത്തിൽ ഒരു ബ്രോമിൻ. ഓക്കെ, ദാറ്റ് വിൽ ബി യുവർ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഈ HBrന് പകരം HBrന്റെ കൂട്ടത്തിൽ ഒരു പെറോക്സൈഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ Brനെ നിങ്ങൾ ഇവിടെ എഴുതേണ്ടി വരുമായിരുന്നു കേട്ടോ. പെറോക്സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ആന്റി മാർക്കോണിക്കോവ് അല്ലെ പെറോക്സൈഡ് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഓക്കെ, അടുത്തത് നോക്കിക്കേടാ. അടുത്തത് എന്താ? ഇവിടെ നമ്മളൊരു ഫിനോളിക് സിസ്റ്റം അല്ലെങ്കിൽ ഫിനോളിന്റെ ഒരു സിസ്റ്റം ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് HClനെ ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ അവരവിടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം OH-ല്, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. ഏത് പൊസിഷനാണ് മോസ്റ്റ് പ്രോൺ ടു ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? അതാണ് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം അവരൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. വിച്ച് പൊസിഷൻ ഈസ് മോർ പ്രോൺ? എടാ മക്കളെ, സി നിങ്ങൾക്കറിയാം ഇതൊരു അറൈൽ സിസ്റ്റത്തിലോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് OH ആണ്. അറൈൽ സിസ്റ്റത്തിലോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് OH-നെ നമുക്ക് അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ അവിടെ റിമൂവ് ചെയ്തിട്ട് HCl കയറിയിരിക്കാൻ ഈ ഒരു കണ്ടീഷനൊന്നും പോരാ, അല്ലെങ്കിൽ നടത്താനേ ബുദ്ധിമുട്ടാണ്. Okay, so basically HCl can very easily substitute the OH here. Okay, HCl ആരെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ആൽക്കൈൽ പാർട്ടിൽ കിടക്കുന്ന OH-നെ ആയിരിക്കും. കാരണം ആൽക്കൈൽ പാർട്ടിൽ കിടക്കുന്ന OH is more easy to substitute. Okay, so your product here will be after the reaction is OH. ആ OH അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. CH2Cl. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മൂന്നും മനസ്സിലായോ? മൂന്നും എന്താ പറയാ, മൂന്ന് ഡിഫറെന്റ് കണ്ടീഷൻസിൽ നടക്കുന്ന റിയാക്ഷൻസാ. മനസ്സിലായോര് കൈപൊക്ക്? മനസ്സിലായോര് raise your hands. So the next question is the most common type of questions you can get in the from the organic chemistry section, that is conversion questions. Okay, എന്താണ് conversion questions? ഇവിടെ നോക്ക, കൺവേർഷൻ എന്താണ്? ക്ലോറോബെൻസീനെ ബൈഫിനൈൽ ആക്കണം. ഓക്കെ, സോ ക്ലോറോബെൻസീൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാണ് ക്ലോറോബെൻസീൻ. ഇങ്ങനെ ആരാക്കണം? ഇങ്ങനെ ഇദ്ദേഹമാക്കണം.
ഇദ്ദേഹമാണ് ബൈഫിനാൽ സിസ്റ്റം. ഓക്കെ, ഇതാണ് ബൈഫിനാൽ സിസ്റ്റം. സോ ക്ലോറോബെൻസിനെ ബൈഫിനൽ ആക്കുന്നതാണ് നമുക്കുള്ള ടാർഗറ്റ്. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയടാ, ഒരു കാർബൺ കാർബൺ ബോണ്ട് പുതിയതായിട്ട് ഫോം ചെയ്തിട്ട് ഇതേ സാധനം റിപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതല്ലേ നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്താ ഫസ്റ്റ് ഒബ്സർവേഷൻ? നമ്മുടെ ഈ ബെൻസീൻ ക്ലോറിൻ പോയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ബെൻസീൻ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു RCl എന്തായിട്ട് മാറിയിരിക്കണു? RR മാറിയിരിക്കണു. ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് കണ്ടു പരിചയമുള്ളത് എവിടെ നിന്നാണ്? യെസ്, വി നോ ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ആസ് അവർ ഫിറ്റിക് അല്ലെ. രണ്ടും അരൈൽ സിസ്റ്റം ആയതുകൊണ്ട് ഫിറ്റിക്. നമ്മുടെ വുഡ്സും സെയിം ആണ്, പക്ഷെ രണ്ടെണ്ണം അരൈൽ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്താ വിളിക്കാൻ പറ്റൂ? ഫിറ്റിക് എന്ന് വിളിക്കാനേ പറ്റൂ. സോ ബേസിക്കലി ഫിറ്റിക് ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഫിറ്റിക്കിന്റെ റിയേജന്റ് എന്താണ്? വാട്ട് ഈസ് ദ റിയേജന്റ് ഫോർ ഫിറ്റിക് റിയാക്ഷൻ? ഫിറ്റിക് റിയാക്ഷന്റെ റിയേജന്റ് എന്ന് പറയുന്നത് sodium in presence of dry ether. So you simply took 2 moles of chlorobenzene and treat it with the sodium in presence of dry ether. You will get what? Biphenyl, and the reaction is known as phytic. Okay, next conversion. Propene to 1-idopropane. Okay, propene, that is CH3 CH double bond CH2 ne you have to convert it into CH3 CH2 CH2I. I know this reaction is very simple for you. Okay, ഈ റിയാക്ഷൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആണെന്ന് എനിക്കറിയാം. ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ HI ആഡ് ചെയ്താൽ മതിയോ? ചുമ്മാ HI ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get a 2-idopropane, not 1-idopropane. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ആദ്യം we have to treat it with HBr. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യണം? HBr-ഉമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, in presence of peroxide. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാന്നേൽ HI വെച്ച് ട്രീറ്റ് ചെയ്താൽ പോലെ എന്തിനാണ് HBr ആഡ് ചെയ്തിട്ട് പോകുന്നത്? HBr മാത്രമേ പെറോക്സൈഡ് ഇഫക്റ്റ് തരൂ, അതുകൊണ്ടാണ് കേട്ടോ. HIO HCl HFO ഒന്നും എന്ത് തരില്ല? പെറോക്സൈഡ് ഇഫക്റ്റ് തരത്തില്ല. ഓക്കെ, സോ പെറോക്സൈഡ് ഇടുക, HBr ഇടുക. സോ യു വിൽ ഗെറ്റ് CH3 CH2 CH2Br. ഓക്കെ, ഇത് കിട്ടും. ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഉണ്ടല്ലോടാ നമ്മുടെ ഫിങ്കസ്റ്റീൻ നടത്തുക. ഓക്കെ, NaI വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഫിങ്കസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, ഇഫ് യു ഡു ഫിങ്കസ്റ്റീൻ റിയാക്ഷൻ ഓൺ ദിസ് യു വിൽ ഗെറ്റ് CH3 CH2 CH2I. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? കൺവേർഷൻ കിട്ടിയല്ലോ. യെസ്, അടുത്തത് 2-bromobutane to but2ene. പെട്ടെന്ന് പറഞ്ഞേ, ഹൗ വി ക്യാൻ കൺവേർട്ട് 2-bromobutanol അല്ലെ? 2-bromobutane to but2ene. ഓക്കെ, 2-bromobutane എന്ന് പറഞ്ഞാൽ എന്താ? CH3 CHBr CH2 CH3. This is 2-bromobutane. ഇതിനെ എന്താക്കണം? CH3 CH double bond CH3 but2ene ആക്കണം. Okay, you have to make it. Okay, reagent പറ. Which reagent you can use? Tell me. Okay, tell me which reagent you can use. You want to eliminate HBr eliminate ചെയ്യണം. Which reagent can I use? I can use alcoholic KOH. In the reagent ഉപയോഗിക്കാം, alcoholic KOH ഉപയോഗിക്കാം. Okay, for the elimination reaction പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോൾ ഹാലജനും ഹൈഡ്രജനും ആണ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്. ഫോർ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻസ് യു ക്യാൻ യൂസ് ആൽക്കഹോളിക് KOH ആസ് ദി റിയേജന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which is the correct, ഇതെല്ലാം all these questions are from 2025 കേട്ടോ. which is the correct IUPAC name of this? ഈ സാധനത്തിന്റെ കറക്റ്റ് IUPAC നെയിം എന്താണെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. CH3 ആയാലും Cl ആയാലും ഓക്കെ, രണ്ടും പ്രിഫിക്സിൽ വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. രണ്ടുപേരും എന്തിൽ വരുന്നതാണ്? പ്രിഫിക്സിൽ വരുന്നതാണ്. ക്ലോറോ മീഥെയിൻ. ഓക്കെ, സോ അവിടെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്പർ ചെയ്യേണ്ടത്. ക്ലോറോയ്ക്ക് ആയിരിക്കും ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. സോ ക്ലോറോയ്ക്ക് 1 2 3 4 5 6. Okay, so chloro has the lowest numbering. So 1 2 3 4. This is the way you have to number. And now tell me, ഇവർ രണ്ടുപേരും പ്രിഫിക്സിലാണ് വരുന്നത്. പ്രിഫിക്സിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് പറയേണ്ടത്. So 1 chloro. എങ്ങനെയാ വരാ? 1 chloro. Then 4 methyl. Okay, 1 chloro 4 methyl. അടുത്ത എന്താ വരണ്ടേ? 1 chloro 4 methyl. ഇനി ഈ സിസ്റ്റത്തിന്റെ പേരാ വരേണ്ടത്. ഇതെന്താ? ഇത് ബെൻസീൻ. ഓക്കെ, 1 chloro
4-methyl benzene. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? പേരിട്ടത് മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരിടുന്ന സമയം, ഓക്കെ, പേരിടുന്ന സമയത്തില് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രിഫിക്സ് അല്ലെ, പ്രിഫിക്സിൽ തന്നെ സെക്കൻഡറി പ്രിഫിക്സ്, പ്രൈമറി പ്രിഫിക്സ്, ഓക്കെ, ദെൻ റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന്റെ കേസിലാണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എല്ലായ്പ്പോഴും പ്രിഫിക്സിൽ മാത്രം വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അതൊരിക്കലും എവിടെ വരില്ല? സെക്കൻഡറി സഫിക്സിൽ വരില്ല. സോ ബേസിക്കലി ഹാലജൻസ് മാത്രമുള്ള ഒരു ഫങ്ഷണൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരിക്കലും എന്തില്ല? സെക്കൻഡറി സഫിക്സ് ഇല്ല. പേരിൽ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ? സെക്കൻഡറി പ്രിഫിക്സ്, പ്രൈമറി പ്രിഫിക്സ്, റൂട്ട്, പ്രൈമറി സഫിക്സ്. ഓക്കെ, ഹാലോ ആൽക്കെയിൻസ് മാത്രം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണെങ്കിൽ, മറ്റേതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ വരും കേട്ടോ. ഓക്കെ, നാ നോക്കിയേ, നമ്മുടെ ഹാലോ കോമ്പൗണ്ട് എവിടെ വരണം? പ്രിഫിക്സിലായിരിക്കും നമ്മൾ എഴുതുക ഹാലോ. ഓക്കെ, ഇനി പ്രൈമറി പ്രിഫിക്സ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. സൈക്ലിക് ആണോ, അതല്ല വേറെ എന്തെങ്കിലും ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പറഞ്ഞു തരുന്നത്? പ്രൈമറി പ്രിഫിക്സ് പറഞ്ഞു തരുന്നത്. സോ സൈക്ലിക് ആണെങ്കിൽ പ്രൈമറി പ്രിഫിക്സിൽ നമ്മൾ എന്ത് എഴുതും? സൈക്ലോ എന്ന് എഴുതും, അല്ലെങ്കിൽ ചുമ്മാ പ്രൈമറി പ്രിഫിക്സിൽ ഒന്നും എഴുതുകയല്ല. ഓക്കെ, ദെൻ റൂട്ട് നമ്പർ ഓഫ് കാർബണെ പറഞ്ഞു തരും. 1 മെത്ത, 2 എത്ത, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ പ്രൈമറി സഫിക്സ് ബോണ്ടിങ്ങിനെ പറഞ്ഞു തരും. ഓക്കെ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ ഇതാണ് പ്രൈമറി സഫിക്സ്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് പ്രൈമറി സഫിക്സിൽ ഡബിൾ ബോണ്ട് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോടാ, നമ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാലജനേക്കാൾ ഇമ്പോർട്ടൻസ് ഡബിൾ ബോണ്ടിന് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ നമ്പറിങ്ങിന്റെ പ്രയോറിറ്റി വരുന്നത് സഫിക്സ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പറിങ്ങിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടാ, പിന്നെ ട്രിപ്പിൾ ബോണ്ടാ, അതും കഴിഞ്ഞിട്ടേ പ്രിഫിക്സ് ഫങ്ഷണൽ ഗ്രൂപ്പിന് വരുള്ളൂ. ഓക്കെ, സോ ഹാലജൻസ് പ്രിഫിക്സ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡബിൾ ബോണ്ടിനെക്കാട്ടിലും ട്രിപ്പിൾ ബോണ്ടിനെക്കാട്ടിലും പ്രയോറിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി അതൊന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കണേടാ മക്കളെ. ഓക്കെ അല്ലേ? സോ ദിസ് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, സഫിക്സ് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. ഓക്കെ, ഹാലജൻസ് പ്രിഫിക്സ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ് ഏറ്റവും അവസാനം പാവത്തിനെ നമ്മൾ എന്ത് ചെയ്യാവൂ? കൺസിഡർ ചെയ്യാവൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, അതായത് നോമൻക്ലേച്ചറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. In the following pair of halogen compounds, which compound undergo SN1 reactions faster and why? Okay, so SN1 reactions ne sambandhicha substitution, nucleophilic, unimolecular സംബന്ധിച്ച് steric ഹിൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള ആളുകളാണ് എന്ത് റിയാക്ഷനിൽ പോകുക? SN1 റിയാക്ഷൻസിൽ പോകുക. ഓക്കെ, സോ SN1 റിയാക്ഷൻസ് ആർ നോർമലി ഫോളോഡ്, അല്ലെങ്കിൽ SN1 മെക്കാനിസം ഈസ് നോർമലി ഫോളോഡ് ബൈ ദോസ് ഹാലോ ആൽക്കെയിൻസ് വിച്ച് ആർ സ്റ്റെറിക്കലി ഹിൻഡേർഡ്. ഓക്കെ, അവരെങ്ങനെയായിരിക്കും? അവർ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിരിക്കും. സോ ബേസിക്കലി SN1 റിയാക്ഷനിൽ പോകാൻ കൂടുതൽ ടെൻഡൻസി ഒരു ടെർഷറി സിസ്റ്റത്തിനായിരിക്കും, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഓക്കെ, അതേസമയം SN2 റിയാക്ഷൻസിലോട്ട് വരുമ്പോൾ SN2 മെക്കാനിസം ഈസ് പ്രിഫറബിളി ഫോളോഡ് ബൈ, ഓക്കെ, പ്രിഫറബിളി ഫോളോഡ് ബൈ ഹൂം? പ്രിഫറബിളി ഫോളോഡ് ബൈ സ്റ്റെറിക്കലി ലെസ് ബൾക്കി സിസ്റ്റംസ്. കാരണം എന്താ? അവരുടെ കേസിലെ അറ്റാക്ക് ഓഫ് ദ ന്യൂക്ലിയോഫൈൽ ആൻഡ് ലീവിംഗ് ഓഫ് ദി ഹാലജൻ ഹാപ്പൻസ് എന്താ പറയുക, സൈമൾട്ടേനിയസ്ലി. സോ അങ്ങനെ സൈമൾട്ടേനിയസ് അറ്റാക്ക് ആൻഡ് ലീവിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം മസ്റ്റ് ബി സ്റ്റെറിക്കലി ലെസ് ബൾക്കി. ഓക്കെ, സോ ബേസിക്കലി പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിഫർ ടു ഗോ ത്രൂ SN2 മെക്കാനിസംസ്, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷറി. ഓക്കെ അല്ലേ? കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, നൗ യു സിംപ്ലി ലുക്ക് അറ്റ് ദ 2 കോമ്പൗണ്ട്സ് ദാറ്റ് വി ഹാവ് ഹിയർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ക്ലോറിൻ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ, ഇത് 1, 2, 3 മറ്റ് 3 കാർബണുമായിട്ട് കണക്റ്റഡാ, അതായത് ഇതൊരു ടെർഷറി സിസ്റ്റമാ. ഓക്കെ, അതേസമയം ഇവിടെ ക്ലോറിൻ കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബണുമായിട്ടേ കണക്റ്റഡ് ആയിട്ടുള്ളൂ, അതായത് ഇതൊരു സെക്കൻഡറി സിസ്റ്റമാ. ഓക്കെ, സോ SN1 റിയാക്ഷനിൽ ഒരു ടെർഷറി സിസ്റ്റം വിൽ റിയാക്ട് ഫാസ്റ്റർ ദാൻ ദി സെക്കൻഡറി. സോ ഇവിടെ ഇയാൾക്കായിരിക്കും കൂടുതൽ റിയാക്ടിവിറ്റി. അടുത്ത നോക്കിക്കേ, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി ടുവേർഡ്സ് SN2. SN2ന്റെ അങ്ങോട്ടേക്കുള്ള ഇൻക്രീസിംഗ് റിയാക്ടിവിറ്റി വെച്ചിട്ട് ഓർഡർ ചെയ്യാനായിട്ടാണ് പറയണേ. 2-bromo 2-methyl butane, ബ്യൂട്ടാണ്. സോ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ ആദ്യം എന്ത് എഴുതുക?
കാർബൺ, ആ നമ്പർ ഓഫ് കാർബൺ അക്കോർഡിംഗ് ടു റൂട്ട് എഴുതണം. ബ്യൂട്ട് ആവുമ്പോൾ 4 കാർബൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ബ്രോമിൻ ഉണ്ട്, അതേ പൊസിഷനിൽ ഒരു മീഥൈൽ ഉണ്ട്. ഓക്കെ, സോ CH3 C CH2 CH3. This is your 2 bromo 2 methyl butane. അടുത്തത് 1 bromopentane. ഓക്കെ, 1 bromopentane എന്ന് പറയുമ്പോൾ CH3 CH2 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 Br. ഓക്കെ, അടുത്തത് 2 bromopentane എന്ന് വെച്ചാൽ CH3 CHBr CH2 CH2 CH3. ഓക്കെ, സോ ഇതാണ് 2 bromo 2 methyl butane, 1 bromopentane, 2 bromopentane. സോ ഇവരിൽ ആരായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ SN2 ആയിട്ട് റിയാക്ട് ചെയ്യുവാന്നാണ് നമ്മളുള്ള ചോദ്യം. നമുക്കറിയാം പ്രൈമറി സിസ്റ്റം. സോ ഇവിടെ നോക്കുക, ദിസ് ഇസ് എ പ്രൈമറി സിസ്റ്റം, സെക്കൻഡറി സിസ്റ്റം, ടെർഷറി സിസ്റ്റം. സോ ഒരു പ്രൈമറി സിസ്റ്റം ആയിരിക്കും ഏറ്റവും വേഗത്തിൽ SN2 പോവുക, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ദിസ് ഈസ് അവർ ഓർഡർ for SN2 mechanism because sterically less bulky systems follows SN2. Okay. ഇനി ഇവിടെ നോക്കിക്കേ, ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്താം. SN1 ആയാലും SN2 ആയാലും, ഓക്കെ, SN1 or SN2 ഒരേപോലെ രണ്ടിലും റിയാക്ടിവിറ്റി വരുന്ന ആളുകളാണ് ബെൻസൈൽ ആൻഡ് അലൈൽ സിസ്റ്റങ്ങൾ. ഓക്കെ, ബെൻസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബെൻസീൻ റിങ്, അതിനകത്തൊരു CH2, ആ CH2 ഒരു ഹാലജൻ. ബെൻസൈൽ. അലൈൽ എന്താ? ഒരു ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞൊരു CH2, അതിലൊരു ഹാലജൻ. ഇതാണ് അലൈൽ സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റങ്ങളുടെയും പ്രത്യേകത, ഇവർക്ക് രണ്ട് ടൈപ്പിലും SN1-ലായാലും SN2-ലായാലും ഇവരുടെ രണ്ടുപേരുടെയും റേറ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, സോ ബെൻസൈൽ വിൽ റിയാക്ട് ഫാസ്റ്റ്ലി ഇൻ SN1 and SN2. അലൈൽ ഓൾസോ. കേട്ടോ, ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കണേ. ഇതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ SN1-ലായാലും SN2-ലായാലും, ഇപ്പം ബെൻസൈലിക് സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ SN1-ൽ അതിന്റെ കാർബോക്യാറ്റോൺ ഉണ്ടല്ലോ, ഇന്റർമീഡിയറ്റ് കാർബോക്യാറ്റോൺ. SN1-ൽ ഒരു ഇന്റർമീഡിയറ്റ് കാർബോക്യാറ്റോൺ ഉണ്ടാവും. ആ ഇന്റർമീഡിയറ്റ് കാർബോക്യാറ്റോൺ ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, അതേസമയം SN2 വരുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് പെന്റാവാലൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉള്ളത്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ ബെൻസീൻ റിംഗ്. ഓക്കെ, ഇനി അലൈൽ വരുമ്പോഴും അങ്ങനെ തന്നെയാ. ഈ ഡബിൾ ബോണ്ട് റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യും കാർബോക്യാറ്റോണെ. ഇതേ ഡബിൾ ബോണ്ട് ഇതിന്റെ പെന്റാവാലന്റ് ഇന്റർമീഡിയറ്റിനെയും സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ഈ രണ്ട് സിസ്റ്റങ്ങളുടെ കേസിൽ മാത്രം, ഓക്കെ, SN1 ആയാലും SN2 ആയാലും റിയാക്ടിവിറ്റി സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിഫൈൻ ആണ് കേട്ടോ. ഈ ഡിഫൈൻ ക്വസ്റ്റ്യൻസിൽ ഇവിടുന്ന് ഒരുപാടെണ്ണം. ഇനാൻഷ്യോമേഴ്സ് വരാം, റെസമൈസേഷൻ എന്താണെന്ന് ചോദിക്കാം, റിട്ടൻഷൻ എന്താണെന്ന് ചോദിക്കാം, ഇൻവേർഷൻ എന്താണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ you can get what is configuration. ഓക്കെ, അതേപോലെ അങ്ങനെയുള്ള കുറെ. പിന്നെ ഈ ചാപ്റ്ററിൽ പോളിഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഫ്രയോൺസ് എന്നൊരു ടേം വരുന്നുണ്ട്. അപ്പൊ വാട്ട് ഈസ് ഫ്രയോൺസ് എന്ന് ചോദിക്കാം. ദെൻ DDT, അതിന്റെ ഡിഫൈൻ DDT പറയാം. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ വരുന്നുണ്ട്. വാട്ട് ഈസ് ഫോഴ്സ് ജീൻ എന്ന് ചോദിക്കാം. സോ കുഞ്ഞി കുറേ ഡെഫിനിഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ. അതുകൊണ്ട് അതൊക്കെ ഒന്ന്, കുഞ്ഞു ഡെഫിനിഷൻസ് അല്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല, കുറച്ചെണ്ണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ ഇനാൻഷ്യോമേഴ്സിന്റെ ഡെഫിനിഷനാണ്. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനാൻഷ്യോമേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് സിസ്റ്റം. ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് സിസ്റ്റത്തിന്റെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയണത്. ഓക്കെ അല്ലേ? അടുത്തത് റെസമിക് മിക്സ്ചർ. റെസമിക് മിക്സ്ചർ ഞാനിപ്പോ കുറച്ച് മുന്നേ SN1-ന്റെ കേസിൽ പറഞ്ഞു അല്ലേ നിങ്ങളോട്. അതായത് ഒരു റിയാക്ഷന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. either the configuration can get inverted or the configuration is configuration എന്ത് ചെയ്യാം? ഇൻവേർട്ട് ആവാം. അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ത് സംഭവിക്കാം? അങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, either it can get inverted or it can get stay like that. ഓക്കെ, സോ ഇനിയും ചില റിയാക്ഷൻസിൽ 50% ആളുകൾ ഇൻവേർട്ടഡ് ആവും. ഓക്കെ, 50% ആളുകൾ അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, സോ 50% ആളുകൾ എന്ത് ചെയ്തു? ഇൻവേർട്ടായി. 50% ഓഫ് ആളുകൾ ഇങ്ങനെ തന്നെ നിന്നു. ഇങ്ങനെ ഒരു ശതമാനം ആളുകൾ ഇൻവേർട്ടഡ് ആയിട്ടും മറ്റൊരു ശതമാനം ആളുകൾ കോൺഫിഗറേഷനെ റീറ്റെയിനും ചെയ്യുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
racemic mixture. A racemic mixture is a mixture which contains 50% inverted configuration and 50% what? 50% retained configuration. Okay. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡോ റീറ്റെയിൻഡോ നമുക്ക് അതിന്റെ കോൺഫിഗർ ചെയ്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഇൻവേർട്ടഡിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി D ആണെങ്കിൽ റീറ്റെയിൻഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലായിരിക്കും. ഇനി റീറ്റെയിൻഡേത് D ആണെങ്കിൽ ഇൻവേർട്ടഡിൻ്റെത് അല്ലായിരിക്കും. ഇങ്ങനെ ഓപ്പോസിങ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കാം. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു റെസമിക് മിക്സ്ചറിലൂടെ നമ്മൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് സ്പീഷീസിനെ അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിടുന്നു എന്ന് വെച്ചോ. ഈ ഒരു റെസമിക് മിക്സ്ചറിലൂടെ നമ്മൾ എന്ത് കടത്തി വിടുന്നു? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുന്നു. സോ ഇതിന്റെ ആംഗിൾ ഇങ്ങനെയാണേ. അപ്പം ഇപ്പൊ ഒരു എൽ റൊട്ടേഷൻ ഉള്ള മോളിക്യൂൾ അവിടെ ഉണ്ടല്ലോ. എൽ റൊട്ടേഷൻ ഉള്ളയാൾ ഒരു 90 തിരിച്ചെന്ന് വെച്ചോ. 90 അല്ല, ഒരു 60 എങ്ങാനൊക്കെ 45 എങ്ങാനൊക്കെ തിരിച്ചു എന്ന് വെച്ചോ. ഓക്കെ, ലെഫ്റ്റിലോട്ട് തിരിച്ചു. ലീവോ റൊട്ടേറ്ററി ഉള്ളയാള് 45 ലെഫ്റ്റിലോട്ട് തിരിച്ചു. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉള്ളയാള് അതേ 45 വലത്തോട്ട് തിരിക്കും. ഓക്കെ, സോ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലൂടെ പാസ് ചെയ്താല് ലീവോ റൊട്ടേറ്ററി ഉള്ളയാള് 45 ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉള്ളയാള് അതേ 45 റൈറ്റിലോട്ടും തിരിക്കും. സോ ബേസിക്കലി ഇൻ ഇഫക്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇൻ ഇഫക്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അങ്ങനെ നിന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു റെസമിക് മിക്സ്ചർ എന്താണ്? ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, റെസമിക് മിക്സ്ചർ ഈസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. എന്തുകൊണ്ടാ? ആക്റ്റീവായ സ്പീഷീസുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഒരുത്തൻ ചെയ്യുന്ന പ്രോസസ്സിനെ മറ്റവൻ എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവന്ന് വെക്കും. സോ ബേസിക്കലി രണ്ടുപേരും പണിയെടുക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമായ പണിയൊന്നും അവിടെ നടന്നിട്ടില്ല. അത് തന്നെ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അടുത്ത നോക്കിക്കേ. വൈ ക്ലോറോബെൻസീൻ റെസിസ്റ്റന്റ് ടു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ക്ലോറോബെൻസീൻ എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനോട് റെസിസ്റ്റന്റ് ആവുന്നത് എന്നതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, why chlorobenzene is resistant to nucleophilic substitution reaction? Chlorobenzenes are resistant to nucleophilic substitution reactions because of two reasons. രണ്ട് കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്ന സോറി രണ്ടല്ല 4 കാരണങ്ങൾ. ഓക്കെ, 4 കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ റിച്ച് സിസ്റ്റമാ. ഓക്കെ, ന്യൂക്ലിയോഫൈൽ എന്നാ സിസ്റ്റമാ? ഇലക്ട്രോൺ റിച്ച് സിസ്റ്റമാ. താങ്ക് യു സോ മച്ച് സൗമ്യ, താങ്ക് യു. യാ, സോ എന്താ ഞാൻ പറഞ്ഞേ? അതിൻ്റെ ഇടയിൽ അവിടെ പോയി, സോറി. ഓക്കെ, സോ ഒരു ബെൻസീൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ റിച്ച് സിസ്റ്റമാണ്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ റിങ്ങിലോട്ട് ഇലക്ട്രോൺ റിച്ച് ആയ ന്യൂക്ലിയോഫൈൽ വരിക. സോ ബോത്ത് ആർ ഇലക്ട്രോൺ, രണ്ടുപേരുടെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോൺ റിപ്പൽഷൻ ഹാപ്പൻസ്. ന്യൂക്ലിയോഫൈലും ബെൻസീൻ റിംഗ് കൂടെ റിപ്പൽ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് റീസൺ അതാണ്. ഇലക്ട്രോൺ റിപ്പൽഷൻ ഡ്യൂ ടു ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഡ്യൂ ടു ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാരണം എന്നാണെന്നറിയാവോ? രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ക്ലോറോയോ ബ്രോമോയോ എന്ത് ബെൻസീനോ ആയിക്കോട്ടെ, ഇവരുടെ ലോൺ പെയേഴ്സ് ദേ ഇങ്ങനെ റിങ്ങിലോട്ട് പോയിട്ട് റിങ്ങുമായിട്ട് ഇതിനൊരു റെസൊണൻസ് ഉണ്ട് അല്ലെ. സോ ബേസിക്കലി യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് നേച്ചർ ഉണ്ട്. ഓക്കെ, ദ കാർബൺ ഹാലജൻ ബോണ്ട് ഹാവ് പാർഷ്യൽ ഡബിൾ ബോണ്ട് നേച്ചർ. എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് റെസൊണൻസ് കാരണം. ഓക്കെ, സോ ഡ്യൂ ടു റെസൊണൻസ് ദിസ് കാർബൺ ഹാലജൻ ബോണ്ട് ഹാസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആൻഡ് ബിക്കോസ് ഓഫ് ദി പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പാടാ. ഓക്കെ, വി കനോട്ട് ബ്രേക്ക് ദിസ് ബോണ്ട്. കനോട്ട് അല്ല, പാടാ. ഓക്കെ, ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല, പോസിബിൾ ബട്ട് വിത്ത് മച്ച് ഡിഫിക്കൽറ്റി. ഓക്കെ, സോ ബ്രേക്കിംഗ് ദിസ് ബോണ്ട് ഈസ് റിയലി ഹാർഡ്. Okay, because of the partial double bond character, and that partial double bond character is due to resonance. Okay, ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അരൈൽ സിസ്റ്റങ്ങളുടെ കാർബൺ ഉണ്ടല്ലോ, അരൈൽ സിസ്റ്റങ്ങളുടെ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അരൈൽ സിസ്റ്റങ്ങളുടെ കാർബൺ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺസ് എന്ന് പറഞ്ഞാൽ അത് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ്, ഹൈലി അല്ല, കമ്പയർഡ് ടു sp3, sp2ന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുമ്പോഴത്തേക്കും ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഇദ്ദേഹം എന്ത് പിടിച്ചേക്കും? വലിച്ചങ്ങ് പിടിച്ചേക്കും. ഓക്കെ, ഞാൻ നിന്നെ വിടത്തില്ല. ഓക്കെ, അങ്ങനെ വിടാണ്ടിരുന്ന ഹാലജൻ മൈനസ് ആയിട്ട് ഇറങ്ങി പോവാനും പാടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ റീസൺ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ്, അല്ലെങ്കിൽ ബെറ്റർ ടു സേ
Hybridization is the reason. Hybridization. Okay, and the fourth and the last reason is ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഹാലജനെ ഇറക്കി വിട്ടു എന്ന് വെച്ചോ തന്നെ. Somehow we removed halogen from here. X or Y method വിട്ടാൽ നമുക്ക് കിട്ടുന്നത് ഫിനൈൽ കാർബോകാറ്റോൺ ആണ്. ഈ ഫിനൈൽ കാർബോകാറ്റോൺ ഈസ് ലെസ് സ്റ്റേബിൾ. ഫിനൈൽ കാർബോകാറ്റോൺ എങ്ങനെയാ? ഫിനൈൽ കാർബോകാറ്റയോൺ ഈസ് ലെസ് സ്റ്റേബിൾ. ഫിനൈൽ കാർബോകാറ്റോൺ വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു സിസ്റ്റമാണ്. Okay, so these are the 4 reasons. You listed down. These are the 4 reasons for the less stability or less reactivity of chlorobenzene or any halobenzene towards nucleophilic substitution reaction. You got it? Okay, next question. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചു മുന്നേ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിനെ ഒത്തിരി കൂടെ ഒരു വേറൊരു രീതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. പാരാക്ലോറോ നൈട്രോബെൻസീൻ റിയാക്ട്സ് വിത്ത് aqueous NaOH at 443 Kelvin to give para-nitrophenol, whereas chlorobenzene reacts with the same reagent at 623 Kelvin and 300 atmosphere. Why എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, എന്നാ കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നോക്കടാ. ഇവിടെ ഒന്നാമത്തെ സ്പീഷീസ് എന്ന് പറയുന്നത് പാരാനൈട്രോ ഉണ്ട്. ഓക്കെ, സോ ദിസ് NO2 ഗ്രൂപ്പ്. ദെൻ മറ്റേത് ചുമ്മാ ക്ലോറോബെൻസീൻ. ഓക്കെ, NO2 ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് സിസ്റ്റം. NO2 ഗ്രൂപ്പ് എന്നതാ? ഇലക്ട്രോൺ വിഡ്രോയിങ്. Okay, so because of the electron withdrawing nature of NO2, what happens? The electron density from the ring is withdrawn by NO2. So, അതിന്റെ electron density കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോഴുള്ള പ്രത്യേകത എന്താ? നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ റിപ്പൽഷൻ കുറച്ചൊന്ന് കുറയും. ഓക്കെ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് when nitro comes, the reaction happens a little bit faster than earlier. Okay, പഴയതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നൈട്രോ വരുമ്പോൾ റിയാക്ഷൻ നടക്കും. കാരണം ഇലക്ട്രോൺ റിപ്പൽഷൻ കുറച്ച് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, നൈട്രോ വലിച്ചുകൊണ്ട് പൊക്കോളും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് നോക്ക്. മെയിൻ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് when chloroethane reacts with KCN is propane nitrile. നമ്മള് CH3 CH2 Cl-നെ KCN വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് CH3 CH2 Cn പ്രൊപ്പൈൻ നൈട്രൈൽ കിട്ടും. അതേസമയം ഇതേ സാധനത്തിനെ AgCN വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് CH3 CH2 NCA കിട്ടൂ. എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ഓക്കെ, ദിസ് ഇസ് എ വെരി ഫേമസ് ക്വസ്റ്റ്യൻ മക്കളെ, കൃത്യമായി പഠിക്കണേ. ഇവിടെ നോക്ക്, KCN പ്രത്യേകത എന്താ? KCN എന്ന് പറഞ്ഞാൽ ഈ KCN ഒരു അയോണിക് സ്പീഷീസാ. അതേസമയം AgCN കോവാലന്റാ. ഓക്കെ, ഇത് അയോണിക് ആയതുകൊണ്ട് ഇതിനെ സൊല്യൂഷനിൽ വിട്ടാൽ നമുക്ക് K+CN- എന്ന അയോൺസ് കിട്ടും. സോ CN- അയോൺ വരുമ്പോ അതിന്റെ പ്രത്യേകത നെഗറ്റീവ് ചാർജ് നൈട്രജനിലും ഇരിക്കും കാർബണിലും ഇരിക്കും. രണ്ടു പേർക്കും നെഗറ്റീവ് ചാർജിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കാർബണോ നൈട്രജനോ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ കാർബൺ ബോണ്ട് ഈസ് ബെറ്റർ ദാൻ കാർബൺ നൈട്രജൻ ബോണ്ട്. അതുകൊണ്ട് അവിടെ ആര് അറ്റാക്ക് ചെയ്യും? കാർബൺ അറ്റാക്ക് ചെയ്യും. ഓക്കെ, കാർബൺ ബോണ്ടാണ് കാർബൺ നൈട്രജൻ ബോണ്ടിനേക്കാൾ ബെറ്റർ എന്നുള്ളത് കൊണ്ട് അവിടെ ആര് അറ്റാക്ക് ചെയ്യും? കാർബൺ അറ്റാക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ AgCN വരുമ്പോ ദ സിസ്റ്റം ഈസ് എസെൻഷ്യലി കോവാലന്റ്. സിസ്റ്റം എന്താണ്? കോവാലന്റ് ആണ്. അപ്പോ കാർബൺ ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് സിൽവർ ദെയർ. പിന്നെ അവിടെ ഫ്രീ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? നൈട്രജൻ മാത്രമേ ഉള്ളൂ. സോ ആരാ അറ്റാക്ക് ചെയ്യുന്നത്? നൈട്രജൻ അറ്റാക്ക് ചെയ്യാൻ പോണത്. സോ നൈട്രജൻ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടൂ? NCA കിട്ടൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ. ഗോട്ട് ഇറ്റ്? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ ഡെൻസിറ്റീസ്. എടാ, ഡെൻസിറ്റീസിന്റെ ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ എന്നാ പറയുന്നതെന്ന് അറിയാവോ? യുവർ ടെക്സ്റ്റ് ബുക്ക് സേസ് ദാറ്റ് polyhalogen compounds. Okay, polyhalogen compounds and എന്താ പറയാ ഹയർ ഹാലജൻസ് ഉള്ള, അതായത് ബ്രോമോ അയഡോ ഒക്കെ വരുന്ന ഹാലജൻസ് ഉള്ള ആളുകൾക്ക് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി ഉണ്ടെന്നാ പറയുന്നത്. അതേപോലെ തന്നെ മോളാർ മാസ് ഓഫ് ഹാലജൻ ആറ്റം കൂടുന്തോറും എന്ത് കൂടും? ഡെൻസിറ്റി കൂടും. അതേപോലെ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം കൂടുമ്പോഴും ഡെൻസിറ്റി കൂടും. സോ ഡെൻസിറ്റി കൂടാൻ എന്തൊക്കെ വേണം? നമ്പർ ഓഫ് ഹാലജൻ കൂടിയാൽ ഡെൻസിറ്റി, റോന്ന് എഴുതിക്കോട്ടെ ഞാൻ, ഡെൻസിറ്റി കൂടും. ഓക്കെ, അതേപോലെ തന്നെ മോളാർ മാസ് ഓഫ് ഹാലജൻ കൂടിയാലും ഡെൻസിറ്റി കൂടും. സോ ദിസ് ഈസ് അവർ ഐഡിയ.
ഓക്കെ, ഡെൻസിറ്റിയുടെ കേസിൽ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കുക, ദിസ് ഈസ് ബെൻസീൻ, നോ ഹാലജൻ, ഡെൻസിറ്റി കുറവായിരിക്കും. ഇവിടെ ഒരു ക്ലോറിൻ ഡെൻസിറ്റി ഉണ്ട്, പക്ഷെ ബെൻസീനേക്കാൾ കൂടുതലാണ്, പക്ഷെ ഒരു ക്ലോറിനേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നൗ വി ഹാവ് ഹിയർ 2 ക്ലോറിൻസ്. എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. ഓക്കെ, സോ 2 ക്ലോറിൻ ഉള്ളപ്പോൾ ഇതിനേക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലാണ്. ഇനി ഡിയിലോട്ട് വരുമ്പോൾ വി ഹാവ് എ ബ്രോമിൻ, അപ്പൊ ഇതിനേക്കാൾ കൂടുതലാണ്. സോ ദിസ് അവർ തന്നിരിക്കുന്നത് ഓർഡറിൽ തന്നെയാണ്. ക്ലോറിൻ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഹാലജൻസ് ഒന്നും ഇല്ലാത്ത ബെൻസീൻ, ഒരു ഹാലജൻ മാത്രമുള്ള ക്ലോറോ ബെൻസീൻ, 2 ഹാലജൻസ് ഉള്ള മെറ്റാക്ലോറോ ബെൻസീൻ, പിന്നെ ഒരു ബ്രോമിനും ഒരു ഹാലജനും ഉള്ള ഈ സിസ്റ്റം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി ആ ഒരു ഫാക്ടറിനെ മാത്രം നോക്കിയാൽ മതി. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് കാർബൺ ആറ്റം മാർക്ഡ് വിത്ത് ആസ്ട്രിക് ഈസ് അസിമെട്രിക്? ഓക്കെ, അസിമെട്രിക് കാർബൺ എന്താ? കാർബൺ which is connected to 4 different group. ഓക്കെ, 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആര്? അസിമെട്രിക് കാർബൺ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ നോക്കുക, ഒന്നാമത്തെ ഈ കാർബൺ, ഈ സിസ്റ്റത്തിൽ നമുക്ക് ഹൈഡ്രജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, 4 പേരാണ്. സോ ദിസ് ഈസ് കൈറാൽ. അതെന്താണ്? കൈറാൽ ആണ്. അടുത്തത് ഇവിടെ നോക്കുക, ഡ്യൂട്ടീരിയം ആണ്. ഡി ഈസ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ, 4 ഡിഫറെന്റ് സാധനങ്ങളാണ് കൈറാൽ. ഇവിടെ നോക്കാം, എച്ച്, ഒ എച്ച്, C2H5, CH3, 4 സാധനങ്ങളാണ് കൈറാൽ. ഓക്കെ, സോ അത് മാത്രമേ നോക്കണ്ടൂ, 4 ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ CH3, C2H5, H രണ്ടെണ്ണം സെയിം സാധനം, സോ കൈറാൽ അല്ല. ഓക്കെ, സോ ദ ഫസ്റ്റ് 3 ആർ കൈറാൽ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് നോട്ട് കൈറാൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിസിനാൽ ഡൈഹാലൈഡ്? എന്താ വിസിനാൽ ഡൈഹാലൈഡ്? തൊട്ടടുത്ത 2 കാർബണില് ഹാലജൻ ആറ്റം വരുന്നതാണ് വിസിനാൽ ഡൈഹാലൈഡ്. ആൻഡ് ദെൻ ദർ ഈസ് കോൾഡ് ജെം ഡൈഹാലൈഡ്. എന്താ ജെം? ഒരേ കാർബണിൽ 2 ഹാലജൻ ആറ്റം വരുന്നതാണ് ജെം ഡൈഹാലൈഡ്. ഓക്കെ, സോ ഇതില് വിസിനാൽ ഡൈഹാലൈഡ് ഏതാണെന്നാ ചോദ്യം. ഓക്കെ, പേരില് 1,2 ഡൈക്ലോറോ ഈഥേൻ, അത് തന്നെയാണ് അല്ലെ? CH2 ഒന്നിലും 2ലും chlorine. 1,2 dichloroethane is our vicinal dihalide. Okay, 1,2 dichloroethane, correct, vicinal dihalide. അടുത്തത്, aryl chlorides and bromides can be easily prepared by electrophilic substitution of arenes with chlorine and bromine respectively in presence of Lewis acid catalyst. But why does preparation of aryl iodides requires the presence of high oxidizing agents? എന്തുകൊണ്ടാണ് നമുക്ക് അറൈൽ അയോഡൈഡ്സിനെ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ ആവശ്യം വരുന്നതെന്നാ ചോദ്യം. എടാ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ റിവേഴ്സിബിൾ ആ. ഓക്കെ, സോ അവിടെ നമുക്ക് HI ഉണ്ടായി വരുന്നത് തിരിച്ച് എന്തായി മാറും? I2 ആയിട്ട് മാറാനുള്ള ഒരു റിവേഴ്സിബിൾ നേച്ചർ ആ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി അവിടെ അത് എന്താ പറയാ, ഒന്നുകൂടെ, ആ റിയാക്ഷൻ എന്ത് നേച്ചർ ഉണ്ട്? റിവേഴ്സിബിൾ നേച്ചർ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. ആ റിയാക്ഷൻ എന്ത് നേച്ചർ ഉണ്ട്? റിവേഴ്സിബിൾ നേച്ചർ ഉണ്ട്. സോ ടു പ്രിവെന്റ് ദാറ്റ് റിവേഴ്സിബിൾ നേച്ചർ, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന്റെ റിവേഴ്സിബിലിറ്റിയെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജൻസിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്, വൈ ഐഡോഫോം ഹാസ് അപ്രീഷിയബിൾ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി? ഐഡോഫോമിന്റെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം വെൻ ഐഡോഫോം ഈസ് ഗെറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്കിന്നുമായിട്ട് അത് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇറ്റ് റിലീസസ് അയഡിൻ. അത് എന്തിനെ റിലീസ് ചെയ്യും? അയഡിനെ റിലീസ് ചെയ്യും. സോ അയഡിൻ ആണ് അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ആന്റിസെപ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദി റിലീസ് ഓഫ് അയഡിൻ, ഐഡോഫോം ഈസ് വർക്കിംഗ് ആസ് ആന്റിസെപ്റ്റിക്. അടുത്തത്, ഡിസ്കസ് ദ റോൾ ഓഫ് ലൂയിസ് ആസിഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അറൈൽ ബ്രോമൈഡ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഇൻ ദ ഡാർക്ക്. ഓക്കെ, അറൈൽ ബ്രോമൈഡ്സിനെയും ക്ലോറൈഡ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലൂയിസ് ആസിഡിനെ എന്തിനാ ഉപയോഗിക്കുന്നതെന്നാ? ലൂയിസ് ആസിഡ് ഈസ് യൂസ്ഡ് ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഓക്കെ, സോ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യാൻ. അടുത്ത നോക്കിയേ, this is our word problem type of question. ഇതൊരു word problem question ആണ്. ക്വസ്റ്റ്യൻ വായിക്കുക. Compound A with the molecular formula C4H9Br is treated with aqueous KOH solution. The rate of this reaction depends upon the concentration of the compound A only. വായിക്കുക, ഈ റിയാക്ഷൻ ഇത് അക്വസ് KOH ആയിട്ട്, സോറി ഫോർ ദാറ്റ്, അക്വസ് KOH ആയിട്ട് നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ട്രീറ്റ് ചെയ്യുക. അക്വസ് KOH ആയിട്ട് ആൽക്കൈൽ ഹാലൈഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഏതാടാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ്
കോൺസെൻട്രേഷൻ ഓഫ് എ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ സിസ്റ്റം. അതായത് ഇത് എന്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി SN1. കാരണം എന്താ? കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ ഫാക്ടർ, ആൽക്കൈൽ ഹാലൈഡിൽ മാത്രം. ഓക്കെ, സോ അതൊരു SN1 മെക്കാനിസത്തിൽ പോകുന്ന സാധനമാണ്. സോ ബേസിക്കലി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഒരു ടെറിഷറി സിസ്റ്റം ആയിരിക്കും. സോ C4H9Br എന്ന ഫോർമുല വരുന്ന ഒരു ടെറിഷറി സിസ്റ്റം, C4H9Br എന്ന ഫോർമുല വരുന്ന ഒരു ടെറിഷറി സിസ്റ്റം ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. സോ ദാറ്റ് വിൽ ബി ദിസ്. ഈ ഫോർമുല വരുന്നത് ഈ ഒരൊറ്റ ടെറിഷറി സിസ്റ്റം ഉള്ളൂ, നിങ്ങൾ വേണേ നോക്കിക്കോ. ഓക്കെ, aqueous KOH solution, the rate of this reaction depends upon the concentration of the compound A only. So A is this. When another optically active isomer of B, optically isomer B, okay, അതേ സാധനത്തിന്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസോമർ. ഓക്കെ, ഈ സാധനത്തിന്റെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ എന്നാ പറയണേ. ഈ സാധനത്തിന്റെ ഒരു ഐസോമർ പോസിബിലിറ്റി ഉള്ളത് ഒരു ചെയിൻ ഐസോമർ വരയ്ക്കാൻ നമുക്ക്, ചെയിൻ അല്ല പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ നമുക്ക് ഇല്ല, പൊസിഷൻ ഇല്ല ഇതിന്. ഓക്കെ, പൊസിഷൻ ഇതിനില്ല. ഇനി ഇതിന്റെ ഒരു ചെയിൻ വരയ്ക്കാം. ചെയിൻ എങ്ങനെ ഇരിക്കും? CH3 CH2 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 Br. ഇത് അതിന്റെ ഒരു ചെയിൻ ആണ്. ഇനി ഈ ചെയിനിന്റെ പൊസിഷൻ വരയ്ക്കാം. CH3 CH2 CH BR CH3. So these are the two possible isomers for this particular system. C4H9Br വരുന്ന isomers. ഇതാണ് മൂന്നെണ്ണം. ഓക്കെ, അതില് ഈ ഒരു പർട്ടിക്കുലർ ഐസോമറിനെ നിങ്ങൾ നോക്കിയാൽ ഇത് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവാ. ഓക്കെ, പക്ഷെ നമ്മളോട് എടുത്ത് പറയുന്നുണ്ട് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന്. സോ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ബി. ഓക്കെ, സോ ബി ആയി എ ആയി. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? KOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയം ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി ഡിപ്പെൻഡ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് KOH രണ്ടുപേരിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ഓക്കെ, ഓക്കെ, സെക്കൻഡറി ആണ്. സെക്കൻഡറി ക്യാൻ അണ്ടർഗോ SN1 ഓർ SN2. സെക്കൻഡറിക്ക് SN1ലും പോവാം, SN2ലും പോവാം, പ്രശ്നമില്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബോത്ത് കോമ്പൗണ്ട് A ആൻഡ് B. അത് നമ്മൾ എഴുതി. Okay, out of these two compounds, which one will converted into product with the inverted configuration? Inverted configuration ആണെങ്കിൽ SN2 മെക്കാനിസം ആണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് B റിയാക്ട് ചെയ്യുമ്പോഴാണ് രണ്ടെണ്ണത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. B റിയാക്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുമ്പോൾ B ആണ് SN2ൽ റിയാക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇൻവേർഷനിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആരാണ്? B, because B റിയാക്ട് വിത്ത് SN2 മെക്കാനിസം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണേ. കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്, അതിനെ മാച്ച് ചെയ്യണേ. ഞാനൊന്ന് ഔട്ട് ഓഫ് ദ ഫ്രെയിം പോകുക, then only you can see. അതുകൊണ്ടാണേ. ഇവിടെ നോക്കിക്കേടാ, നമുക്കൊരു അരൈൽ സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഒരു അരൈൽ ഹാലൈഡിനെ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് സോഡിയത്തിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കിട്ടുക. ഇത് എന്നാ റിയാക്ഷനാ? ആൽക്കൈൽ ഹാലൈഡ്, അരൈൽ ഹാലൈഡ്, സോഡിയം. യെസ്, ഇറ്റ് ഈസ് വുഡ്സ്ഫിറ്റിക്. ഓക്കെ, ഒന്നാമത്തെ റിയാക്ഷൻ ഏതാണ്? വുഡ്സ്ഫിറ്റിക് റിയാക്ഷനാ. അടുത്ത റിയാക്ഷൻ നോക്ക, നമ്മുടെ കയ്യില് ഒരു അരൈൽ ഹാലൈഡ് ഉണ്ട്, രണ്ട് അരൈൽ ഹാലൈഡ് ഉണ്ട്. അതിനെ നമ്മൾ സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഈതറിന്റെ പ്രസൻസിൽ നമുക്ക് ഒരു അരൈൽ സിസ്റ്റം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇത് എന്തായിരിക്കും? ദിസ് ഈസ് ഫിറ്റിക് അല്ലെ? അതെന്ത് റിയാക്ഷനാ? ഫിറ്റിക് റിയാക്ഷനാ. അടുത്ത റിയാക്ഷൻ നോക്ക്, നമ്മുടെ കയ്യിൽ ഒരു ഡയാസോണിയം സോൾട്ട് ഉണ്ട്. ഡയാസോണിയം സോൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഓഫ് കോഴ്സ് ഡയാസോണിയം ക്ലോറൈഡ് വിത്ത് കോപ്പർ ഹാലൈഡ്, ഇറ്റ് ഈസ് സാൻമയസ്. ഓക്കെ, ഇതേ ഡയാസോണിയം ക്ലോറൈഡ് വിത്ത് കോപ്പർ ആയിരുന്നെങ്കിലോ, കോപ്പർ ബാർ HX ആയിരുന്നെങ്കിലോ, കോപ്പർ ബാർ HX ആണെങ്കിൽ ഇറ്റ് ഈസ് ഗട്ടർമാൻ. കേട്ടോ, മറക്കല്ലേ, ഓർത്തോണേ. ഗട്ടർമാൻ, വെറും ഗട്ടർമാൻ. ഗട്ടർമാൻ കോച്ചുമായിട്ട് കമ്പയർ ചെയ്ത് വെറും ഗട്ടർമാൻ. ഓക്കെ, അടുത്തത് നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഒരു ക്ലോറോ ഹാലൈഡ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ക്ലോറോ ഈഥൈൻ. ഓക്കെ, ക്ലോറോ ഈഥൈൻ ഉണ്ട്. അതിനെ നമ്മൾ NaIU ആയിട്ട് ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. നമുക്കപ്പം ഐഡോ ഈഥൈൻ കിട്ടുന്നു. ഇത് ഏത് റിയാക്ഷനാ? ദിസ് ഈസ് ഫിങ്കസ്തീൻ അല്ലെ? ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈൽ ഹാലൈഡുകളെ ഐഡോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ, ദാറ്റ് ഈസ് ഫിങ്കസ്തീൻ റിയാക്ഷൻ. കുറച്ച് റീസൺ അസർഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ് us see some reason assertion question. Hydrolysis of 2-bromo-octane proceeds with inversion of configuration. Okay, 2-bromo-octane ഒരു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ദിസ് റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദി ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റോൺ. ഇല്ല, ഇത് ട്രൂ ആണെന്ന് വെച്ചാൽ
ഇതൊരിക്കലും ഒരു കാർബോക്യാറ്റോൺ ഇന്റർമീഡിയറ്റിനെ തരത്തില്ല. കാരണം എന്താണ്, അത് SN2 മെക്കാനിസത്തിലാണ് ഇൻവേർഷൻ വരുന്നത്. SN2 മെക്കാനിസം ഡു നോട്ട് പ്രൊസീഡ്സ് വിത്ത് കാർബോക്യാറ്റോൺ. ഓക്കെ, സോ ബേസിക്കലി അല്ല. അടുത്തത്, നൈട്രേഷൻ ഓഫ് ക്ലോറോബെൻസീൻ ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. നൈട്രേഷൻ ഓഫ് ക്ലോറോബെൻസീൻ ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് മെറ്റ അല്ല, ഫോൾസ് ആണ് അല്ലെ. ക്ലോറോബെൻസീനിൽ ക്ലോറിൻ ആണുള്ളത്. ക്ലോറിൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. സോ ബേസിക്കലി മെറ്റാ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. NO2 ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. NO2 ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആണെന്ന് പറയുന്നത് ട്രൂ ആ. ഓക്കെ, അപ്പോ അസേർഷൻ ഫോൾസ്, റീസൺ ട്രൂ. അടുത്തത്, in monohaloarenes further electrophilic substitution occurs at ortho and para position. True. അടുത്തത്, ഹാലജൻ ആറ്റം ഈസ് എ റിംഗ് ഡീആക്ടിവേറ്റർ. അതും ശരിയാണ്, പക്ഷേ ഉറപ്പായിട്ടും ആ റീസൺ എന്ന് പറയുന്നത് എന്തല്ല, അസേർഷന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് ദേ ആർ നോട്ട് എന്താണ് correct explanations. Okay, so that was the last question of haloalkenes, haloarenes. We are moving to our next chapter, that is alcohols, phenols and ethers. Okay, haloalkenes, haloarenes la endengilum samshayam unda ennundengil, if you have any doubt regarding haloalkenes, haloarenes, എന്തെങ്കിലും സംശയം ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ you can ask in the doubt section. Okay, so Soumya, I think I remember that you asked for discussing some difficult questions in the organic chemistry in the last class. Okay, തീർച്ചയായിട്ടും ഇത് can I know who you are? ആക്ച്വലി നമ്മളുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാം. അതല്ല എന്നാണെങ്കിൽ മോന്റെ അല്ലെങ്കിൽ മോളുടെ ഫോൺ നമ്പർ തന്നാൽ ആ ഫോൺ നമ്പറിലോട്ട് ഞാൻ ഇവിടുന്ന് അയക്കാൻ പറയാം. ഓക്കെ, സോ can you please tell me your name? Nandana. Okay, fine. That I sent in your Sai group. Okay, Jack. Okay, Jack, I will. Okay, Jack, I will send it in the group. Okay, yeah. ഇവിടെ നോക്കടാ, the next chapter, that is alcohols, phenols and ethers. Okay, അടുത്ത ചാപ്റ്റർ ഏതാണ്? Alcohols, phenols, ethers. The first question, it is regarding the എന്താ പറയാ, നമുക്ക് എന്താ തന്നിരിക്കുന്ന അവരെ കുറച്ച് റിയേജൻസ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഫോർ ദ റിയേജൻസ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് ടു ആൽഡിഹൈഡ്. ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? യു ക്യാൻ യൂസ് PCC. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? PCC ഉപയോഗിക്കാം, PDC ഉപയോഗിക്കാം. Okay, you can also use PDC or you can use anhydrous CrO3. Okay, PCC, PDC or anhydrous CrO3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്, butane 2 on 2, butane 2 ol. Okay, butane 2 ഓണിനെ ഓൺ, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആക്കണം. കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ, കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ യു ക്യാൻ യൂസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഓർ സോഡിയം ബോറോ ഹൈഡ്രൈഡ് അല്ലെ. സോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡ് നിങ്ങൾക്ക് ആ കൺവേർഷൻ ഉപയോഗിക്കാം. സോ യുവർ കൺവേർഷൻ ഇസ് ദാറ്റ്, റിയേജന്റ് ഈസ് ദാറ്റ്. അടുത്തത്, ബ്രോമിനേഷൻ ഓഫ് ഫീനോൾ ടു 2,4,6 ട്രൈബ്രോമോഫിനോൾ. ഓക്കെ, ഫീനോളിനെ 2,4,6 ട്രൈബ്രോമോഫിനോൾ ആയിട്ട് ബ്രോമിനേറ്റ് ചെയ്യാൻ. ഓക്കെ, യു ക്യാൻ യൂസ് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടറിന് പകരമായിട്ട് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CS2 ഉപയോഗിച്ച നിങ്ങൾക്ക് മോണോ ബ്രോമോ ഫീനോൾ കിട്ടും കേട്ടോ. ഓർത്തോ അല്ലെങ്കിൽ പാരാ ബ്രോമോഫീനോൾ. ഓക്കെ, അടുത്ത, ഡീഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പെയിൻ ടു ഓൾ ടു പ്രൊപ്പീൻ. ഓക്കെ, നമ്മുടെ ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് 85% ഫോസ്ഫോറിക് ആസിഡ് or even you can use H2SO4. കേട്ടോ, ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ H2SO4 ഉപയോഗിക്കാം. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. ഓക്കെ, യാ. അടുത്ത ചോദ്യം, മാർക്ക് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിംഗ് ആസിഡിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ടുകളുടെ ആസിഡിക് സ്ട്രെങ്തിന്റെ ഡിക്രീസിംഗ് ഓർഡർ പറയാനാ പറഞ്ഞത്. എടാ, ഒറ്റയടിക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ആസിഡിക് സ്ട്രെങ്ത് ഒരുപാട് തവണ ഞാനിത് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസിഡിക് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? Yeah, there is a slight battery change. We can take
3 minutes to change the battery. Just 3 minutes. I will be back in 3 minutes. Stay in online. Okay. So ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടോണ്ടിരിക്കുക കേട്ടോ. Yeah. That. Hi. Come back. Okay. Sneha. Hi, Sneha. Sneha actually നമ്മുടെ ഒരു പഴയ ആളാണ് കേട്ടോ. One of my favorite students. Hi, Sneha. Yeah. See, acidic strength. എടാ acidic strength explain ചെയ്യാനായിട്ട് okay. Acidic strength explain ചെയ്യാനായിട്ട് നോക്കിയേ നമുക്ക് acidic strength purely you have to explain acidic strength on the basis of -I if the system is aliphatic. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന acidic strength കമ്പയർ ചെയ്യാൻ തന്നിരിക്കുന്ന സിസ്റ്റങ്ങൾ ആലിഫാറ്റിക് ആണെങ്കിൽ -I വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. ഇനി -6 വെച്ചിട്ട് കമ്പയർ ചെയ്യണം എപ്പോ സിസ്റ്റങ്ങൾ അരോമാറ്റിക് ആണെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആലിഫാറ്റിക് സിസ്റ്റങ്ങൾക്ക് -I ആണ്. സോ -I കൂടുമ്പോൾ ആസിഡിക് സ്ട്രെങ്ത് കൂടും. ആരോമാറ്റിക് സിസ്റ്റങ്ങൾക്ക് -6 ആണ്. സോ -6 കൂടുമ്പോൾ ആസിഡിക് സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി ഇത് നേരെ തിരിച്ച് +I വന്നാൽ ആസിഡിക് സ്ട്രെങ്ത് കുറയും, +6 വന്നാൽ ആസിഡിക് സ്ട്രെങ്ത് കുറയും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു തിങ്കിങ് പ്രോസസ്സിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് എന്താ പറയാ, അരോമാറ്റിക് സിസ്റ്റങ്ങളാണ്. സോ പ്രധാനമായിട്ടും എന്തിനെ ബേസ് ചെയ്ത് പറയണം? +6 അല്ലെങ്കിൽ -6നെ ബേസ് ചെയ്തിട്ട് പറയണം. +6 വന്നാൽ കുറയും, -6 വന്നാൽ കൂടും. ഓക്കെ, സോ ഫിനോളില് OH ഫിനോൾ എല്ലാം ഫിനോൾസ് ആണ് അല്ലേ. സോ ബേസിക്കലി ഫിനോൾ ഈസ് ദ റെഫറൻസ്. ഫിനോളിനേക്കാൾ കൂടുതൽ, ഫിനോളിനേക്കാൾ കുറവ്, അതാണ് നമ്മൾ പറയേണ്ടത്. സോ ബേസിക്കലി എല്ലാം ഫിനോൾസ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഫിനോളിൽ ഒരു NO2 ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ വന്നിരിക്കുന്നു. NO2ന് -I-യും -6 ആണുള്ളത്. ഈ രണ്ട് ഫാക്ടേഴ്സും ആസിഡിക് സ്ട്രെങ്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി ഒരു OCH3 മെറ്റാ പൊസിഷനിൽ വന്നിരിക്കുന്നു. മെറ്റാ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിന് നമുക്കറിയാം -I മാത്രമേ ഉള്ളൂ. മെറ്റാ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിന് എന്ത് മാത്രമേ ഉള്ളൂ? -I മാത്രമേ ഉള്ളൂ. അതിന് എന്തില്ല? +6ഓ -6ഓ ഇല്ല. ഓക്കെ, അടുത്തതായിട്ട് NO2 വന്നിരിക്കുന്നു. എഗെയിൻ -I മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തില്ല? -6 ഇല്ല. അടുത്തത് OCH3 ഇൻ ദ പാരാ പൊസിഷൻ. OCH3 ഇൻ ദ പാരാ പൊസിഷൻ വരുമ്പോൾ OCH3 ഒരു +R ഗ്രൂപ്പ് ആണ്. സോ അതിന്റെ +R ഇഫക്റ്റ് ഉണ്ട്. ദെൻ അതിന്റെ ഒരു സ്ലൈറ്റ് -I ഉണ്ട്. പക്ഷെ -I ഇവിടെ വളരെ കുറവാണ്. കാരണം എന്താ? പാരാ എന്ന് പറയുമ്പോൾ 4 ഡിസ്റ്റൻസ് കൂടുമ്പോൾ -Iയുടെ സ്ട്രെങ്ത് കുറയും, നിങ്ങൾക്കറിയാം. സോ OCH3 ഹാസ് എ +R ഇഫക്റ്റ്. ഓക്കെ, സോ കമ്പയർ ചെയ്തേ. OHല് -6ഉം -I വരുന്ന ഒരു ഗ്രൂപ്പ്, -I വരുന്ന ഒരു ഗ്രൂപ്പ്, -I വരുന്ന ഒരു ഗ്രൂപ്പ്, +R വരുന്ന ഒരു ഗ്രൂപ്പ്. സോ +R വന്നാൽ അസിഡിറ്റി കുറയും. ദാറ്റ് മീൻ OCH3 ഹാസ്, അല്ലെങ്കിൽ ഫിനോൾ വിത്ത് OCH3 ഹാസ് ലോവർ അസിഡിറ്റി. ഓക്കെ, സോ ഈക്കായിരിക്കും ഏറ്റവും കുറവ് അസിഡിറ്റി. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ആണുള്ളത്. സോ അടുത്തായിട്ട് ആര് വരും? ഫീനോൾ വരും. അസിഡിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ബാക്കി 3 പേർക്കും. ഓക്കെ, അടുത്തതായിട്ട് 2 -I ഉള്ള ഗ്രൂപ്പുകൾ.
ഓക്കെ, ഇതിൽ NO2ന്റെ -I OCH3യുടെ -Iനേക്കാൾ കൂടുതലാണ്. -Iക്ക് ഓർഡർ ഉണ്ട്, നിങ്ങൾക്കറിയാം. സോ NO2 ഹാസ് എ ഹയസ്റ്റ് -I ദാൻ OCH3. സോ ബേസിക്കലി അടുത്തതായിട്ട് ആര് വരും? ലെസ് -I ഉള്ള C വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ ആര് വരും? D വരും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ആർക്കാണ്? പാരാനൈട്രോഫീനോളിന് അദ്ദേഹം വരുന്നത്. സോ ദിസ് ഈസ് ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റി. നമ്മളോട് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ പറഞ്ഞിരിക്കുന്നത്? ഡിക്രീസിങ് ആണ്. അപ്പൊ നേരെ തിരിച്ചെഴുതണം. അതായത് B D C A E. This is the decreasing order of acidity. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞാലും മനസ്സിലായല്ലോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? അസിഡിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Phenols are stronger acids than alcohols. True. Phenols are stronger acids than alcohols. Correct. എന്തുകൊണ്ടാ? Because phenoxide ion is more resonance stabilized than alkoxide ion. ഇവർ റീസൺ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. alkoxide ion is more stable than phenoxide ion. False ആണല്ലേ? നേരെ തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയായാണ്. ഓക്കെ, alkoxide ion is less stable than phenoxide ion. Phenoxide ions are resonance stabilized. Okay. അടുത്ത ചോദ്യം നോക്കാം. How many alcohols with the molecular formula C4H10O are chiral in nature? Okay. ഈ മോളിക്കുലർ ഫോമിലുള്ള ഉള്ള ആൽക്കഹോൾസിൽ ആരൊക്കെയാണ് കൈറാൽ എന്നാ ചോദ്യം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫോമിലുള്ള ഉള്ള ആൽക്കഹോൾസ് ആരൊക്കെയാണെന്ന് തപ്പിപ്പിടിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഒരു ഉത്തരം പറയാൻ പറ്റൂ. സോ ലെറ്റ് us see who are the alcohols who has this particular formula. CH3, CH2, 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 OH. ഇതാണ് C4H10O എന്ന മോളിക്കുലർ ഫോമിലുള്ള ആദ്യത്തെ ആൽക്കഹോൾ. അടുത്തത് CH3, CH2, CHOH, CH3. ഇത് ഇദ്ദേഹത്തിന്റെ പൊസിഷൻ ഐസോമർ. ഓക്കെ, ഇനി ഒരു പൊസിഷൻ ഐസോമറിന് ഇവിടെ സ്കോപ്പ് ഇല്ല. ഓക്കെ, റിപ്പീറ്റ് ആയി പോകും. സോ നോ മോർ പൊസിഷൻ ഐസോമേഴ്സ്. സോ പൊസിഷൻ കഴിഞ്ഞു. എന്താ അടുത്ത ചെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അടുത്ത എന്തുണ്ടോന്ന് നോക്കാം. ചെയിൻ ഐസോമേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. Okay, let us see the chain isomers. ഇതിന്റെ chain isomers. So CH3, CH, CH3, CH2, OH. Okay. Then അടുത്തത് എന്ത് വരും? CH3, C, CH3, CH3, OH. So ഇതിന്റെ chain isomer, ആ chain isomerന്റെ position isomer. ഓക്കെ, ഇനി ഒരു ചെയിൻ ഐസോമർ ഉണ്ടോ? ഇനി ഒരു ചെയിൻ ഐസോമറിനുള്ള സ്കോപ്പ് ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഐസോമേഴ്സ് പോസിബിൾ ആൽക്കഹോളിക് ഐസോമേഴ്സ്. ആൽക്കഹോൾ സ്ട്രക്ചറുള്ള ഇനി ഇതിന്റെ ഫംഗ്ഷണൽ ഐസോമർ ഈതേഴ്സ് വരും. പക്ഷെ നമ്മളോട് ഇവിടെ ആൽക്കഹോൾസ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുള്ളത് കാരണം ഈതേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ ബോധേഡാവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആൽക്കഹോൾ സ്ട്രക്ചർ ആയിട്ടുള്ള ഐസോമേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ഫോമിലുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവരിൽ ആരൊക്കെയാണ് കൈറാൽ? ഓക്കെ, നമുക്കറിയാം ഇതിനകത്ത് കൈറാലിറ്റി ഉള്ള ഒരു കാർബണും ഇല്ല. നോക്കിയേ, 3 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. സോ ബേസിക്കലി കൈറാലിറ്റി വരാൻ ഒരു സ്കോപ്പും ഇല്ല. ഓക്കെ, അതേസമയം ഇവിടെ ഈ ഹൈഡ്രജൻ കാർബണെ ഞാൻ നോക്കിയാ ഈ കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു OH, H, CH3, CH3, CH2, 4 ഗ്രൂപ്പ്. സോ ഇതൊരു കൈറാൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ ഇതിന് കൈറാൽ ആണോ? ഇല്ല. CH3, CH3 രണ്ടും ഒരേപോലത്തെ സിസ്റ്റം. സോ ഇത് കൈറാൽ അല്ല. ഇതൊട്ടുമേ അല്ല. Okay, so basically we have only one. Okay, so എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ആരാണെന്നോ എന്താണെന്നോ ഒന്നുമില്ല, എണ്ണം മാത്രമാണ് ചോദ്യം. So our answer is option 1. Okay അല്ലേ? Okay. അടുത്ത നോക്ക്. Which of the following are used for the conversion of CHO to RCH2OH? RCHOA RCH2OH ആക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാന്നാ ചോദ്യം. ഓക്കെ, സോ ആരെയൊക്കെ ഉപയോഗിക്കണം മക്കളെ? ഇവിടെ ഏതൊക്കെ റിയേജൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫോർ മേക്കിംഗ് RCH2O2 CH2OH? ഓഫ് കോഴ്സ് റിഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോഹൈഡ്രൈഡും H2PDയും സുഖമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, റിഡക്ഷൻ എന്തായാലും പറ്റും. റെഡ്യൂസ് ചെയ്താൽ RCHO എന്തായിക്കോളും? RCH2OH ആയിക്കോളും. പെർഫെക്റ്റ്. പക്ഷേ നിങ്ങൾക്കറിയാം ഒരു ആൽഡിഹൈഡ് എക്സെപ്റ്റ് 1 ആൽഡിഹൈഡ് അല്ലെ, ബാക്കി ഏത് ആൽഡിഹൈഡിനെ നിങ്ങൾ RMgX വെച്ച് ട്രീറ്റ് ചെയ്താലും ആൽഡിഹൈഡ് RMgH വെച്ച് ട്രീറ്റ് ചെയ്താൽ ആൽഡിഹൈഡ് വിൽ ഗീവ് സെക്കൻഡറി ആൽക്കഹോൾ. കീറ്റോൺസ് വിൽ ഗീവ് ടെർഷ്യറി ആൽക്കഹോൾ. ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ, HCHO മാത്രം പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും തരുന്നത്. ഇവിടെ ഇപ്പം നമ്മളോട് പക്ഷെ RCHO എന്ന് ചോദിച്ചത് കാരണം എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു RCHOയെ
RMGX വെച്ച് ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടില്ല? പ്രൈമറി ആൽക്കഹോൾ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് RMGX നമ്മുടെ ഓപ്ഷനിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. ബാക്കി 3 പേരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. Is that fine? Is that fine? I cannot see anything in the chat box. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക. ഓക്കെ, is that fine? Okay ആണല്ലോ? Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Phenols can be distinguished from ethanol by the reaction with. എടാ ഫിനോളിക് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ടു ഐഡന്റിഫൈ ഫിനോൾ ഈസ് ഫെറിക് ക്ലോറൈഡ്, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. സോ ഈ ഫിനോളിനെ ആരുമായിട്ടുള്ള ഡിസ്റ്റിങ്വിഷ് ചോദിച്ചോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് എന്തെഴുതുക? ഫെറിക് ക്ലോറൈഡ് എന്ന് എഴുതുക. ഓക്കെ, സോ ഫിനോളിനെ ആരുമായിട്ടുള്ള ഡിസ്റ്റിങ്വിഷനും നിങ്ങൾക്ക് എന്തെഴുതാം? ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് എഴുതാം കേട്ടോ. ഓക്കെ, അടുത്തത് ഡൈപോൾ മൊമെന്റ് ഓഫ് ഫിനോൾ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് മെഥനോൾ. വൈ? ഇവിടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി, ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഡിസ്റ്റൻസ്. യാ, ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഡിസ്റ്റൻസും ആണ് എന്ത് ആരെ ഡിസൈഡ് ചെയ്യുന്നത്? ഡൈപോൾ മൊമെന്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഫിനോളിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാർബൺ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വരുമ്പോൾ പൊളാരിറ്റി കുറയും. ഓക്കെ, സോ പൊളാരിറ്റി കുറയുമ്പോൾ ഒബ്വിയസ്ലി ഡൈപോൾ മൊമെന്റ് കുറയും. ഓക്കെ, സോ പൊളാരിറ്റി കുറയാന്ന് പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. പൊളാരിറ്റി ഡിഫറൻസ് കുറയും, അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറയും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറയുമ്പോൾ പൊളാരിറ്റി കുറഞ്ഞിട്ട് ഇതിന്റെ ഡൈപോൾ മൊമെന്റ് കുറയും. Okay, so that's it. അടുത്ത question. Ethers can be prepared by Williamson synthesis in which an alkyl halide is reacted with the sodium alkoxide. Ditertiary butyl ether can't be prepared by this method. Explain. Okay. എടാ ditertiary butyl ether അതായത് സാധനം എങ്ങനെ ഇരിക്കും? tertiary butyl. Okay, so it is CH3 CH3 ഇതാണ് ഈ ഡൈടെർഷ്യറി ബ്യൂട്ടൈൽ ഈത്തർ എന്ന് പറയുന്ന സാധനം. ഈ ഡൈടെർഷ്യറി ബ്യൂട്ടൈൽ ഈത്തർ സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോടാ, ഈ ഡൈടെർഷ്യറി ബ്യൂട്ടൈൽ ഈത്തർ സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഒരു ഡൈടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എടുക്കണം. CH3 OH എടുക്കണം. എന്നിട്ട് ഇതിനെ സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് CH3O Na+ ആക്കി മാറ്റണം. ഓക്കെ, ഇത് കൂടാതെ ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ നിങ്ങളൊരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെയും കൂടി എടുക്കണം. CH3Br. ഇവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത് അക്കോർഡിംഗ് ടു വില്യംസൺ സിന്തസിസ്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ബൾക്കി ബേസ് ആണ്, ഇതൊരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിഫേഴ്സ് ടു അണ്ടർഗോ എലിമിനേഷൻ വിത്ത് ബൾക്കി ബേസ് റാദർ ദാൻ ദ റിക്വയർഡ് SN2 റിയാക്ഷൻ. ഓക്കെ, നമുക്ക് റിക്വയർഡ് ആയ SN2 റിയാക്ഷനെ കാട്ടിലും ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡുകൾ ഒരു ബൾക്കി ബേസിന്റെ കൂടെ എന്ത് റിയാക്ഷനാണ് പ്രിഫർ ചെയ്യുന്നത്? എലിമിനേഷൻ റിയാക്ഷനാ പ്രിഫർ ചെയ്യുന്നത്. അതൊരിക്കലും എന്ത് റിയാക്ഷൻ പ്രിഫർ ചെയ്യത്തില്ല? അതൊരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രിഫർ ചെയ്യത്തേ ഇല്ല, അങ്ങോട്ട് നോക്കാൻ കൂടി ഇല്ല, എന്നിട്ട് വേണമല്ലോ നടക്കാൻ. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ് റിയാക്ഷൻ വോണ്ട് ഹാപ്പൻ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല വില്യംസൺ സിന്തസിസ് വെച്ചിട്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ചില പ്രയോജനങ്ങൾ, എന്താ പറയാ, ചില യൂസസ് മറ്റുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ ആണല്ലോ? ഇത് രണ്ടുമാണ് ഞാൻ തന്നിരിക്കുന്നത്, യൂസേഴ്സ് ആൻഡ് കറസ്പോണ്ടിങ് persons. ഓക്കെ, ഒന്നാമത്തത് ആന്റി ഫ്രീസ് യൂസ്ഡ് ഇൻ കാർ എൻജിൻസ്. ഇത് വേറെ എവിടെയും നിങ്ങൾക്ക് കേട്ടുപരിചയമില്ലെങ്കിലും സൊല്യൂഷൻസ് ചാപ്റ്ററിൽ നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷനിൽ കേട്ടുപരിചയം ഉണ്ടായിരിക്കും. ദ ആന്റി ഫ്രീസ് യൂസ്ഡ് ഇൻ കാർ ആരാണ്? എഥിലീൻ ഗ്ലൈക്കോൾ. ആരാണ്? എഥിലീൻ ഗ്ലൈക്കോൾ. സോൾവെന്റ് യൂസ്ഡ് ഇൻ പെർഫ്യൂംസ് എഥനോൾ. ആൽക്കഹോൾസ് ആണ് കേട്ടോ, അതല്ലേ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്തു പോകും. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്പ്രേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഇങ്ങനെ നിങ്ങൾ തീയിലോട്ടൊന്ന് അടിച്ചാൽ ഇങ്ങനെ കത്തിപ്പടരും, ആൽക്കഹോൾസാ. ഓക്കെ, അടുത്തത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ പിക്രിക് ആസിഡ് ഈസ് ഫീനോൾ. ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് SNO3 കൊണ്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
പിക്രിക് ആസിഡ് കിട്ടും. ഫീനോളിനെ ഡൈല്യൂട്ട് HNO3 കൊണ്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓർത്തോ പാരാ നൈട്രോഫീനോൾ കിട്ടും. ഓക്കെ, വുഡ് സ്പിരിറ്റ്, മെഥനോൾ. ഓക്കെ, reagent used for the detection of phenolic group ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. Byproduct of soap industry, glycerol. Okay, so these are some uses. Artha match the following again. Methanol, wood spirit. Yes, methanol, wood spirit. Williamson synthesis. Conversion of phenol to orthohydroxysalicylic acid, ethyl alcohol, conversion of phenol to salicylic heated, reaction of alkyl halide with the sodium alkoxide. So what is Williamson's? Williamson's is the reaction of alkyl halides with sodium alkoxide. Okay, COB endada? Conversion of phenol to orthohydroxysalicylic acid. Conversion of secondary alcohol to ketone, heated with the copper. Reimer-Tiemann reaction. Reimer-Tiemann endana? Conversion of phenol to salicylic aldehyde. Fermentation, ethyl alcohol. Okay, fermentation വെച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ethyl alcohol ആ കിട്ടുന്നത്. നമ്മുടെ വൈൻ ഒക്കെ ഇല്ലേ? Yeah. അടുത്തത് next question. Assertion reason ആണ്. These are some assertion reason questions we have. Addition reaction of water to bute-1-ene in acidic medium yield butane 1-ol. ഒരിക്കലും ഇല്ല, false ആണ്. കാരണം addition of water to the double bond follows Markovnikov എന്താണ് Markovnikov addition ആണ്. Okay, so basically if you have CH3 CH2 CH double bond CH double bond CH2, this is bute-1-ene അല്ലെ, bute-1-ene എന്ന് പറയുന്ന ഇതാണ്. ഇതിനകത്തോട്ട് നിങ്ങൾ വെള്ളം ആഡ് ചെയ്താൽ HOH ആഡ് ചെയ്താൽ Markovnikov addition ആണ്. That is negative part of the addendum will go to the carbon atom which contains less number of hydrogen atom. So the negative part here is OH minus. OH minus എവിടെ പോകും? CH2 ൽ പോകും. So CH3 CH2 CH OH CH3. You will get only 2-ol. 1-ol കിട്ടത്തില്ല. Okay അല്ലേ? So addition reaction of water to butane-1-ene in acidic medium yield butane-1-ol is a false statement. Reason: addition of water in acidic medium proceeds through the formation of a primary carbocation. അതും തെറ്റാണ്. Both are തെറ്റ്. Okay, primary carbocation അല്ല, secondary carbocation ആണ് എന്ത് ചെയ്യുക, intermediate. Okay, അടുത്ത assertion. Bond angle in ethers are slightly less than the tetrahedral angle. തെറ്റാണ്. Actually bond angle in ethers are slightly higher than the tetrahedral bond angle. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 111 മറ്റോ ആണെന്ന് തോന്നുന്നു. Okay, slightly higher than our tetrahedral bond angle, that is 109°28'. Okay. Reason പറഞ്ഞിരിക്കുന്നത് there is a repulsion between the two bulky groups. അത് correct ആണ്. അവർ തമ്മിൽ repulsion ഉണ്ട്. അത് true ആണ്. Okay, so basically അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെന്ന് പറയുമ്പോഴേ ആറും കൂടെ പരസ്പരം റിപ്പൽ ചെയ്യുന്നുണ്ട്. റിപ്പൽ ചെയ്യുമ്പോൾ ഇവരിങ്ങനെ അകലാനല്ലേ സാധ്യത അല്ലെ, കൂടുതൽ ദൂരത്തോട്ടല്ലേ പോകൂ റിപ്പൽഷൻ കാരണം, ഒരിക്കലും അടുത്തോട്ട് വരില്ലല്ലോ. So the bond angle increases, not decreases. Okay, so the true, the false. Assertion നോക്കുക. Boiling point of alcohols and ethers are high. Alcohols high ആണ്, പക്ഷെ കൂട്ടത്തിൽ വാല് പോലെ ഈതേഴ്സ് എന്തിനാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈതേഴ്സ് അത്ര ഹൈ ഒന്നും അല്ല. ആൽക്കഹോൾസിന്റെ കൂടെ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ഒന്നും അത്ര ഹൈ ഒന്നും അല്ല, കുറവാണ്. ഈതേഴ്സ് ഹാവ് എ വെരി ലോ ബോയിലിംഗ് പോയിന്റ്. കാരണം ഈതേഴ്സിൽ എന്തില്ല, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. പക്ഷെ ആൽക്കഹോൾസിൽ എന്തുണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ആൽക്കഹോൾസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ്. പക്ഷേ സിൻസ് ഈതേഴ്സ് ലാക്ക് ദിസ്, they don't have higher boiling points. Okay alle? Yes alle makle. So they can form intermolecular hydrogen bonding. Who can? Alcohols can, not ethers. So idum false aana, idum false aana. അടുത്തത്, starting with ethane, how could the following compounds be prepared? Ethane തുടങ്ങിയിട്ട് ഇവരെ എങ്ങനെ ഉണ്ടാക്കാന്ന ethane ആണേ. So CH3 ഇതിനെ ആദ്യം നമുക്ക് എന്താക്കണം, CH3 CH2 CN ആക്കണം. നോക്കിയിട്ട് മക്കളെ, 1 കാർബൺ ആറ്റം ഈസ് എന്താ പറയാ ആഡഡ് അല്ലേ, ഒരു കാർബൺ ആറ്റത്തെ നമ്മൾ കൂട്ടിയിട്ടുണ്ടേ. സോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് ദേ ഈ CH3നെ ഒരു ക്ലോറിൻ HNU ട്രീറ്റ് ചെയ്യാം. ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് യു വിൽ ഗെറ്റ് CH3
CH2Cl. ഓക്കെ, എന്നിട്ട് ഈ CH3CH2Cl-നെ നിങ്ങൾ NaCnO KCnO വെച്ച് ട്രീറ്റ് ചെയ്താൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി സിമ്പിൾ. പക്ഷേ ഈഥൈൽ ബെൻസീൻ ഉണ്ടല്ലോടാ, ഈഥൈൽ ബെൻസീനെ ഈ പറയണത് പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ട്, അതായത് ഈഥൈൽ ബെൻസീൻ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട് ഈഥൈൽ ബെൻസീൻ എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ ഒരു ബെൻസീൻ എടുക്കുന്നു, പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ എന്താ വരാ, നമ്മൾ എന്ത് ചെയ്യും, CH3CH2Cl എടുക്കും അല്ലേ, ഫ്രിഡൽ ക്രാഫ്റ്റ് AlCl3 എടുക്കും, അൺഹൈഡ്രസ് AlCl3 എടുക്കും, ഫ്രിഡൽ ക്രാഫ്റ്റ് നടത്തും. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് CH2CH3 കിട്ടും. ഓക്കെ, ദിസ് ഈസ് വൺ മെത്തേഡ്. പക്ഷെ ഇത് നമ്മളെ ഏട്ടിലെ പുലി എന്ന് പറയില്ലേ, ഈ പുലിയെ നമുക്ക് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ റിയൽ സയൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ CH2CH3 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു +R ഗ്രൂപ്പാണ്. ആ +R ഗ്രൂപ്പിന്റെ പ്രസൻസ് വരുമ്പോൾ എന്നാ സംഭവിക്കുമെന്ന് അറിയോടാ, ഈ ബെൻസീനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ റിയാക്ഷനിൽ ഇദ്ദേഹം പങ്കെടുക്കും. സോ ഒരു മൾട്ടി ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആയിരിക്കും ഫൈനലി നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഈഥൈൽ ബെൻസീനിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഉറപ്പായിട്ടും ഇത് നമ്മൾ പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. സോ ഇതിങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. തെറ്റാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല, ദിസ് ഈസ് ഓൾസോ പോസിബിൾ. പക്ഷെ ഇങ്ങനൊരു പ്രോഡക്റ്റ് റിയൽ സെൻസിൽ പറ്റത്തില്ല, ഇതൊരു ഏട്ടിലെ പുലി മാത്രമാണ്. ഓക്കെ, പിന്നെ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ വേ എന്താണ്? ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത്, നിങ്ങൾ ഇദ്ദേഹത്തിനെ CH3COCl ഓക്കെ, അതായത് ഒരു ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം in presence of anhydrous AlCl3. നമ്മുടെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷന് പകരം അസൈലേഷൻ ചെയ്യുന്നു ഞാൻ. ഓക്കെ, what I will get CH3 okay, I will get COCH3 അസൈലേറ്റഡ് ആവും. ഇതിനു ശേഷം ഞാനൊരു സിങ്കമാൽഗം bar HCl വെച്ചിട്ട് Clemenson's reduction. Okay, I'm going for Clemenson's reduction after this. Okay, if I do Clemenson's reduction, I will get this. Okay, this is a better way than that. ഓക്കെ, ഇതിനേക്കാട്ടിലും നല്ലൊരു വഴി ഇതാണ്. എന്തുകൊണ്ട് ഈ വഴി ഫോളോ ചെയ്യരുത്? ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടി, പക്ഷെ അതൊരു സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു അസൈൽ ഗ്രൂപ്പാണ്, ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കുറയ്ക്കും അല്ലെ റിയാക്ടിവിറ്റിയെ കുറയ്ക്കും. ഓക്കെ, സോ നമുക്ക് ഇതിന് മൾട്ടിപ്പിൾ ഒന്നും കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല, ഇതിനേക്കാൾ റിയാക്ടിവിറ്റി ബെൻസീന് തന്നെയാണ്. സോ ബെൻസീനുമായിട്ടേ ഫർദർ റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അവസാനം എല്ലാ ബെൻസീനും കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലെമൻസൺസ് കൂടെ കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. തീർന്നു. That was the last question of the chapter, that is alcohols, phenols and ethers. Okay, so വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് alcohols, phenols and ethers എന്ന് പറയുന്നത്. വലിയ സംഭവങ്ങളൊന്നുമില്ല, കുഞ്ഞു ക്വസ്റ്റ്യൻസ്, കുഞ്ഞു ആപ്ലിക്കേഷൻസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ചാപ്റ്റർ, one of the biggest chapters in organic chemistry. ടീച്ചർ വുഡ്സ് ഫിറ്റിക് ചെയ്യാമോ? ചെയ്യാലോടാ. വുഡ്സ് ഫിറ്റിക് ചെയ്യാമോന്നോ? Yes, of course, yes. You can do a Woods Fittic here. Woods Fittic ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ആദ്യം നമുക്ക് ഈഥൈനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി എന്താ പറയാ, Woods fitting is fine. Yes, you can do that. നോക്ക്, ഒരു ക്ലോറോബെൻസീൻ എടുക്കുക, ദെൻ ഒരു CH3. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് CH3 ആണല്ലേ? CH3 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ CH3 എടുക്കുക, എന്നിട്ട് അതിനെ നേരത്തെ ചെയ്തതുപോലെ Cl2 in presence of H nu ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH2Cl കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ CH3CH2Cl-നെ ഒരു ക്ലോറോബെൻസീൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക, CH3CH2Cl. ഓക്കെ, സോ എന്ത് സംഭവിക്കും? എന്നിട്ട് നമ്മൾ അതിനെ സോഡിയം ഡ്രൈ ഈത്തർ. ഓക്കെ, സോ വുഡ്സ് ഫിറ്റിക്ക് നടക്കും. വുഡ്സ് ഫിറ്റിക്ക് നടന്നിട്ട് യു വിൽ ഗെറ്റ് CH2CH3. യെസ്, ദിസ് ഈസ് ഓൾസോ എ ബെറ്റർ വേ ടു ഡു ദിസ്. എനിക്ക് തോന്നുന്നു ലെസ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ദാൻ ദിസ് അല്ലേ? ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ you need more steps. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? CH3
CH2Cl എടുക്കണം. അതിനെ KCN വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് CH3 CH2CN ആക്കണം. എന്നിട്ട് ഹൈഡ്രോളൈസ് ചെയ്യണം അല്ലേ? H3O പ്ലസ് വെച്ച് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് CH3 എന്താ പറയാ, യു ക്യാൻ ടേക്ക് ഇറ്റ്, CH3Cl എടുക്കണം. അതെടുത്തേ പറ്റൂ. ഓഫ് കോഴ്സ്, യെസ്, ബെറ്റർ ദാൻ ദിസ്, ലെസ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. Woods fitting is a better choice. Yes, very good. Who is that? Agraja. So better choice. CH3 CH2Cl എടുക്കുന്നതാണ് better choice. Correct. Woods fitting is a better choice. Very good. Very good, Agraja. Woods fitting is a better choice. Correct. So one method is this, and then woods fitting is a better thing. മറ്റേനേക്കാൾ കുറച്ചും കൂടി നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറവായിരിക്കും. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈത്തേൻ ആണ്. കറക്റ്റ്. ഓക്കെ, അടുത്തത് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ചോദ്യം നോക്കാം. അഡീഷൻ ഓഫ് വാട്ടർ to alkynes occurs in acidic medium and in the presence of Hg2 plus ions as a catalyst. Which of the following products will be formed on addition of water to but1 ion under these conditions? Okay, നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു? but1 അയനിനെ അയനിലോട്ട് വെള്ളത്തിനെ ആഡ് ചെയ്യുന്നു. Okay, so but1 ion, CH3 CH2 C triple bond CH, but1 ion. ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യും. H2O, Markovnikov addition ആണ്. That is, the negative part of the addendum will go to the carbon atom which contains less number of hydrogen atom. Okay, this is your product. Okay, ഈ പ്രോഡക്റ്റില് ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു ഈനോൾ ആണ്. ഓക്കെ, അത് എന്ത് കോമ്പൗണ്ട് ആണ്? ഒരു ഈനോൾ കോമ്പൗണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിലോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഓയിച്ചിരിക്കുന്ന കോമ്പൗണ്ട്, അതിനാണ് നമ്മൾ ഈനോൾ എന്ന് പറയുന്നത്. ഈനോൾ കോമ്പൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ട്യൂട്ടോമറൈസ് ടു എ കീറ്റോ ഫോം. ഓക്കെ, സോ ഈനോൾ ഫോമിന് എങ്ങോട്ട് ട്യൂട്ടോമറൈസ് ചെയ്യാം? കീറ്റോ ഫോമിലോട്ട് ട്യൂട്ടോമറൈസ് ചെയ്യാം. ഇതെങ്ങനെ ട്യൂട്ടോമറൈസ് ചെയ്യുന്നത്? ഈ ഓക്സിജൻ 1 കൊടുക്കുക, അതിരിക്കുന്ന കാർബൺ 2, ദെൻ അടുത്ത ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ 3. ഓക്കെ, എന്നിട്ട് 1ന്റെ 3ന്റെ ഇടയിൽ ഹൈഡ്രജനെ ഷിഫ്റ്റ് ചെയ്യിക്കുക. 1ന്റെ 3ന്റെ ഇടയിൽ എന്ത് ഷിഫ്റ്റ് ചെയ്യിക്കുക? ഹൈഡ്രജൻ. എന്നിട്ട് 2ന്റെ 3ന്റെ ഇടയിൽ നിന്ന് ഡബിൾ ബോണ്ടിനെ എങ്ങോട്ട് കൊണ്ടുവരിക? 2ന്റെയും 1ന്റെയും ഇടയിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് CH3 CH2 C double bond O CH3. Okay, so this will be the product that we will get after addition of water to but1 ion. CH3 CH2 CO CH3 CO CH3 CH3 CH2 CO CH3 അല്ലേ? ഓപ്ഷൻ B. Okay, option B is your right answer. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? കീറ്റോ ഇനോൾ ട്യൂട്ടോമറസ് എന്താന്ന് മനസ്സിലായല്ലോ? യെസ്, ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കേ. Which of the following compounds is most reactive towards nucleophilic addition reactions? എടാ, ഇതൊരു സ്ഥിരം ചോദ്യമാണ്. അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള റിയാക്ടിവിറ്റി. ഓക്കെ, ദിസ് ഇസ് എ very common question. Okay, so you have to learn this very thoroughly. Okay, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ റിയാക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിലാണ്. Can you say what are the factors? Okay, can you say what are the factors on which the reactivity of what nucleophilic addition reaction depends? ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ റിയാക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? പെട്ടെന്ന് പറ. What are the factors on which the nucleophilic addition reaction depends? It depends on 1 steric factors. Okay, steric hindrance increase ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, steric hindrance കൂടുമ്പോൾ റിയാക്ടിവിറ്റി എന്ത് ചെയ്യൂടാ? കുറയും.
Okay, ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? What is the second factor on which that reactivity depends? Reactivity depends on, the second factor is electrophilicity of the carbonyl carbon. Electrophilicity of carbonyl carbon. Okay, carbonyl carbonന്റെ ഇലക്ട്രോഫിലിസിറ്റി ആണ് അടുത്ത. എനിക്ക് ആരും ഉത്തരം ചെയ്യാത്ത എന്താ? എടാ ഉത്തരം എഴുതിയിട്ടെ ഒന്ന്. ഓക്കെ, സോ അടുത്ത ഫാക്ടർ. ഓക്കെ, ഇവിടെ എങ്ങനെയാ? ഇലക്ട്രോഫിലിസിറ്റി കൂടുമ്പോ റിയാക്ടിവിറ്റി കൂടും. ഇലക്ട്രോഫിലിസിറ്റി കൂടുക പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൂടുക എന്നാണ് കേട്ടോ. ആ കാർബണിൽ കാർബണിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൂടും. അതിന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൂടുമ്പോഴത്തേക്കും റിയാക്ടിവിറ്റി കൂടും. ഓക്കെ, സോ ദീസ് ആർ ദ ടു ഫാക്ടേഴ്സ്. ഇതാണ് രണ്ട് ഫാക്ടേഴ്സ്. Okay, these are the two factors on which the electron അല്ലെങ്കിൽ the reactivity, the nucleophilic addition the reactivity depend ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഇതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ ഒന്നാമത്തെ സിസ്റ്റത്തിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു CH3 ആണുള്ളത്. ഇതിന് ഈ CH3യുടെ പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, CH3യുടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. മറ്റേ സൈഡിൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അങ്ങനെ പ്ലസ് ഐ ഒന്നും പറയാനില്ല, സ്റ്റെറിക് ഹിൻഡ്രൻസും പറയാനില്ല. ഓക്കെ, അടുത്ത സിസ്റ്റം രണ്ട് സൈഡിൽ CH3 ഉണ്ട്. സോ രണ്ട് സൈഡിൽ നിന്നും പ്ലസ് ഐ കൂടിയിട്ടുണ്ട്, സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടിയിട്ടുണ്ടോ? പ്ലസ് ഐ കൂടുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കായിരിക്കുമല്ലോ അല്ലേ? കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ, പ്ലസ് ഐ കൂടുമ്പോൾ നിങ്ങൾക്കറിയാം, പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് കൊടുക്കുക. ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ കാർബണൈൽ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി കുറയും. ഓക്കെ, സോ പ്ലസ് ഐ കൂടുമ്പോൾ ഇലക്ട്രോഫിലിസിറ്റി കുറയും കേട്ടോ. പ്ലസ് ഐ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോഫിലിസിറ്റി കുറയും കേട്ടോ. സോ CH3 എന്ന് പറയുമ്പോഴത്തേക്കും 2 പ്ലസ് ഐ. ഓക്കെ, എന്തുണ്ട്? 2 പ്ലസ് ഐ ഉണ്ട്. 2 പ്ലസ് ഐയുടെ ഡൊണേറ്റിംഗ് എബിലിറ്റി. ഓക്കെ, 2 പ്ലസ് ഐയുടെ ഡൊണേറ്റിംഗ് എബിലിറ്റി വരും. അപ്പം അത്രയും കണ്ട് എന്ത് കുറയും? ഇലക്ട്രോഫിലിസിറ്റി കുറയും. അതേപോലെ തന്നെ 2 CH3യുടെ സ്റ്റെറിക് ഹിൻഡ്രൻസും വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഒരു സൈഡില് ഫിനാൽ റിംഗ് ആണ്, സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലാണ്. ഇത് കൂടാതെ ഫിനാൽ റിംഗിന് ദേ ഇതുമായിട്ട് ഇങ്ങനെ ഒരു റെസൊണൻസ് ഞാൻ വരച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? ഇങ്ങനെ ഒരു റെസൊണൻസ് പോസിബിളാ. അതായത് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കാർബണിൽ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി ഫർദർ റെഡ്യൂസ്ഡ്. ഇവിടെ ഒരു സൈഡിൽ ഫിനാൽ റിംഗ്, സോ കാർബണിൽ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റിയെ കുറയ്ക്കുന്നുണ്ട്. സ്റ്റെറിക് ഹിൻഡ്രൻസ് വേറെ, അപ്പുറത്തെ സൈഡിൽ CH3. ഓക്കെ, അതിന്റെ പ്ലസ് ഐ എന്താണ്? അതിന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ്. സോ ബേസിക്കലി ഇവിടെ ഇപ്പൊ ഏറ്റവും റിയാക്റ്റീവ് ആരായിരിക്കും? ദേ ഇവര് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും റിയാക്റ്റീവ് ആരായിരിക്കും? ഒബ്വിയസ്ലി acetaldehyde ആയിരിക്കും. ആൻഡ് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് എ ജനറൽ തിങ് ദാറ്റ് aldehydes are more reactive than ketones, corresponding ketones towards nucleophilic addition reactions. Aldehydes are more reactive towards corresponding ketones towards nucleophilic addition reactions. You know why, right? Yes. So basically our answer here is this, and you should remember the entire explanations. Okay, അടുത്തത് the correct order of acidic strength. ഫീനോള, എഥനോള, ക്ലോറോഅസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഓരോരുത്തരുടെയും സ്ട്രക്ചർ നമുക്ക് വരച്ചു നോക്കാം. ഫിനോളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ഇതാണ്. എഥനോളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, CH3 CH2OH ആണ്. ക്ലോറോ അസറ്റിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH2Cl. ഏത് പൊസിഷനിലാണ് ക്ലോറോ അസറ്റിക് ആസിഡ് എന്നില്ല. ഓക്കെ, നൈസ്. CH2Cl, CH2 ഇല്ലല്ലോ അല്ലെ? അസറ്റിക് രണ്ടെണ്ണം, CH2Cl, COOH. Okay, that's it. Okay, then acetic acid, CH3COOH. Okay, yes. So ഇതിനകത്ത് ആർക്കാണ് acidity കൂടുതൽ? Obviously acids have a better acidic strength than alcohols. അപ്പോൾ അത് ഒറ്റയടിക്ക് പോയി. Then phenols alcohols കമ്പയർ ചെയ്താൽ phenols have more acidity കാരണം phenoxide ion is more resonance stabilized. Okay, then CH3COOH, CH2Cl, COOH. Cl has minus I effect. That means ഈ minus I effect ഉള്ള Cl ഉള്ളത് കാരണം CH3COH acidic strength ആർക്കുണ്ടായിരിക്കും? ക്ലോറോ അസറ്റിക് ആസിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ക്ലോറോ അസറ്റിക് ആസിഡ് ആയിരിക്കും കൂടുതൽ, പിന്നെ അസറ്റിക് ആസിഡ്, പിന്നെ ഫിനോള്, പിന്നെ എഥനോള്. സോ ക്ലോറോ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഫിനോൾ, ethanol. Option 3 is our right answer. I hope that
you got that explanation well. Okay, അടുത്ത question. എടാ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിക്കേ. അടുത്ത question. Which product is formed when the compound benzaldehyde is treated with the concentrated aqueous KOH? Concentrated KOH. Concentrated KOH ആയിട്ടാണ് നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യുന്ന സമയത്താ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാവോ? Can you see the question? Entire question കാണാൻ പറ്റുന്നുണ്ടോ? Can you see the entire question? Okay, see. Can you see the entire question? Okay, no problem. ഇവിടെ നോക്ക്. Hi Abhinav. Hi. Good evening. Okay, ഇവിടെ നോക്കടാ. Which product is formed when the compound benzaldehyde is treated with the concentrated aqueous KOH? Okay, concentrated aqueous KOH ആയിട്ട് ബെൻസാൾഡിഹൈഡിനെ ട്രീറ്റ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, എടാ കോൺസെൻട്രേറ്റഡ് ബെൻസാൾഡിഹൈഡിനെ നമ്മൾ ബെൻസാൾഡിഹൈഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബെൻസാൾഡിഹൈഡ് ഈസ് എ സിസ്റ്റം വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ ആൻ ആൽഫ ഹൈഡ്രജൻ അല്ലേ? ബെൻസാൾഡിഹൈഡ് എന്ത് സിസ്റ്റം ആണ്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു സിസ്റ്റം ആണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടേ. ആൽഫ ഹൈഡ്രജൻ. എന്താണ് ഈ ആൽഫ ഹൈഡ്രജൻ? നമ്മുടെ കാർബണിൽ കാർബൺ തൊട്ടടുത്തുള്ള കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ, ഇതാണ് ആൽഫ ഹൈഡ്രജൻ. ഈ ആൽഫ ഹൈഡ്രജൻ പ്രസന്റ് ഓക്കെ ആണെങ്കിൽ KOH NaOH ആയിട്ട് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്താൽ the reaction you will get will be aldol condensation. നിങ്ങൾക്ക് എന്ത് റിയാക്ഷൻ കിട്ടും? ആൾഡോൾ കണ്ടൻസേഷൻ കിട്ടും. അതേസമയം നമ്മുടെ ബെൻസാൾഡിഹൈഡിനെ പോലെ, നമ്മുടെ ഫോർമാൽഡിഹൈഡിനെ പോലെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാവപ്പെട്ടവർക്ക് എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അവർക്ക് എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ആ പാവങ്ങളുടെ കേസിൽ when you treat when alpha hydrogen is not present, absent. ഓക്കെ, നിങ്ങൾ അതിനെ ആ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത പാവത്തുങ്ങളെ പിടിച്ചിട്ട് KOH NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആൾഡോൾ കണ്ടൻസേഷൻ ഒന്നും തരാൻ പറ്റത്തില്ല. പകരം അവരെന്ത് ചെയ്യും? അവര് കാനിസാരോ എന്നൊരു റിയാക്ഷൻ അങ്ങോട്ട് തരും. ഓക്കെ, എന്ത് റിയാക്ഷൻ തരും? കാനിസാരോ എന്നൊരു റിയാക്ഷൻ. എന്തെന്നാണ് ഈ കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? കാനിസാരോ റിയാക്ഷൻ is the disproportionation reaction found in organic chemistry. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഡിസ്പ്രപ്പോർഷനേഷൻ ഇപ്പോ കണ്ടുടാ ടീച്ചർ? ഇപ്പൊ കണ്ടുടേ? അയ്യോ, ആക്ച്വലി ദർ ഇസ് എ ലാക്ക്. നീ ഏത് ഇപ്പോഴാണ് ഈ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ മൊത്തം കാണാവോ? ഇപ്പൊ എന്തായാലും കാണാന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, എനിവേസ് വാട്ട് ഐ വാസ് ടെല്ലിങ്, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത പാവത്തങ്ങളായിട്ടുള്ള ഫോർമാൽഡിഹൈഡ്, ബെൻസാൾഡിഹൈഡ്, ഇവരെയൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് KOH NaOH ആയിട്ട് പിടിച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാവങ്ങളുടെ കയ്യിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കാരണം ഇവർ നമുക്കൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ തരും. ആ റിയാക്ഷന്റെ പേരാണ് എന്ത് റിയാക്ഷൻ? കാനിസാരോ റിയാക്ഷൻ. എന്താണ് കാനിസാരോ റിയാക്ഷൻ? കാനിസാരോ റിയാക്ഷൻ ഈസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്? ഡിസ്പ്രപ്പോർഷനേഷൻ. എന്താ ഡിസ്പ്രപ്പോർഷനേഷൻ? ഒരേ സാധനത്തിന് ഓക്സിഡേഷനും അതേ സാധനത്തിന് റിഡക്ഷനും സംഭവിക്കുന്ന റിയാക്ഷൻ ആണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ബേസിക്കലി നമ്മുടെ കയ്യിലൊരു ആൽഡിഹൈഡ് ഉണ്ട്. ഓക്കെ, CHO. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ആസിഡ് കിട്ടും. റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. സിമ്പിൾ. ഓക്കെ, സോ ഇൻ കാനിസാരോ റിയാക്ഷൻ നമ്മുടെ കയ്യിലുള്ള ആൽഡിഹൈഡ് എന്ത് ചെയ്യും? ഓക്സിഡൈസ്ഡും ആകും, റെഡ്യൂസ്ഡും ആകും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോണ ഗെറ്റ്. സോ ഇവിടെ ബെൻസാൾഡിഹൈഡ് ആയത് കാരണം ബെൻസാൾഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ ബെൻസോയിക് ആസിഡ്. പക്ഷേ സിൻസ് അവർ സിസ്റ്റം ഈസ് KOH, ബെൻസോയിക് ആസിഡ് ആവത്തില്ല. ഇത് COO - K+. ഓക്കെ, പൊട്ടാസ്യം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ഓക്കെ, ദെൻ ഇത് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ബെൻസൈൽ ആൽക്കഹോൾ CH2OH. സിൻസ് നമ്മുടെ KOH NaOH പോലുള്ള ബേസിനൊന്നും നമ്മുടെ OHനെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം, അല്ലെങ്കിൽ H+നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ KOHനോ NaOHനോ ഒന്നും പറ്റത്തില്ല. അത്രയും സ്ട്രോങ് ആസിഡ് ഒന്നും അല്ല അയാൾ. അതുകൊണ്ട് അയാൾ മാത്രം അങ്ങനെ ഇരിക്കും കേട്ടോ. CH2OH തന്നെ ഇരിക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് അവർ പ്രോഡക്റ്റ്. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഫ്രം ദ ഓപ്ഷൻസ്. യെസ്, from the options, the option is option B, option 2. Okay, set. അടുത്ത question. Compounds A and C in the following reactions are. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ എയും സിയും എന്താണെന്നാണ് ചോദ്യം. Okay, let us write the reaction first. CH3. Yeah, let us see the reaction first. CH3 C double bond O H plus
CH3 MgBr. CH3 MgBr എന്ന് പറയുമ്പോൾ CH3 ന്യൂക്ലിയോഫിലിക് ആണ്. അതാണല്ലോ MgBrന്റെ പ്രത്യേകത. ഓക്കെ, സോ ഈ ന്യൂക്ലിയോഫിലിക് കാർബൺ എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് കാർബൺ വിൽ അറ്റാക്ക് ഓൺ ദിസ് കാർബണൽ കാർബൺ. കാർബണൽ കാർബണിന്റെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജനിൽ പോകും. ഓക്കെ, സോ വാട്ട് യു വിൽ ഗെറ്റ്? ദ CH3 minus will attack on this carbonyl carbon. Double bond breaks open to oxygen. You will get CH3O minus. Then a NH, then a CH3. Okay, അത് കഴിഞ്ഞിട്ട് അവർ ഒരു H2O വെച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നുണ്ട്. After that hydrolysis, you will get CH3OH, H, CH3. Okay അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ H2SO4 കൊടുത്തിട്ട് ഹീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, H2SO4 നിങ്ങൾക്ക് അറിയാം ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്? സോ അവിടെ ഒരു HOH എന്ത് ചെയ്യും? എലിമിനേറ്റ് ആകും. ഓക്കെ, സോ ഈ സാധനം എന്നതാ? ശരിക്കും പറഞ്ഞാൽ ഇതിനെ എങ്ങനെ വരയ്ക്കാം? ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ആസ് CH3 CHOH CH3. ഇതാണ് സാധനം. ഓക്കെ, ഇതിനെ നമ്മൾ H2SO4 ഉപയോഗിച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, യു വിൽ ഗെറ്റ് പ്രൊപ്പീൻ. ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പ്രൊപ്പീൻ ആണ് കിട്ടാൻ പോകുന്നത്. സോ പ്രൊപ്പീനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് നിങ്ങൾ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നടത്തുന്നെന്നാ പറയണേ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷന്റെ പ്രത്യേകത എന്താ? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ഈസ് ആക്ച്വലി ആന്റി മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് വാട്ടർ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ശരിക്കും എന്താ? ആന്റി മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ആന്റി മാർക്കോണിക്കോവ് അഡീഷൻ ആണ് എന്ത്? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി when you add when you do hydroboration oxidation, you will get CH3 CH2 CH2OH. Okay, one propanol will be your product. Now what is our question? Compound A and C in the following reaction are. Okay, A യും C യും എന്താണെന്ന? A എന്തായിരുന്നു? A was our propane 2-ol and C is our propane 1-ol. They are identical ആണോ? അല്ല. Position isomers. Yes, they are position isomers. അവർ എന്താണ്? അവര് position isomers ആണ്. Very nice. അടുത്ത question. Which is the most suitable reagent for the following conversion? ഈ ഒരു കൺവേർഷൻ നടത്തിയെടുക്കാൻ ഏറ്റവും suitable reagent ആരാ? ഒന്നാമത്തെ കാര്യം, you have the ketone. ഓക്കെ, നിങ്ങൾക്ക് കയ്യിലുള്ളത് ആരാണ്? കീറ്റോൺ ആണ്. കീറ്റോണിനെ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഓക്സിഡൈസ് ചെയ്തിട്ട് C ഡബിൾ ബോണ്ട് OH ആക്കിയിരിക്കുന്നത്, അല്ലെ COH ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്. ആ ഡബിൾ ബോണ്ടിനെ നിങ്ങൾ അനക്കിയിട്ടില്ല. ഓക്കെ, ഡബിൾ ബോണ്ടിനെ എന്ത് ചെയ്തിട്ടില്ല? അനക്കിയിട്ടില്ല. സോ ഡബിൾ ബോണ്ടിനെ അനക്കാതെ ഒരു കീറ്റോണിനെ പിടിച്ച് കാർബോക്സിലിക് ആസിഡ് ആക്കാൻ പറ്റുന്ന റിയേജന്റിനെയാണ് നിങ്ങൾ തപ്പിപ്പിടിക്കേണ്ടത്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. നൗ യു സി ഏതൊക്കെയാണ് അവർ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്? ഓപ്ഷൻസിൽ അവർ തന്നിരിക്കുന്നത് ഒന്ന് ടൊളൻസ്. ടൊളൻസ് നമുക്കറിയാം മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അയാളെ കൊണ്ട് ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റൂ, കീറ്റോണിനെ പറ്റത്തില്ല. അടുത്തത് ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡ് കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, SN and NaOH സൊല്യൂഷൻ, അതിനും പറ്റത്തില്ല. ഓക്കെ, പിന്നെ മിച്ചം I2 and NaOH solution. What is I2 and NaOH? I2 and NaOH is the reagent that we are using for എന്താണ്? ഐഡോഫോം റിയാക്ഷൻ അല്ലെ? I2 and NaOH, X2 bar NaOH is the reagent that we use for haloform reactions. എന്ത് റിയാക്ഷൻസിന് ഉപയോഗിക്കുന്നതാണ്? ഹാലോഫോം റിയാക്ഷൻസിന് ഉപയോഗിക്കുന്നതാണ്. സോ ഹാലോഫോം റിയാക്ഷൻസ് ആരാ തരുന്നത്? CH3 C ഡബിൾ ബോണ്ടോ ഈ ഫ്രാഗ്മെന്റ് ഉള്ള കീറ്റോണുകൾ തരുന്ന, അല്ലെങ്കിൽ കാർബണൽ കോമ്പൗണ്ട്സ്, ഈ ഫ്രാഗ്മെന്റ് ഉള്ള കാർബണൽ കോമ്പൗണ്ട്സ് തരുന്ന റിയാക്ഷൻ ആണ് ഏതാ? ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്രാഗ്മെന്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ആൽഡിഹൈഡോ കീറ്റോണോ, ഈ ഫ്രാഗ്മെന്റ് ഉള്ള ഒരൊറ്റ ആൽഡിഹൈഡേ ഉള്ളൂ, ദാറ്റ് ഈസ് CH3 C ഡബിൾ ബോണ്ടോ H. സോ ഈ ഒരൊറ്റ ആൽഡിഹൈഡേ നമുക്ക് വരുള്ളൂ, ബാക്കി കീറ്റോൺസ്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ ആൽഡിഹൈഡ്, ബാക്കി കീറ്റോൺസ്, ഇവർ തരുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ ഐഡോഫോം റിയാക്ഷൻ. ഈ ഐഡോഫോം റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിനെ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കും ഇൻ പ്രസൻസ് ഓഫ് NaOH. ഓക്കെ,
ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഉണ്ടല്ലോ, ഈ CH3, ഇത് എന്തായിട്ട് പോകും? ഐഡഫോം ആയിട്ട് പോകും. അത് എന്തായിട്ട് പോകും? ഐഡഫോം ആയിട്ട് പോകും. മിച്ചം കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ദാറ്റ് ബിക്കംസ് RCOOH. മിച്ചം കിടക്കുന്ന ഭാഗം എന്താവും? RCOOH ആയിട്ടും മാറും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇവിടെ നോക്ക്, നമുക്ക് ഈ CH3 പോയിട്ട് മിച്ചമുള്ളത് RCOOH ആയിട്ട് മാറുക ചെയ്തത്. സോ ആ ഒരു പെർട്ടിക്കുലർ കൺവേർഷൻ നമുക്ക് പറ്റുന്ന റിയേജന്റ് ഏതാണ്? ഇത് I2 and NaOH, and the reaction is idoform, and this particular reaction is very very important in the distinguished type of questions. എന്ത് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഡിസ്റ്റിങ്യൂഷ് ക്വസ്റ്റ്യൻസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഡിസ്റ്റിങ്യൂഷ് ടൈപ്പിൽ നമുക്ക് ഈ ഒരു CH3CO ഫ്രാഗ്മെന്റ് വരുന്ന ആളുകളെ മറ്റെന്തെങ്കിലും ആളുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അതേപോലെ തന്നെ CH3COH, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ OH വരുന്ന ആളുകൾ. ഓക്കെ, രണ്ടാമത്തെ പൊസിഷനിൽ OH വരുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ രണ്ട് സാധനത്തിനും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഐഡഫോം റിയാക്ഷൻസ് ഉപയോഗിക്കാം കേട്ടോ. സോ CH3CO ഫ്രാഗ്മെന്റ് വരുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ, രണ്ടാമത്തെ കാർബണിൽ OH വരുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ, ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ, അതിന് നമുക്ക് ഐഡഫോം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഐഡഫോം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഡിസ്റ്റിങ്യൂഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഡിസ്റ്റിങ്യൂഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത്, which of the following conversions can be carried out by Clemenson's reduction? Clemenson's reduction ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് കൺവേർഷൻ ആണ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുക? സോ Clemenson's reduction നിങ്ങൾക്കറിയാം, നമ്മുടെ കയ്യിലൊരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഉണ്ടെങ്കിൽ അതിനെ ഒരു ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റാനായിട്ട്, ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് Clemenson's reduction. ഓക്കെ, ആൻഡ് ദ റിയേജന്റ് ഫോർ Clemenson's ഈസ് സിങ്ക് അമാൽഗം ബാർ HCl. ഓക്കെ, സോ ഒന്നാമത്തേത് നോക്കിക്കേ, ബെൻസാൾഡിഹൈഡ് ടു ബെൻസൈൽ ആൽക്കഹോൾ എന്നാ പറയുന്നത്. ബെൻസാൾഡിഹൈഡിനെ ബെൻസൈൽ ആൽക്കഹോൾ ആക്കാൻ പറ്റത്തില്ല, നമുക്ക് ഹൈഡ്രോ കാർബൺ ആക്കാനേ പറ്റൂ. സൈക്ലോഹെക്സനോൺ ഇൻടു സൈക്ലോഹെക്സെയിൻ. ഇതിപ്പോ കീറ്റോണിനെ ഹൈഡ്രോ കാർബൺ ആക്കിയിരിക്കുക. ചിലപ്പോൾ നടക്കും, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സൈക്ലോഹെക്സനോൺ എന്ന് പറയുന്ന C ഡബിൾ ബോണ്ടോ, ഇതിനകത്ത് നമ്മൾ ക്ലെമൻസൺ ചെയ്ത് കഴിഞ്ഞാൽ, സിങ്ക് അമാൽഗം ബാർ HCl ചെയ്ത് കഴിഞ്ഞാൽ you will get this cyclohexane. Correct. So ഇതിന് പറ്റും, you can convert. അടുത്തത് നോക്കിക്കേ, ബെൻസോയിൽ ക്ലോറൈഡ് ഇൻറ്റു ബെൻസാൾഡിഹൈഡ്. പറ്റില്ല, കാരണം ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ഉണ്ട്. ഏതാ? റോസൻമൺസ് അല്ലേ. ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ഏതാ? COCl. ഇതിനെ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? We will get benzaldehyde, and this reaction we call it as Rosenmann's reduction. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, Clemenson's ചെയ്യുന്ന അതല്ല. This is Rosenmann's. Okay. അടുത്തത്, benzophenone into diphenyl methane. Okay, benzophenone. What is benzophenone? Benzophenone is nothing but this. ഇതാണ് ബെൻസോഫിനോൺ. ഇതിനെ നമുക്ക് നമ്മൾ Clemenson's ചെയ്ത് കഴിഞ്ഞാൽ we will get this. Okay. Yeah, this is biphenyl methane. ഇതൊരു biphenyl methane ആണ്, കറക്റ്റാ. സോ ബേസിക്കലി ദിസ് കൺവേർഷൻ ഓൾസോ യു ക്യാൻ ക്യാരിഡ് ഔട്ട് യൂസിങ് Clemenson's വെച്ചിട്ട് നിങ്ങൾക്ക് ഏതും എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത്, ബെൻസോഫിനോൺ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ. ഓക്കെ, ബെൻസോഫിനോൺ ആരാണെടാ? ബെൻസോഫിനോൺ ഞാനിപ്പോൾ വരച്ച ആളാണ്. ബെൻസീൻ റിങ്, ഡബിൾ ബോണ്ട്, then another benzene ring. ഈ ബെൻസോഫിനോണിനെ നമുക്ക് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കി എടുക്കാന്നാ ചോദിക്കുന്നത്. ബെൻസോയിൽ ക്ലോറൈഡ്, ബെൻസീൻ, AlCl3, അൺഹൈഡ്രസ് AlCl3. ഒബിയസ്ലി നമ്മുടെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആണ്. സോ ബെൻസീൻ ഉണ്ട്, അതിനെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അല്ലേ, COCl. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ് AlCl3, anhydrous AlCl3. This is RCOCl. You will be substituted by COR. That means benzene ringil നിങ്ങൾക്ക് COR കിട്ടും. our R here is phenyl ring.
That is benzophenone. So basically you can get benzophenone by benzoyl chloride plus benzene plus AlCl3. അടുത്തത് benzoyl chloride plus diphenyl cadmium. Yes, this is ketone ഉണ്ടാക്കിയെടുക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് എന്ത് ബെൻസോയിൽ ക്ലോറൈഡും ഡൈഫിനൈൽ കാഡ്മിയവും. സോ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡിനെ എടുക്കും, ദാറ്റ് ഈസ് COCl. അതിനെ ഡൈഫിനൈൽ കാഡ്മിയം വെച്ചിട്ട്, ഓക്കെ, ഡൈഫിനൈൽ കാഡ്മിയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം CD. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ് ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് സിസ്റ്റം ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സിസ്റ്റം പോയിട്ട് ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, ക്ലോറിൻ ഇറങ്ങിപ്പോവും. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will get C double bond O. This is again benzophenone. നിങ്ങൾക്ക് വീണ്ടും എന്ത് കിട്ടും? ബെൻസോഫിനോൺ തന്നെ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി you can prepare benzophenone by benzoyl chloride plus diphenyl cadmium. അടുത്തത് benzoyl chloride plus phenyl magnesium chloride. എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നടക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആ കാഡ്മിയത്തിന്റെ റിയാക്ഷൻ എഴുതിയതുപോലെ തന്നെ ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡിനും റിയാക്ഷൻ നടക്കും. പക്ഷെ നമുക്കറിയാം നമ്മൾ ഈ കാഡ്മിയം ഉണ്ടാക്കി വരുന്നത് ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡിൽ നിന്നാണ്. ഓക്കെ, സോ ബേസിക്കലി ഇഫ് വി ക്യാൻ ഡു ദിസ്, ഓക്കെ, നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് പോവേണ്ടതില്ല. സോ ബേസിക്കലി ഇവിടെ നമുക്ക് ഈ റിയാക്ഷൻ എന്തല്ല, പോസിബിൾ അല്ല. ബെൻസീൻ, കാർബൺ മോണോക്സൈഡ്, സിങ്ക് ക്ലോറൈഡ് ഒരിക്കലും നടക്കില്ല. ഓക്കെ, സോ the reaction by which we can prepare benzophenone is these two. Okay അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അടുത്തത് നോക്കുക, give the structure of the following compounds. ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ. 4-nitropropionone. ഓക്കെ, 4-nitropropionone. ഓക്കെ, സോ ഫീനോൺ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ബെൻസോഫീനോൺ, പ്രൊപ്പിയോഫിനോൺ. ഓക്കെ, സോ ഫീനോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്ത് വരണം? യു വിൽ ഹാവ് ദിസ് ബെൻസീൻ റിംഗ് C ഡബിൾ ബോണ്ടോ. ഇതാണ് ഈ ഫിനോൺ എന്ന് പറയുന്ന സാധനം. ഇപ്പൊ അസറ്റോഫിനോൺ എന്തായിരുന്നു? ബെൻസീൻ റിംഗ് COCH3. ബെൻസോഫിനോൺ, ബെൻസീൻ റിംഗ് CO phenyl ring. So whenever you heard this phenol, you should remember this benzene ring, പിന്നെ this C double bond. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്? 4-nitropropionone. ഓക്കെ, 4-nitropropionone. So phenone is this prop. ഓക്കെ, പ്രൊപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 കാർബൺ, 1, 2, 3. ഓക്കെ, സോ 3 കാർബൺ ഉള്ള സാധനം. ഓക്കെ ആണല്ലോ? വരച്ചത് മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ 4-nitro, 4ാമത്തെ പൊസിഷനിൽ NO2. 1, 2, 3, 4, 4ാമത്തെ പൊസിഷനിൽ NO2. സോ ദിസ് ഈസ് ബേസിക്കലി 4-nitropropionone. ഓക്കെ, പ്രൊപ്പ്, ഫിനോണ്, 4-nitro. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സ്ട്രക്ചർ പിടികിട്ടിയല്ലോ? ഓക്കെ, അടുത്തത് that question is incomplete. In fact, that question is actually incomplete. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യൻ അവിടെ ഒരു നമ്പറിന്റെ മിസ്സിംഗ് ഉണ്ട്, കുഴപ്പമില്ല. ലെറ്റ് us see. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്തത് വരയ്ക്കാം. ഫിനൈൽ അസറ്റാൽഡിഹൈഡ്, 2-phenyl അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് എന്നതാ? CH3CHO ആണ് അസറ്റാൽഡിഹൈഡ്. സോ 1, 2, 2-phenyl എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുവടാ? ആ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു എച്ചിനെ മാറ്റിയിട്ട്, എന്ത് വരുന്നു? ഫിനൈൽ റിംഗ് വരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് 2-phenyl അസറ്റാൽഡിഹൈഡ്. ഓക്കെ, ഇതാണ് എന്ത്? 2-phenyl അസറ്റാൽഡിഹൈഡ് വരുന്നത്. അടുത്തത് ഹൈഡ്രോക്സി സൈക്ലോപെന്റൈൻ കാർബാൾഡിഹൈഡ്. കുഴപ്പമില്ല, ഐ ക്യാൻ പുട്ട് എനി നമ്പർ. ഓക്കെ, ഐ എം ജസ്റ്റ് പുട്ടിങ് എ നമ്പർ. I'm putting it as 4. 4-hydroxy cyclopentane carbaldehyde എങ്ങനെ വരയ്ക്കും നോക്കാവേ. എടാ, സൈക്ലോപെന്റൈൻ കാർബാൾഡിഹൈഡ് നിങ്ങൾ നോക്കിക്കേ, ഈ കാർബാൾഡിഹൈഡ് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, നമുക്കുള്ളൊരു സൈക്ലോപെന്റൈൻ റിംഗ് ഉണ്ട്. സൈക്ലോപെന്റൈൻ, അതിനെയാണ് ഞാൻ വരച്ചത്, സൈക്ലോപെന്റൈൻ. ഈ സൈക്ലോപെന്റൈനിൽ ഡയറക്റ്റ് അറ്റാച്ച്മെന്റിൽ ഒരു CHO വന്നാലാണ് നമ്മൾ സൈക്ലോപെന്റൈൻ കാർബാൾഡിഹൈഡ് എന്ന് പറയുന്നത്.
ഇനി നാലാമത്തെ പൊസിഷൻ 1, 2, 3, 4 വരത്തില്ല, 4 ഹൈഡ്രോക്സി വരത്തില്ല, 2 ഹൈഡ്രോക്സി ഇടാം. ഓക്കെ, 2 ഹൈഡ്രോക്സി ഇട്ടേക്കാം. ഓക്കെ, സോ രണ്ടാമത്തെ പൊസിഷൻ, അതായത് ഇത് ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷനിൽ OH. ഓക്കെ, സോ 2 ഹൈഡ്രോക്സി സൈക്ലോപെന്റെയിൻ കാർബാൾഡിഹൈഡ്. സൈക്ലോപെന്റെയിൻ കാർബാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ സൈക്ലോപെന്റെയിൻ റിംഗും മേലെ ഒരു CHO ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വരുന്നതാണ് സൈക്ലോപെന്റെയിൻ കാർബാൾഡിഹൈഡ്. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിലോ മൂന്നാമത്തെ പൊസിഷനിലോ ഒരു OH. ആ നമ്പർ അവിടെ ഇല്ല, അതുകൊണ്ട് 2 ഞാനായിട്ട് ഇട്ടതാണ് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, 1 മിനിറ്റ് ആയി. ഓക്കെ, സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, അടുത്ത നോക്കിക്കേ. Oxidation of ketones involve carbon-carbon bond cleavage. Name the products formed on the oxidation of 2,5-dimethyl hexane 3 on. എടാ, ഈ കീറ്റോൺസിന്റെ ഓക്സിഡേഷനെ ഗവേൺ ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ളൊരു പേരുള്ള ഒരു നിയമമുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് പോപ്പോഫ് റൂൾ. ഓക്കെ, എന്താണ് പോപ്പോഫ് റൂൾ? ഓക്കെ, സോ പോപ്പോഫ് റൂൾ പറയുന്ന ഇതാണ്. അതായത് നമ്മുടെ കയ്യിലൊരു കീറ്റോൺ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, RC ഡബിൾ ബോണ്ടോ R, ഇത് R1, ഇത് R2. ഓക്കെ, ഈ കീറ്റോൺ, ഈ കാർബണിൽ കാർബണെ നമ്മളൊരു അമ്മയായിട്ട് കൺസിഡർ ചെയ്തു എന്ന് വെച്ചോട്ടോ. കാർബണിൽ കാർബണെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഒരു അമ്മയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അമ്മമാർക്ക് എപ്പോഴും ഈ ചെറിയ കുട്ടികളോട് ഒരു എക്സ്ട്രാ കെയർ കൂടുതലാണ്. ഇഷ്ടം എന്ന് ഞാൻ പറയല, ഒരു എക്സ്ട്രാ കെയർ കൂടുതലാണ്. എത്ര വലുതായാലും അത് ചെറിയ കുട്ടിയാണല്ലോ എന്നൊരു കൺസിഡറേഷൻ. ഓക്കെ, സോ നമ്മുടെ കാർബണിൽ കാർബൺ ഒരു അമ്മയെ പോലെ കൺസിഡർ ചെയ്താൽ നമ്മുടെ കാർബണിൽ കാർബണ് ചെറിയ കുട്ടിയോട് ഒരു കൺസിഡറേഷൻ വരും. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് യു ഹാവ് എ കീറ്റോൺ ലൈക്ക് CH3, C ഡബിൾ ബോണ്ട് ഓൺ CH2, CH3. ഓക്കെ, നമ്മൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യാൻ ശ്രമിക്കാം. ചുമ്മാ ഒന്നും ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല, വിഗ്രസ് ഓക്സിഡേഷനെ നടക്കത്തുള്ളൂ. വിഗ്രസ് ആയിട്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ആവാൻ തുടങ്ങും. ഓക്കെ, ഈ കാർബണിൽ കാർബണിന്റെ ബോണ്ടുകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാനാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പൊ അത് ആ ബോണ്ടാണ് ബ്രേക്ക് ആവുക. അപ്പൊ കാർബണിൽ കാർബൺ ഉണ്ടല്ലോ, either it has to break this bond or it has to break this bond. ഓക്കെ, ചോയ്സ് ഉണ്ട്. കാർബണിൽ കാർബൺ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ കാർബണിൽ കാർബൺ നമ്മുടെ ഒരു അമ്മയെ പോലെ ചിന്തിക്കുന്നത് കാരണം എന്ത് ചിന്തിക്കാന്നറിയോ? ഇയാൾ കുഞ്ഞാണല്ലോ. ഓക്കെ, ഇയാൾ വലുതാണല്ലോ. സോ വലിയ ആൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കാര്യപ്രാപ്തി ഒക്കെ ആയി, അവൻ ഒറ്റയ്ക്ക് നിന്നോളും. ഇവൻ ചെറുതായതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, അവൻ എൻ്റെ ഒരു സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഞാൻ ആരുടെ കൂടെ പോകും? ഞാൻ ഈ കുട്ടൻ്റെ കൂടെ പോകും. ഓക്കെ, ഞാൻ ഈ കുഞ്ഞി സാധനത്തിന്റെ കൂടെ പോകും. ഓക്കെ, സോ അതാണ് പോപ്പോഫ് റൂൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പോപ്പോഫ് റൂൾ. സോ വെൻ യു ആർ ബ്രേക്കിംഗ് കീറ്റോൺ, ഓക്കെ, വെൻ യു ആർ ബ്രേക്കിംഗ് ദ ബോണ്ട് ഓഫ് എ കീറ്റോൺ, വാട്ട് ഹാപ്പൻസ്? Ketone, the carbonyl carbon will go with the smallest chain. ഇതിനെയാണ് നമ്മൾ പോപ്പോഫ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ പോപ്പോഫ് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രേക്കിംഗ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്ക്, നമ്മളോട് ആരുടെ പ്രോഡക്റ്റാ ചോദിച്ചിരിക്കുന്നത്? 2,5-dimethyl hexane 3 on. ഹെക്സ് ആണ്, 6 കാർബൺ ഉണ്ട്, 4, 5, 6. അതിൽ മൂന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, 3 on ആണ്. ഇനി രണ്ടാമത്തതിലും 4, 5, അഞ്ചാമത്തതിലും മീഥൈലുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അങ്ങ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ഓക്സിഡേഷൻ നടത്തിയാൽ എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? സോ സ്മോളസ്റ്റ് ചെയിൻ ഒബിയസ്ലി ഇയാളാണ്. സോ കാർബണിൽ കാർബൺ അയാളുടെ കൂടെ പോകും. ഓക്കെ, കാർബണിൽ കാർബൺ ആരുടെ കൂടെ പോകും? അയാളുടെ കൂടെ പോകും. സോ അയാളുടെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് CH3, CH, CH3, COOH. ഈ കാർബണിൽ കാർബൺ COOH ആയിട്ട് മാറും. ഇനി ഇയാളുടെ അടുത്തുനിന്ന് എന്താ കിട്ടുന്നത്? ഇയാളുടെ അടുത്തുനിന്ന് നമുക്ക് സെയിം കിട്ടും അല്ലെ? നോക്ക്, CH3, CH, CH3, ഈ CH2 എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും. സോ യു വിൽ ഗെറ്റ് ദ സെയിം ഫ്രാഗ്മെന്റ്സ് അല്ലെ? രണ്ടിടത്തുനിന്നും ഒരേ ഫ്രാഗ്മെന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, എന്നതായാലും so these are the products. You will get this product, that is 2-methyl propanoic acid is your product. Okay, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? 2-methyl propanoic acid. And this product നമ്മൾ എങ്ങനെ എഴുതിയത്? പോപ്പോഫ് റൂൾ അനുസരിച്ചിട്ടാണ് എഴുതിയത്. അടുത്ത ചോദ്യം. യെസ്, സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അല്ലെ, ഒരു കൈൻഡ് ഓഫ് വേർഡ് പ്രോബ്ലം ആണ്. അങ്ങനെ ഒരു വേർഡ് പ്രോബ്ലത്തിന്റെ അതേ സ്വഭാവമുള്ളൊരു ചോദ്യമല്ല കേട്ടോ. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്യാൻ യു സീ ദ ക്വസ്റ്റ്യൻ നൗ? Read the question. Question എന്താണ്? Compound A was prepared by the oxidation of compound B with alkaline KMnO4. Compound A on reduction with the
lithium aluminum hydride get converted back to compound B. When compound A is heated with compound B in the presence of H2SO4, it produces fruity smell of compound C. To which family the compounds A, B and C belongs to? നോക്കിയടാ, compound A നമ്മൾ എന്ത് ചെയ്തു? Compound A was prepared by the oxidation of compound B with KMNO4. Okay, compound A compound B യുടെ oxidation വെച്ചിട്ടാണ് നമ്മൾ synthesize ചെയ്തത്. Compound A on reduction with lithium aluminum hydride നമുക്ക് എന്ത് കിട്ടുന്നു? Compound B കിട്ടും. Okay, when compound A is treated with compound B in presence of H2SO4, it produces a fruity smell. Fruity smell ഉള്ള ആളെ നമുക്കറിയാം, that is ester. എസ്റ്ററിനെ കിട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്തിനെയൊക്കെ ട്രീറ്റ് ചെയ്തേ? ആസിഡും ആൽക്കഹോളും. ഓക്കെ, വി ട്രീറ്റഡ് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. ഇനി ഈ തന്നിരിക്കുന്ന ആസിഡ് ഏതാ ആൽക്കഹോൾ ഏതാന്ന് മാത്രം അറിഞ്ഞാൽ മതി. A prepared by the oxidation of B, that means B is alcohol, A is acid and C is ester. ഓക്കെ, അത്രയും ഐഡന്റിഫൈ ചെയ്യാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ സ്ട്രക്ചർ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ A is acid, B is alcohol, C is ester. അടുത്തത്, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്സ് A, B and C in the following reaction. ഓക്കെ, ആ തന്നിരിക്കുന്ന റിയാക്ഷനിൽ എയും ബിയും സിയും ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം CH3Br, CH3Brനെ മഗ്നീഷ്യം ബാർ ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്യുക. എന്ത് കിട്ടും നമുക്ക്? ഗ്രിഗ്നാർഡ് കിട്ടും അല്ലെ? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് we can get grignard. Okay, okay, sorry, we can get grignard. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രിഗ്നാർഡ് കിട്ടും, that is CH3MgBr. ഓക്കെ, ഗ്രിഗ്നാർഡിനെ നമ്മൾ C ഡബിൾ ബോണ്ടോ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുക. ഓക്കെ, സോ നോക്കിയേ, C ഡബിൾ ബോണ്ടോ വെച്ച് ഗ്രിഗ്നാർഡിനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്തുവാണ് കിട്ടുന്നത്? ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ആൻഡ് ഈ കാർബൺ ഇലക്ട്രോഫിലിക് ആണ്. സോ ദിസ് ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ഓൺ ദിസ് കാർബൺ. ഡബിൾ ബോണ്ട് ബ്രേക്സ് ഓപ്പൺ ടു ഓക്സിജൻ. ഓക്കെ, ഡബിൾ ബോണ്ട് എവിടെ ബ്രേക്ക് ചെയ്യും? ഓക്സിജനിലോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? യു വിൽ ഗെറ്റ് C ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു O- ഉണ്ട്, അതിനടുത്തോട്ട് ആര് നിൽക്കും? MgBr നിന്നോളും. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ന്യൂലി അറ്റാച്ച്ഡ് CH3. ഓക്കെ, ഈ സിസ്റ്റത്തിനെ H+ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ OMgBr അവിടുന്ന് പോയിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? യു വിൽ ഗെറ്റ് OH. നിങ്ങൾക്ക് എന്ത് കിട്ടും? OH കിട്ടും. യു വിൽ ഗെറ്റ് OH. നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നേ? യു വിൽ ഗെറ്റ് OH. ഓക്കെ, അടുത്തതായിട്ട് എന്താ ചെയ്തത്? യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് CH3OH. നിങ്ങൾ ഇതിനെ CH3OH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. CH3OH ഒബിയസ്ലി എന്ത് സംഭവിക്കും? യെസ്, എസ്ട്രിഫിക്കേഷൻ അല്ലേ? ആ ആസിഡിന്റെ OHഉം CH3Oയുടെ Hഉം കൂടെ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് CH3, C ഡബിൾ ബോണ്ടോ O CH3. യു വിൽ ഗെറ്റ് എ എസ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? യു വിൽ ഗെറ്റ് എസ്റ്റർ. ഓക്കെ, you will get an ester as the product. Okay, so ester is here. So A എന്താണ്? ഗ്രിഗ്നാർഡ്. B എന്താണ്? കാർബോക്സിലിക് ആസിഡ്. C എന്താണ്? എസ്റ്റർ. Okay, അടുത്തത്, carboxylic acids contain carbonyl group but do not show the nucleophilic addition reaction like aldehyde or ketone. Why? Because the electrophilicity of carbonyl carbon in carboxylic acid is less. Okay, carboxylic acid le carbonyl carbon electrophilicity എങ്ങനെയാണ്? വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? Due to the resonance. Okay, due to resonance from the OH, the electrophilicity of carbonyl carbon in carboxylic acid is very less. അതുകൊണ്ട് തന്നെ അതെന്ത് കാണിക്കില്ല? ആൽഡിഹൈഡോ കീറ്റോണോ കാണിക്കുന്നത് പോലത്തെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് കാണിക്കില്ല. പകരം അത് കാണിക്കുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. ഈ ഒരു റിയാക്ഷൻ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കീറ്റോൺ ഉണ്ട്, CH3, C ഡബിൾ ബോണ്ടോ CH3. ഇതിനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? CH3MgBr ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അറ്റാക്ക് ചെയ്യും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. തിരിച്ചു വന്നാൽ പോവാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വരത്തില്ല. ആസിഡ് ഒക്കെയാണെ വന്നാനെ. ഓക്കെ, എന്ത് കിട്ടും? CH3
O minus, then പുതിയതായിട്ട് അറ്റാച്ച് ചെയ്ത CH3, പഴയ അവിടെ ഉണ്ടായിരുന്ന CH3. ഓക്കെ, ആ മൈനസിന്റെ അവിടെ ആര് പോയി നിൽക്കും? MgBr പോയി നിൽക്കും. പക്ഷെ വെള്ളം കൊണ്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അത് എന്താവും? OH ആവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സോഡിയം മെറ്റൽ കൊണ്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സോഡിയം മെറ്റൽ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സോഡിയം മെറ്റൽ വിൽ ലിബറേറ്റ് ദിസ് ഹൈഡ്രജൻ. ഓക്കെ, ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് CH3 ONA, then CH3 CH3. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അതിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു? ഒരു CH3Br കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. നോക്കിക്കേടാ, നിങ്ങൾ എന്ത് റിയാക്ഷനായി ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഇതൊരു ആൽക്കോക്സൈഡ് ആണ്. സോഡിയം ആൽക്കോക്സൈഡിനെ നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുക. ഇത് എന്ത് റിയാക്ഷനാ? വില്യംസൺസ് ഈതർ സിന്തസിസ്. എന്ത് റിയാക്ഷനാ? Williamson's ether synthesis. So you are treating sodium alkoxide with CH3Br. എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? CH3Br ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. So the reaction is Williamson's synthesis. Okay, so you will get ether. എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്? ഈത്തർ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. That is CH3 O CH3. Okay, so that is your final product. Can you see the product? A എന്തായി കിട്ടിയത്? എന്താ കിട്ടിയത് മക്കളെ? A, you got it as a tertiary alcohol. B എന്താ കിട്ടിയ മക്കളെ? B is a sodium alkoxide. CO, what is C? C is an ether by Williamson's ether synthesis. Okay അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക. Ethyl benzene is generally prepared by acetylation of benzene followed by reduction and not by the direct alkylation. Think of a possible reason. See, ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മനസ്സിൽ വെച്ചിട്ടാണ് മറ്റേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഇടയിൽ ഞാൻ ഏതോ ഒരു കൺവേർഷൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ മനസ്സിൽ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഐ ഹാവ് ദാറ്റ് ആ രണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആ കൺവേർഷൻ ഐ ഡിസ്കസ്ഡ് വിത്ത് റിമെമ്പറിങ് ദിസ്. യു റിമെമ്പർ ദിസ് എക്സ്പ്ലനേഷൻ? ഐ മീൻ, ഞാൻ അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ്? എത്ര പേര് ഓർക്കുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദിസ്? ഈ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ തന്നായിരുന്നു. എന്താ ഞാൻ പറഞ്ഞേ? എടാ ഇവിടെ നോക്കേ. ഈഥൈൽ ബെൻസീൻ ഈസ് ജനറലി പ്രിപ്പയർഡ് ബൈ അസറ്റൈലേഷൻ ഓഫ് ബെൻസീൻ ഫോളോഡ് ബൈ റിഡക്ഷൻ ആൻഡ് നോട്ട് ഡയറക്റ്റ് ആൽക്കൈലേഷൻ. അതായത് നമുക്കൊരു ഈഥൈൽ ബെൻസീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമൽ ഫ്രിഡക്രാഫ്റ്റിൽ നമ്മൾ ചിന്തിച്ചാല് ബെൻസീൻ എടുക്കുക, ഒരു ഈഥൈൽ ഹാലൈഡ് ക്ലോറൈഡ് എടുക്കുക അല്ലെ, ഈഥൈൽ ക്ലോറൈഡ് എടുക്കുക, അൺഹൈഡ്രസ് AlCl3 കൊണ്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് ഈഥൈൽ ബെൻസീൻ കിട്ടും. വെരി സിമ്പിൾ. ഓക്കെ, വെരി സിമ്പിൾ. തിങ്കിങ് പ്രോസസ് വൈസ് നമ്മൾ പഠിച്ച റിയാക്ഷൻസ് വൈസ് വെരി സിമ്പിൾ. പക്ഷെ ആക്ച്വലി ഇതിനേക്കാൾ ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് instead of treating it with CH3 CH2Cl, treat it with CH3 COCl. COCl കൊണ്ട് ട്രീറ്റ് ചെയ്യാം in presence of anhydrous AlCl3. എന്ത് കിട്ടും? ബെൻസീൻ റിംഗില് C double bond O CH3 will get substituted. Okay, എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് നേരെ കയറിയിട്ട് ക്ലെമൻസൺസ് റിഡക്ഷൻ, സിങ്ക് അമാൽഗം ബാർ HCl വെച്ചിട്ട് ക്ലെമൻസൺസ് റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് അങ്ങ് കിട്ടിക്കോളും. ഓക്കെ, ഈ സ്റ്റെപ്പാണ് ഫസ്റ്റ് മെത്തേഡിനേക്കാൾ ബെറ്റർ എന്ന് അവർ പറയണത്. ഓക്കെ, ഇതിനേക്കാൾ ബെറ്റർ ഇതാണെന്നാ പറയണേ. എന്തുകൊണ്ടാന്ന ചോദ്യം? എന്തുകൊണ്ടാന്ന് ചോദിച്ചാലേ, നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പോകുമ്പോഴേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഈഥൈൽ ബെൻസീനാ. ഈ ഈഥൈൽ ബെൻസീന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഈഥൈൽ ബെൻസീനേക്കാൾ റിയാക്റ്റീവാ. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ due to the plus R effect of this group, this ring is more reactive than benzene ring. So ആദ്യം റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഇതുണ്ടായി കഴിയുമ്പോൾ പിന്നെ റിയാക്ഷൻ ഇതിലാണ് നടക്കുക. ബെൻസീൻ റിങ്ങിനേക്കാൾ പ്രിഫറബിൾ ഇതായതുകൊണ്ട്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ആൽക്കൈലേഷൻ ഇൻ ദ ബെൻസീൻ റിംഗ് ക്യാൻ ഹാപ്പൻ. സോ നമ്മൾ വിചാരിച്ച ഒരു പ്രോഡക്റ്റിൽ അത് അവിടെ എന്ത് ചെയ്യില്ല, നിൽക്കില്ല. ഓക്കെ, അതേസമയം ഈ സിന്തസിസിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കീറ്റോൺ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അസൈലേറ്റ് ചെയ്തിരിക്കുന്ന ബെൻസീൻ, അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ബെൻസീനേക്കാൾ കുറവാ. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ മാത്രമേ നടക്കൂ? ബെൻസീനിൽ മാത്രമേ നടക്കൂ. കാരണം ബെൻസീൻ റിംഗ് ഈസ് മോർ ആക്ടിവേറ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ദാൻ ദി അസൈലേറ്റഡ് റിംഗ്. അസൈലേറ്റഡ് റിംഗിനെക്കാട്ടിലും
ആക്ടിവിറ്റി ആർക്കാ കൂടുതൽ? ബെൻസീൻ റിങ്ങിനാ കൂടുതൽ. സോ ബെൻസീൻ റിങ് ആയിരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുക. സോ നമുക്കൊരു സിംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യത രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യാ. Next question. Can Gutterman-Koch reaction be considered similar to Friedel-Crafts acylation? Discuss. Yes, Gutterman-Koch can be considered as Friedel-Crafts acylation. കാരണം ഒന്നാമത്തെ കാര്യം ഒരു കൺസിഡറേഷൻ എന്താന്ന് വെച്ചാൽ Friedel-Crafts acylation എന്താ? നിങ്ങളുടെ കയ്യിൽ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, നിങ്ങൾ അതിനെ ഒരു RCOCl കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു, അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു അസൈലേറ്റഡ് ബെൻസീൻ റിംഗ് കിട്ടും. ഓക്കെ ഓക്കെ, Gutterman-Koch എന്താ? എഗെയിൻ ബെൻസീൻ റിംഗ് എടുക്കുന്നു, യു ആർ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് HCl ആൻഡ് അൺഹൈഡ്രസ് AlCl3. ഓക്കെ, റിയേജൻസ് സെയിം ആണ്. ഓക്കെ, എഗെയിൻ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നേ? നിങ്ങളുടെ ബെൻസീൻ റിംഗ് വിൽ ഗെറ്റ് അസൈലേറ്റഡ്. നിങ്ങളുടെ ബെൻസീൻ റിംഗിൽ എന്ത് സംഭവിക്കും? അസൈലേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇതും ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെയും അസൈലേഷൻ ആണ്, ഇവിടെയും അസൈലേഷൻ ആണ്. ഇവിടെയും റിയേജന്റ് അൺഹൈഡ്രസ് AlCl3 ആണ്, ഇവിടെയും റിയേജന്റ് അൺഹൈഡ്രസ് AlCl3 ആണ്. സോ ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് വി ക്യാൻ കമ്പയർ Gutterman ആൻഡ് Friedel-Crafts acylation. അടുത്തത്, yes, this is a very interesting thing. Actually ഈ ഒരു മാസ്റ്റർ ഫോളോയിങ് കോമൺ നെയിമും IUPAC നെയിമും കൂടെ മാച്ച് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ കോമൺ നെയിമും IUPAC നെയിമും മാച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ സാധനങ്ങളുടെയും സ്ട്രക്ചറിനെ എന്ത് ചെയ്യണം? സ്ട്രക്ചറിനെ അറിയാനായിട്ട് സാധിക്കണം. ഓക്കെ, സോ ബേസിക്കലി ഒന്നാമത്തത് സിനമാൽഡിഹൈഡ്. ഓക്കെ, ഒന്നാമത്തത് ഏതാണ്? സിനമാൽഡിഹൈഡ്. സിനമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് 3-phenyl propene 2-enal എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഫിനാൽ റിങ്. ഓക്കെ, ഫിനാൽ റിങ്ങിൽ ഒരു 1 2 3 കാർബൺ സിസ്റ്റം. ഓക്കെ, എന്നിട്ട് this is actually cinnamaldehyde. Okay, ഇതാണ് എന്താ? സിനമാൽഡിഹൈഡ്. സോ സിൻസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഇൻ ദ ചെയിനിനാണ് പ്രയോറിറ്റി. സോ ചെയിനിനെ ഞാൻ നമ്പർ ചെയ്യുന്നു. ചെയിനിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ ഒരു ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ചെയിനിൽ 3 കാർബൺ, സോ പ്രൊപ്പാണ്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഈൻ ഉണ്ട് ആൻഡ് ഒന്നാമത്തെ പൊസിഷനിൽ ആളുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സിനമാൽഡിഹൈഡ് ആൻഡ് IUPAC നെയിം ഓഫ് സിനമാൽഡിഹൈഡ് ഈസ് 3-phenyl propene 2-enal. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഏതാ? അസറ്റോഫിനോൺ. അസറ്റോഫിനോൺ എന്താണ്? അസറ്റോഫിനോൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ബെൻസീൻ റിങ്, C+CH3. ഇതാണ് അസറ്റോഫിനോൺ. ഇവിടെയും ചെയിനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, സോ ചെയിനിനാണ് നമ്പർ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് 2-phenyl ethanol. ഓക്കെ, 2-phenyl ethanol ആണ് ആര്? അസറ്റോഫിനോൺ എന്ന് പറയുന്നത്. സോ ഞാൻ മാച്ച് ചെയ്തില്ല അല്ലെ? സോ 2-phenyl കീറ്റോണിന് വേണമല്ലോ ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ. സോ 1-phenyl ethanol. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് വലയറാൾഡിഹൈഡ്. വലയറാൾഡിഹൈഡ് ഈസ് നത്തിങ് ഇടാ മക്കളെ, ഇറ്റ് ഈസ് പെന്റനാൽ. ഓക്കെ, 5 കാർബണാറ്റം വരുന്ന ആൾഡിഹൈഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വലയറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. നോക്ക്, ഓൾ ദീസ് കോമൺ നെയിംസ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഈ എല്ലാ കോമൺ നെയിമും അതിന്റെ സ്ട്രക്ചറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലേൺ ദിസ്. ഓക്കെ, സോ വലയറാൾഡിഹൈഡ് എന്താണ്? പെന്റനാല്. ഓക്കെ, അടുത്തത് അക്രോലീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്താണ് അക്രോലീൻ? അക്രോലീൻ എന്താണ്? ഇത് ഏതാണ്ട് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അക്രോലീൻ എന്ന് പറയുന്നത്. അക്രോലീൻ ഈസ് നത്തിങ് ബട്ട് CH2 ഡബിൾ ബോണ്ട് CH. ഓക്കെ, സോ സിമിലർ ടു സിനമാൽഡിഹൈഡ് ആണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ആണ്, മൊത്തത്തിൽ സിമിലർ എന്നല്ല, എന്തൊക്കെയോ സിമിലാരിറ്റി. സോ ഇതാണ് എന്താ? അക്രോലീൻ. ഓക്കെ, സോ ദിസ് ഇസ് 1 2 2 3 പ്രൊപ്പ് 2-enal. ഓക്കെ, സോ അക്രോലിൻ എന്താണ്? പ്രൊപ്പ് 2-enal. അതാണ് ആര്?
അക്രോലീൻ എന്ന് പറയുന്നയാള്, പ്രൊപ്പുട്ടു ഈൻ ആൽ. ഓക്കെ, ഇനി മെസിറ്റൈൽ ഓക്സൈഡ് ഇനി ഒരൊറ്റ ഓപ്ഷനെ നമുക്ക് പെൻഡിങ് ഉള്ളൂ. അതുകൊണ്ട് മെസിറ്റൈൽ ഓക്സൈഡ് എന്താണെന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും മെസിറ്റൈൽ ഓക്സൈഡിന്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരുന്നോ? മെസിറ്റൈൽ ഓക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയണത് ഇറ്റ് ഈസ് 4-methyl പെന്റ് ആണ് അല്ലെ. പെന്റ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. ഓക്കെ, 4ാമത്തെ പൊസിഷനിൽ CH3 ഉണ്ട്. 1, 2, 3. 3ാമത്തെ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 2ാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് O ഉണ്ട്. ഓക്കെ, ഇതാണ് ആര്, മെസിറ്റൈൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ മെസിറ്റൈൽ ഓക്സൈഡ്. ഓക്കെ, ദിസ് ഈസ് മെസിറ്റൈൽ ഓക്സൈഡ്. സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത സ്ട്രക്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, കോമൺ നെയിമിൽ വരുന്നതാണേ. അടുത്തത് നോക്ക്, കൺവേർഷൻസും റിയേജൻസും ആണ് ഇടാ മക്കളെ. ബെൻസോഫിനോണെ ഡൈഫിനൈൽ മീഥൈൻ ആക്കാൻ. ഇത് നമ്മള് കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ. ബെൻസോഫിനോണിനെ ഡൈഫിനൈൽ മീഥൈൻ ആക്കാൻ എന്തോ കൊടുത്താൽ മതി, ക്ലെമൻസൺ കൊടുക്കാം അല്ലെങ്കിൽ വൂൾഫ് കിഷ്ണർ കൊടുക്കാം. രണ്ടിൽ ഏത് കൊടുത്താലും ഓക്കെയാ. ബെൻസാൾഡിഹൈഡിനെ 1-phenyl ethanol ആക്കാൻ, ബെൻസാൾഡിഹൈഡിനെ 1-phenyl ethanol എങ്ങനെ ഇരിക്കും? ബെൻസാൾഡിഹൈഡ് CHO, 1-phenyl ethanol എങ്ങനെ ഇരിക്കും? 1-phenyl ethanol will be CH2OH. ഓക്കെ, CHO-നെ CH2OH ആക്കാൻ റെഡ്യൂസ് ചെയ്താൽ മതി. ലിത്യ അലുമിനിയം ഹൈഡ്രൈഡ് ഇസ് എ ബെറ്റർ മെത്തേഡ്. സൈക്ലോഹെക്സനോണിനെ സൈക്ലോഹെക്സനോൾ ആക്കാൻ, സൈക്ലോഹെക്സനോൺ ആക്കാൻ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ ഇതുണ്ടല്ലേ. നോക്ക്, ഡൈഫിനലമീൻ സിംഗമാൽഗം ഓക്കെ ആണ്. അടുത്തത് ബെൻസാൾഡിഹൈഡിനെ 1-phenyl ethanol ആക്കണ്ടേ. 1-phenyl എത്ത് വരണം. Okay, you need one more carbon. One more carbon is added. That means CH3MgBr. Sorry for that. Okay, എത്താക്കണം. നമുക്കിവിടെ ഒരു കാർബണേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കാർബണെ 2 കാർബൺ ആക്കണം. അപ്പോൾ ഒരു കാർബൺ അഡീഷൻ വരണം. ഒരു കാർബൺ അഡീഷൻ വരുന്ന റിയേജൻസ് നമ്മൾ പഠിക്കുന്ന CN-ഉം CH3MgBr-ഉം ആണ്, അല്ലെ ഗ്രിഗ്നാഡും ആണ്. സോ ബെറ്റർ ദിസ്. സൈക്ലോഹെക്സനോണിനെ ഓൾ ആക്കാൻ ലിത്യ അലുമിനിയം ഹൈഡ്രൈഡ്, ഫിനാൽ ബെൻസോയേറ്റിനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ ഡൈബാലച്ച്. ഓക്കെ, സോ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അടുത്തത് റീസൺ അസർഷൻ ആണേ. ഫോർമാൽഡിഹൈഡ് ഈസ് എ പ്ലാനാർ മോളിക്യൂൾ. റീസൺ, ഇറ്റ് കണ്ടെയ്ൻസ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. കറക്റ്റ് ആണ്. ഫോർമാൽഡിഹൈഡ് പ്ലാനാർ ആവാൻ കാരണം അതിനകത്ത് എന്തുള്ളതാണ്? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി this is true, this is also true, and reason is the correct explanation of assertion. Reason assertion the correct explanation ആണ്. Okay, അടുത്തത്, compounds containing CHO groups are easily oxidized to corresponding carboxylic acid. True, CHO easily oxidized ആവാറുണ്ട്. Carboxylic acids can be reduced to alcohols by lithium aluminum hydride. അതും ശരിയാണ്. കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോൾസ് ആക്കാൻ ലിത്യ അലുമിനിയം ഹൈഡ്രൈഡ് വന്നാൽ മതി. പക്ഷെ അവർ തമ്മിൽ എന്താ ബന്ധം? അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. സോ ബേസിക്കലി റീസൺ ആൻഡ് അസർഷൻ കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ്. ഓക്കെ, ബോത്ത് റീസൺ ആൻഡ് അസർഷൻ ആർ കറക്റ്റ്. പക്ഷെ അവർ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ല. എന്തുകൊണ്ട് ആൽഡിഹൈഡിനെ ഈസിലി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ അറ്റാച്ച് ടു ദി കാർബണിൽ കാർബൺ. കാർബണിൽ ഡയറക്റ്റ് അറ്റാച്ച്മെന്റിൽ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് ആൽഡിഹൈഡുകളെ നമുക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കീറ്റോൺസിനെ പറ്റാത്തതും അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The alpha hydrogen atom in carbonyl compound is less acidic. False. Alpha hydrogen atom in carbonyl carbons are acidic. Okay, so this is a false statement. Then the anion formed after the loss of alpha hydrogen atom is resonance stable. That's ശരിയാ. Okay, this is true, but that is wrong. Okay, wrong, completely wrong. Okay ആണല്ലോ, പറഞ്ഞു മനസ്സിലായല്ലോ. കാർബണിൽ കാർബണിന്റെ ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആണടാ, because of the electrophilicity of the carbon. Okay, കാർബണിൽ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി മൂലം, ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മൂലം കാർബണിൽ കാർബണിന്റെ ആൽഫ ഹൈഡ്രജൻ എങ്ങനെയാണ് മക്കളെ? അത് അസിഡിക് ആണ്. Okay, yes. Next question. Again reason assertion. Aromatic aldehydes and formaldehyde undergo Cannizzaro reaction. നമ്മൾ പറഞ്ഞതാ, അരോമാറ്റിക് ആൽഡിഹൈഡ് അല്ലെ ഫോർമാൽഡിഹൈഡിന്റെ കേസിൽ ആരില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് അവർ എന്തിൽ പോകും? കാനിസാരോയിൽ പോകും. Okay, aromatic aldehydes are almost as reactive as formaldehyde. ഫോർമാൽഡിഹൈഡിനെ പോലെ റിയാക്റ്റീവ് ആണ് അരോമാറ്റിക് ആൽഡിഹൈഡ് എന്നാ പറയണത്. ശരിയാണോ? അല്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റെറിക് റീസൺസ് ഉണ്ട്, മൈനസ് ഐ എഫക്ട്,
പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റെസൊണൻസ് ഉണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ഫിനൈൽ അല്ലെങ്കിൽ അറോമാറ്റിക് ആൽഡിഹൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ്, കൺസിഡറബിളി ലെസ് റിയാക്റ്റീവ് ദാൻ formaldehyde. So this is false, but this is true. Okay. അടുത്തത് aldehydes and ketones both react with the tolerance reagent to form silver mirror. False. Both aldehydes and ketones contains a carbonyl group. True. That's true. Okay, alle? Yes. Then comes the most interesting part of our aldehydes, ketones or any. Okay. Aldehydes, ketones and any എന്താ പറയാ ഏതൊരു ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിന്റെയും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് that is word problems. Okay, let us move on to our word problems. I think we have around 4 word problems to discuss. ആ ഒരു 4 word problem കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ടൊക്കെ എന്താ കുറേ റിയാക്ഷൻസ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത്, നിങ്ങളും എനിക്ക് ഒപ്പം ചെയ്ത് പൊയ്ക്കോണേ. ഐ ക്യാൻ സി എ ഫ്യൂ ഓൺലി ഹിയർ. ഓക്കെ, സോ ആ ഉള്ളവർ എനിക്കൊരു ഹായ് അയക്കാവോ? ഉള്ള ആളുകൾ ഒരു ഹായ് അയക്കാവോ? ജസ്റ്റ് ഇന്ററാക്ട് വിത്ത് മീ. ഓക്കെ, സോ യെസ്, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An alkene A molecular formula C5H10 on ozonolysis gives a mixture of 2 compounds B and C. Compound B gives positive Felling's test and also form iodoform on treatment with I2 and NaOH. Compound C does not give Felling's test but forms iodoform. Identify the compounds A, B and C. Write the reaction of ozonolysis and formation of iodoform from B and C. Okay, so that is the question, a very interesting question. Okay, ഇവിടെ നോക്കിക്കേ, എൻ്റെ കയ്യിലൊരു ആൽക്കീൻ ഉണ്ട്, ആൽക്കീൻ എ. എൻ്റെ കയ്യിലുള്ള ആൽക്കീൻ ഏതാടാ? ഹായ് ഓൾ ഹായ്. യാ, 2 people. ബാക്കിയുള്ളവരോ? ഓക്കെ, എൻ്റെ കയ്യില് എന്തുണ്ടാ മക്കളെ? എൻ്റെ കയ്യില് ഒരു ആൽക്കീൻ എ ഉണ്ട്, അതിനെ ഞാൻ ഓസോണോളിസിസ് ചെയ്യുന്നു. ഓസോണോളിസിസ് ചെയ്യുമ്പോൾ എനിക്ക് ബിയും സിയും കിട്ടുവേ. കോമ്പൗണ്ട് ബിയുടെ ഒരു പ്രത്യേകത നോക്കിക്കോണേ. കോമ്പൗണ്ട് ബി എനിക്ക് ഫെല്ലിങ്സ് തരും, പോസിറ്റീവ് ഫെല്ലിങ്സ് തരുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ആൻ ആൽഡിഹൈഡ് അല്ലെ? അത് എന്തായിരിക്കണം? ആൽഡിഹൈഡ് ആയിരിക്കണം. അടുത്തതാണ് നമ്മുടെ ഹിന്റ്. ആൻഡ് ഓൾസോ ഫോംസ് iodoform ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് I2 ആൻഡ് NaOH. ഓക്കെ, എന്തും തരുന്നുണ്ട്? iodoform തരുന്നുണ്ട്. എടാ, iodoform തരുന്ന ഒരൊറ്റ ആൽഡിഹൈഡേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. iodoform തരുന്ന ഒരൊറ്റ ആൽഡിഹൈഡ്, ആരാ അത്? അസറ്റാൽഡിഹൈഡ്. ഓക്കെ, സോ ബേസിക്കലി ആ ഒരൊറ്റ ഇതിൽ തന്നെ കോമ്പൗണ്ട് ബി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അസറ്റാൽഡിഹൈഡ്. കോമ്പൗണ്ട് ബി ആരാ? CH3 C ഡബിൾ ബോണ്ടോ H. കാരണം ഫെല്ലിങ്സ് തരിക എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. ഇനി പോസിറ്റീവ് iodoform തരുന്ന ഒരൊറ്റ ആൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നൗ compound C does not give Fellings. That means it can be a ketone. Okay, ketone with a CH3CO fragment. Okay, ketone with a CH3CO fragment. And now you see ozonolysis ഒരു പ്രത്യേകത ഉണ്ട്. ഓസോണോളിസിന്റെ പ്രത്യേകത, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു RCH2 ഡബിൾ ബോണ്ട് CH2R ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ദേ ഇവിടെ ഓസോണോളിസിസ് നടന്നാലേ ശരിക്കും ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഇതാണ് നടക്കുന്നത്. കാർബൺ ഒന്നും നഷ്ടാവത്തില്ല. ആദ്യത്തെ ആൽക്കീനിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നോ ആ കാർബൺ നമുക്ക് കിട്ടുന്ന എന്തില്? രാജലക്ഷ്മി വി ഹായ്. ബാക്കി എനിക്ക് അഞ്ജന എനിക്ക് കിട്ടി, അഗ്രജ കിട്ടി, നന്ദന ഓക്കെയാണ്. രാജലക്ഷ്മി വി ആരാണ്? ഹു ഈസ് രാജലക്ഷ്മി വി? മേ ഐ നോ ഹു ഈസ് രാജലക്ഷ്മി വി? Okay, just write your name. Okay, yeah, nice. ഇവിടെ നോക്ക്, ഞാൻ എന്താ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇതിനെ ഡബിൾ ബോണ്ടിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഉള്ള കാർബണിൽ നഷ്ടമൊന്നും സംഭവിക്കില്ല. അപ്പുറം ഇപ്പുറം ആയിട്ട് വീതിച്ചു പോവേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ആൽക്കീനിൽ 5 കാർബൺ ഉണ്ടായിരുന്നു. ഓക്കെ, അസറ്റാൽഡിഹൈഡ് എന്ന് ഞാൻ എടുത്തു കഴിയുമ്പോൾ എനിക്ക് എത്ര കാർബൺ ആയി? 2 കാർബൺ ആയി. എത്ര കാർബൺ ആയി? 2 കാർബൺ ആയി. മിച്ചം ഇനി എൻ്റെ കയ്യിൽ എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ ഉണ്ടാവും. എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ. ഓക്കെ, സോ ഈ 3 കാർബണില് ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ സി എന്ത് തരുന്നുണ്ട്? എൻ്റെ സി iodoform തരുന്നുണ്ട്. സോ ബേസിക്കലി എൻ്റെ സിയിൽ എന്തുണ്ടാവണം? CH3 C ഡബിൾ ബോണ്ടോ ഉണ്ടാവണം.
ഓക്കെ, സോ എന്റെ കയ്യിൽ ആകെ മൊത്തം ഉണ്ടായിരുന്ന 5 കാർബൺ, 5 കാർബണിൽ 2 കാർബൺ ഞാൻ അസറ്റാൽഡിഹൈഡിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിച്ചം ഒരു 3 കാർബൺ ഉണ്ട്. ഓക്കെ, ആ 3 കാർബണിൽ 2 കാർബൺ ഇങ്ങനെ വന്നു. പിന്നെ ഇനി ഒരു കാർബൺ കൂടെ ഉള്ളൂ, അത് വരാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ദിസ്. ഓക്കെ, സോ നിങ്ങളുടെ ബി ആയി സി ആയി. എങ്ങനെ ഞാൻ ബിയിലോട്ടും സിയിലോട്ടും വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുവാണേ. ടേക്ക് ദിസ് ഗെയിം ആസ് എ, ഐ മീൻ, ഒരു പോലീസും കള്ളനും കളി പോലെ. ഇവര് കള്ളന്മാരാ, നമ്മൾ പോലീസാ, നമുക്കാ കൂടുതൽ ബുദ്ധി ഇവന്മാരെക്കാട്ടിലും. സോ ബേസിക്കലി നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ടേക്ക് ദിസ് ആസ് എ, എന്താ പറയാ, ഒരു പസിൽ സോൾവിങ് പോലെ കൺസിഡർ ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഇത് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിലോട്ട് വന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഓസ്മോളിസിസ് നടന്നാൽ കാർബണുകളൊന്നും ലോസ് ആവില്ല എന്നുള്ളതായിരുന്നു ഫണ്ടമെന്റൽ ഐഡിയ ഞാൻ പ്രൊപ്പോസ് ചെയ്തത്. സോ ബേസിക്കലി ദേവിക, ഹായ് ദേവിക. സോ ഐ മീൻ സോ ഗുഡ് ടു സീ യു. താങ്ക് യു. യാ, ഹായ്, നൈസ്. എടാ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യു ക്യാൻ ക്യാച്ച് മീ റൈറ്റ്? കുറച്ച് ക്വസ്റ്റ്യൻസ് നീ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോട്ടോ, വേറൊന്നുമില്ല. ഓക്കേടാ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. യാ, സോ CH3 CO CH3. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യാ, സോ ഇത് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ സാധനം കിട്ടിയത് മനസ്സിലായി. സോ ബിയും സിയും ആയി കഴിഞ്ഞു. ഈ ബിയും സിയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ആൽക്കീൻ ഉണ്ടാവുക കേട്ടോ. സോ ഈ ആൽക്കീനെ എങ്ങനെ ഉണ്ടാക്കും നമുക്കറിയാം. ഓസോ, yeah, there is a small battery change, dear kids. There's a small battery change. It will take only 3 minutes. Okay, so just stay there. I will be back. Bye-bye. Hi, back. Okay, so ഇവിടെ നോക്ക്. ഓസ്മോളിസിന്റെ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതാറ്? ഓസ്മോളിസിന്റെ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരു ആൽക്കീൻ ഉണ്ടെന്ന് വിചാരിക്കുക. RCH ഡബിൾ ബോണ്ട് CHR. നമ്മൾ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അപ്പുറം ഇപ്പുറം O ഇട്ട് കൊടുക്കുന്നതാണ് പ്രോഡക്റ്റ് എഴുതുന്നത്. ഇനി നമുക്കിപ്പോ 2 പ്രോഡക്റ്റ് കിട്ടി. ഈ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റിയാക്ടൻസിനെ കണ്ടുപിടിക്കുന്നത്? പ്രോഡക്റ്റിൽ നിന്ന് റിയാക്ടൻസിനെ കണ്ടുപിടിക്കാനായിട്ടേ വലിയ ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമില്ല. വെരി സിമ്പിൾ. ടേക്ക് ദ പ്രോഡക്ട്സ്. ഓക്കെ, പ്രോഡക്റ്റുകളെ എടുക്കുക. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ പ്രോഡക്ട്സ്. ക്യാൻ യു സീ ദിസ്? കണ്ടമാനം താഴെയാണോ? ഞാനൊന്ന് പൊക്കണോ? ജസ്റ്റ് ടേക്ക് ദ പ്രോഡക്ട്സ്. ഓക്കെ, എന്തെടുക്കുക? പ്രോഡക്റ്റുകളെ എടുക്കുക. എന്നിട്ടേ ആ ഓക്സിജനുകളെ അങ്ങ് മായ്ച്ചു കളയാം. ഓക്കെ, എന്നിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ? ഈ ഡബിൾ ബോണ്ടുകളെ അങ്ങ് ചേർത്ത് വയ്ക്കുക. That's it. You got the alkene, the first alkene. Okay, നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ആൽക്കീനെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ വാട്ട് ഈസ് ഇറ്റ്? ഇതൊന്ന് എഴുതി നോക്കിക്കേ. CH3 ഈ CH3 ഡബിൾ ബോണ്ട്. ഓക്കെ, CH3 C ഡബിൾ ബോണ്ട്, സോറി, CH3 CH ഉണ്ടല്ലേ, ഡബിൾ ബോണ്ട് CH3. This is your alkene. ശരിയല്ലേ? 1 2 3 4 5. ഓക്കെ, C5 3 4 4 3 7 3 10. C5H10. Yes. So this is your starting alkene. ഇതായിരുന്നു നിങ്ങളുടെ starting alkene A. Okay. So
ഫെല്ലിങ്സ് തന്ന ഐഡഫോം തന്ന നിങ്ങളുടെ ബി ഇയാളായിരുന്നു. ഓക്കെ, ഫെല്ലിങ്സ് തരാതെ ഐഡഫോം തന്ന നിങ്ങളുടെ സി ഇയാളാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഹൗ വി ഡിറൈവ് ദി സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ആൻഡ് നൗ യു സി, റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ഓസ്മോളിസിസ്. ഓസ്മോളിസിന്റെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓസ്മോളിസിന്റെ റിയാക്ഷൻ എഴുതാനായിട്ട് നമ്മുടെ ആൽക്കീൻ എടുക്കുക. CH3 CH ഡബിൾ ബോണ്ട് C CH3 CH3. എന്നിട്ട് നമ്മൾ ഇതിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും? ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു ഓസോണായിട്ട് കിട്ടും. ദാറ്റ് ഈസ് CH3 C H ഉണ്ട്, O O C H3 CH3 then O O. ഓക്കെ, ഓക്കെ അല്ലേ? ദെൻ നമ്മൾ ഇതിനെ ആരുമായിട്ട് ബ്രേക്ക് ചെയ്യിക്കും? സിങ്ക് അല്ലെ, സിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യിക്കും. സിങ്ക് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദേ ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് ആവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് CH3 CHO plus CH3 C double bond O CH3 plus zinc oxide. Okay, set. So this is the reaction of osmolysis. ഇനി അവരുടെ രണ്ടുപേരുടെയും ഐഡഫോമിന്റെ പ്രോഡക്റ്റുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവരുടെ രണ്ടുപേരുടെയും ഐഡഫോമിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഐഡഫോമിന്റെ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും? CHI3 ഐഡഫോം പ്ലസ് HCOOH. അത് വേണമെങ്കിൽ പിന്നെയും ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിക്കോളും? അത് പിന്നെയും ഓക്സിഡൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ H2O plus CO2 ആകും. ഓക്കെ, അതിപ്പോ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെന്ത് ചെയ്യും? ഇതിനെ വീണ്ടും CHI3 പ്ലസ് ഇതെന്ത് കിട്ടും? CH3 COOH. ഓക്കെ, CH3 COOH. ഓക്കെ, സോ ദീസ് ആർ യുവർ പ്രോഡക്ട്സ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, പറഞ്ഞാൽ മനസ്സിലായോ? Okay, so these are word problems. Getting word problems actually എല്ലായ്പ്പോഴും അല്ലെങ്കിൽ പോലും 5 മാർക്കിനൊക്കെ വലിയ വലിയ വേർഡ് പ്രോബ്ലം വരാറുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇഫ് ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്, ഗുഡ് ഫോർ യു. കാരണം സൊല്യൂഷനിൽ നിന്നും ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ള പ്രോബ്ലത്തിനെക്കാട്ടിലൊക്കെ എന്ത് ഭേദമാണ്. 1-2 റിയാക്ഷൻസ് പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. അതേസമയം മറ്റേതാണെങ്കിലോ എന്തോരം കണക്ക് ചെയ്താലാണ് നമുക്കൊന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്നേ. യാ, സോ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മേജർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്ക്, ചോദ്യം വായിക്കുക. An aromatic compound A, molecular formula C8H8O, gives positive 2,4-DNB test. It gives a yellow precipitate of compound B on treatment with iodine and sodium hydroxide solution. Compound A does not give tolerance or fillings. On drastic oxidation with the potassium permanganate, it forms a carboxylic acid C. Molecular formula C7H6O2, which is also formed along with the yellow compound in the above reaction. Identify A, B, C and write all the reactions involved. Okay. This is your second question. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അറോമാറ്റിക് കോമ്പൗണ്ട് എ ഉണ്ട്. അയാളുടെ പ്രത്യേകത, അയാൾ 2,4-DNP തരും. ഓക്കെ, സോ 2,4-DNP തരിക എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഐദർ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് C8H8O എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു കീറ്റോൺ ആണ്. ഓക്കെ, അതെന്ത് സാധനമാണ്? അതൊരു കീറ്റോൺ ആണ്. ഓക്കെ, then it gives a yellow precipitate of compound B on treatment with iodine and sodium hydroxide. Iodine and sodium hydroxide എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഐഡഫോം റിയാക്ഷൻ ആണ്. ഐഡഫോം റിയാക്ഷൻ തരണമെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ടാവണം? അയാളുടെ കയ്യിൽ ഒരു CH3CO ഫ്രാഗ്മെന്റ് ഉണ്ടാവണം. സോ നമ്മുടെ കയ്യിലുള്ളത് ഒരു അരോമാറ്റിക് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് with CH3CO fragment. ഇവിടെ തന്നെ നമുക്കൊരു കാര്യം പറയാം, എന്നാലും അത് പോട്ടെ, അടുത്തും കൂടെ വായിച്ചിട്ട് ഞാനത് പറയാം. കോമ്പൗണ്ട് എ ഡസ് നോട്ട് ഗീവ്സ്, അതായത് നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ടോളറൻസോ ഫെല്ലിങ്സോ തരികയില്ല. ഓക്കെ, അത് എന്ത് തരില്ല? ടോളറൻസും തരില്ല, ഫെല്ലിങ്സും തരില്ല. സോ ടോളറൻസും ഫെല്ലിങ്സും തരത്തില്ലെങ്കിൽ അത് എന്തായി? അതൊരു കീറ്റോൺ ആയി. സോ ബേസിക്കലി നമ്മുടെ എ ഒരു കീറ്റോൺ ആണ്. ഓക്കെ, വിത്ത് ദിസ് ഫ്രാഗ്മെന്റ്, a ketone with this fragment. Okay.
Now, ഇത്രയും വെച്ച് തന്നെ നമുക്ക് എയുടെ സ്ട്രക്ചറിലോട്ട് എത്താവേ. അതായത് അരോമാറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സിസ്റ്റത്തിൽ ബെൻസീൻ ഉണ്ടാവണം. ഓക്കെ, ബെൻസീൻ വന്നപ്പോൾ തന്നെ ആറ് കാർബൺ വന്നു. ബെൻസീൻ വന്നപ്പോൾ തന്നെ എത്ര കാർബൺ വന്നു? 6 കാർബൺ വന്നു. ഇനി നമുക്ക് 8 കാർബണാ അല്ലെ? കോമ്പൗണ്ട് എത്ര കാർബൺ ഉണ്ടായിരുന്നേ? 8 കാർബൺ ഉണ്ടായിരുന്നേ. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒരു CH3CO ഫ്രാഗ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഐഡഫോം തരുന്നത് കാരണം. സോ ആ CH3CO ഫ്രാഗ്മെന്റും കൂടെ നമ്മൾ ആ ബെൻസീൻ റിങ്ങിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര കാർബൺ ആയി? 1 2 3 4 5 6 7 8 കാർബൺ ആയി. C8 ആയി കഴിഞ്ഞു. ഓക്കെ, ഹൈഡ്രജൻ എത്രയായി? 1 2 3 4 5 5 3 8 H8, പിന്നെ ഒരു ഓക്സിജൻ. സോ നമ്മുടെ മോളിക്കുലർ ഫോമിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ എ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ എ എന്താണ്? നമ്മുടെ എ ഇതാണ്. ഇത് ഐഡഫോമിൽ പോകുമ്പോൾ കിട്ടുന്ന യെല്ലോ കോമ്പൗണ്ട് ആണ് ബി അല്ലെ? ഈ സാധനം ഐഡഫോം റിയാക്ഷനിൽ പോകുമ്പോൾ കിട്ടുന്ന യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ബി. ഓക്കെ, എന്താ അത്? CHI3. ഓക്കെ, സോ ബി എന്താ? CHI3. ഓക്കെ, അതുമായി കഴിഞ്ഞു. ഇനി എന്താ അടുത്തത്? On drastic oxidation with potassium permanganate, it forms a carboxylic acid. ഓക്കെ, ഈ സാധനത്തിനെ ഡ്രാസ്റ്റിക് ഓക്സിഡേഷനിൽ നമ്മൾ വിധേയപ്പെടുത്തിയെന്ന് വെച്ചോ. ഈ സാധനത്തിനെ ഞാൻ ഡ്രാസ്റ്റിക് ഓക്സിഡേഷനിൽ വിധേയപ്പെടുത്തിയാൽ എനിക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ഇതിനെ ഞാൻ ഡ്രാസ്റ്റിക് ഓക്സിഡേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഐ വിൽ ഗെറ്റ് COOH. എനിക്ക് എന്ത് കിട്ടും? COOH കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ C. Molecular formula C7H6O2, right? Okay, which is also formed along with the yellow compound in the above reaction. ആ yellow compound കൂടെ ഇയാൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എവിടെ? ഐഡഫോമിൽ. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ എല്ലാ സാധനവും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ A ketone with the CH3CO fragment, B നമ്മുടെ ഐഡഫോം, and C ഐഡഫോം റിയാക്ഷൻ. ആ CH3CO ഫ്രാഗ്മെന്റ് ഉള്ള നമ്മുടെ അസറ്റോഫിനോൺ ഐഡഫോം റിയാക്ഷനിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാർബോക്സിലിക് ആസിഡ് ആണ് നമ്മുടെ C, ദാറ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വേർഡ് പ്രോബ്ലംസോട് കൂടി നമ്മുടെ എന്ത് തീരും? ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. ഓക്കെ, സോ ദെൻ വി ഹാവ് ടു ചാപ്റ്റേഴ്സ്, ബയോമോളിക്യൂൾസ് ആൻഡ് അമീൻസ് റിമൈനിങ്. അത് നമുക്ക് ഇന്ന് എന്തായാലും പറ്റില്ല. ഓക്കെ, ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. that we can do. Okay അല്ലേ? Yes. ഇവിടെ നോക്ക്. Write down the functional isomers of a carbonyl compound with the molecular formula C3H6O. Okay. നമ്മളുടെ C3H6O എന്ന് പറയുന്ന ഒരു ഫോർമുലയുള്ള കാർബണിൽ കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സിനെ എഴുതുക. Which isomer will react faster with HCN and why? അതിന്റെ ഏത് ഐസോമർ ആയിരിക്കും HCN-ഉമായിട്ട് ഫാസ്റ്റർ ആയിട്ട് റിയാക്ട് ചെയ്യുക? എന്തുകൊണ്ടാ? ഓക്കെ, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ ഓൾസോ. അതിന്റെ മെക്കാനിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, will the reaction lead to the completion with the conversion of whole reaction into product at reaction conditions? Will the reaction lead to the completion with conversion of whole reactant into product at reaction conditions? Okay, complete reaction നടക്കുമെന്നാ. If a strong acid is added to the reaction mixture, what will be the effect on the concentration of the product and why? Nice question. Okay, so this is actually a 5 marks question. Word problem oru രീതിയിൽ വരുന്നതല്ല, but still a nice question. ചോദ്യം ഒന്നുകൂടെ. Write down the functional isomers of a carbonyl compound with the molecular formula C3H6O. Which isomer will react faster with HCN and why? Explain the mechanism of the reaction also. Will the reaction lead to the completion with the conversion of whole reactant into product at reaction conditions? If a strong acid is added to the reaction mixture, what will be the effect of the concentration of product and why? Okay, now നമുക്ക് ഓരോരോ സെക്ഷൻ ആയിട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ നോക്കാം. Write down the functional isomers of the carbonyl compound with the molecular formula C3H6O. നമുക്ക് അങ്ങനെ ഒരു carbonyl compound-നെ സൃഷ്ടിച്ചു നോക്കാം. One, you can write like this, C3H6O. Okay, another one, CH3, CH2, CHO. ഇതും പറ്റുമല്ലോ, ഇതും പറ്റും. Anything else? Nothing else. These are the two possible things. Okay, so ഇതാണ് രണ്ട് ഐസോമേഴ്സ്, രണ്ട് ഫങ്ഷണൽ ഐസോമേഴ്സ്. ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ അല്ല, വേറൊന്നുമില്ല. So two functional isomers are this. Okay, ആ ഫങ്ഷണൽ ഐസോമേഴ്സ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. So two functional isomers are this. Okay, which isomer will react faster with HCN? So നമ്മളുടെ കാർബണൽ കോമ്പൗണ്ട്സിന്റെ HCN-ഉമായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾക്കറിയാം. ഇത് എന്ത് റിയാക്ഷൻ ആണ്? This is nucleophilic
അഡീഷൻ റിയാക്ഷൻ. ഇത് എന്ത് റിയാക്ഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. സോ ഇവരിൽ ആരാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ കൂടുതൽ സ്പീഡിൽ പോവുക? നമ്മൾ ആദ്യമേ പറഞ്ഞതാ ആൽഡിഹൈഡ്. സോ ആൽഡിഹൈഡ് വിൽ അണ്ടർഗോ ദ റിയാക്ഷൻ ഫാസ്റ്റർ ദാൻ കീറ്റോൺ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരവായി. ആരാണ്? വിച്ച് ഐസോമർ വിൽ റിയാക്ട് ഫാസ്റ്റർ? ദി ആൽഡിഹൈഡ് ഐസോമർ വിൽ റിയാക്ട് ഫാസ്റ്റർ. ആൻഡ് വൈ? ബിക്കോസ് ഓഫ് ദ സ്റ്റെറിക് റീസൺസ് ആൻഡ് ഇലക്ട്രോഫിലിസിറ്റി. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ഉത്തരവായി. രണ്ടാമത്തെ ഉത്തരവായി. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം. ഈ റിയാക്ഷന്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനാ പറയണത്. ഓക്കെ, സോ CH3 CH2 C ഡബിൾ ബോണ്ടോ H. ഓക്കെ, ഇതിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? CN മൈനസുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. HCN CN മൈനസ്. So the nucleophile will attack on the carbonyl carbon. Double bond breaks open to the oxygen. What you will get? You will get CH3 CH2 OH, then പുതിയതായിട്ട് വന്ന CN. Okay, so this is the mechanism. Okay, mechanism അതാണ്. അടുത്തത്, explain the mechanism. Will the reaction leads to the completion with the conversion of whole reactant into product at reaction conditions? Okay, നമ്മളുടെ ആ റിയാക്ഷൻ കണ്ടീഷനിൽ എന്താണ് റിയാക്ടൻസ് ഫോം ആകുമോ എന്നാ ചോദിക്കുന്നത്. ഇല്ല കേട്ടോ, ഈ റിയാക്ഷൻ കംപ്ലീഷനിലോട്ട് പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു റിവേഴ്സിബിൾ നേച്ചർ ഉണ്ട്. ദിസ് റിയാക്ഷൻ ഹാസ് എ റിവേഴ്സിബിൾ നേച്ചർ. സോ ബിക്കോസ് ഓഫ് ദ റിവേഴ്സിബിൾ നേച്ചർ ഓഫ് ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ, ദ റിയാക്ഷൻ വിൽ നെവർ ഗോ ടു കംപ്ലീഷൻ. ഓക്കെ, റിയാക്ഷൻ ഒരിക്കലും എന്തിലോട്ട് പോകത്തില്ല? കംപ്ലീഷനിലോട്ട് പോകത്തില്ല. മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? സോ ദ റിയാക്ഷൻ വിൽ നെവർ എൻഡ്. ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നൗ so the reaction will not lead to the completion because the reaction has a reversible nature. Okay, okay, അടുത്തത് എന്താണ്? അടുത്ത എന്ത് പറയുന്നത്? അടുത്തത് നമ്മളൊരു ആസിഡ്, ഒരു സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്തു. നോക്കി, ഈ ഉത്തരം ഉണ്ടല്ലോ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്വിലിബ്രിയം ചാപ്റ്ററിനെ ഓർത്തിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. കോമൺ അയോൺ ഇഫക്റ്റ് വെച്ചിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. എടാ മക്കളെ, നമ്മുടെ HCN ഒരു വീക്ക് ആസിഡാ. നമ്മുടെ HCN ആരാടാ? HCN ഒരു വീക്ക് ആസിഡാ. ഓക്കെ, ഇറ്റ്സ് എ വീക്ക് ആസിഡ്. നമ്മളൊരു സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്യുക. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ H+ ഉള്ള ആളാണല്ലോ, സ്ട്രോങ് ആണല്ലോ. സോ സ്ട്രോങ് ആയിട്ട് H+, ഇപ്പോൾ ഒരു HCl ആണെന്ന് വെച്ചോ. HCl ഞാൻ ആഡ് ചെയ്യുമ്പോൾ HCl will dissociate as H++ Cl-. HCl also dissociate as H++ Cn-. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അതേ കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഞാൻ ആഡ് ചെയ്യുക. എന്നാ സംഭവിക്കൂടാ? കോമൺ അയോൺ ഇഫക്റ്റ് സംഭവിച്ചിട്ട് ഡിസോസിയേഷൻ ഓഫ് HCN വിൽ ബി എന്താ പറയുക, ഇൻഹിബിറ്റഡ്. HCNന്റെ ഡിസോസിയേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. HCNന്റെ ഡിസോസിയേഷൻ ഇൻഹിബിറ്റ് ചെയ്താൽ പിന്നെ ആരില്ല? Cn- ഇല്ല. Cn- ഇല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ ഉണ്ടോടാ? റിയാക്ഷൻ ഇല്ല. സോ ബേസിക്കലി ഇഫ് യു ആഡ് എ സ്ട്രോങ് ആസിഡ് ടു ദ എബോവ് റിയാക്ഷൻ കണ്ടീഷൻസ്, റിയാക്ഷൻ വിൽ നോട്ട് ഹാപ്പൻ. റിയാക്ഷൻ നടക്കത്തില്ല ഡ്യൂ ടു കോമൺ അയോൺ ഇഫക്റ്റ്. കോമൺ അയോൺ ഇഫക്റ്റ് സംഭവിച്ചിട്ട് HCNന്റെ ഡിസോസിയേഷനെ അവർ എന്ത് ചെയ്തുടാ കുഞ്ഞുങ്ങളെ? ഇൻഹിബിറ്റ് ചെയ്തു. സോ Cn- വിൽ നോട്ട് ബി ദയർ. Cn- അവിടെ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ? സോ ഈ ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായോ? ദിസ് വാസ് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ആൻഡ് ഐ ടുക്ക് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ദ എക്സാംപ്ലർ ഓൺലി. ഞാൻ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് എടുത്തേ? എക്സാംപ്ലറിൽ നിന്ന് എടുത്തേ. ഓക്കെ, സോ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Yeah. When liquid A is treated with a freshly prepared ammoniacal silver nitrate solution, it gives bright silver mirror. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ലിക്വിഡ് A അതാണ് കിട്ടിയിരിക്കണം. ഓക്കെ, അന്നേരമാണ് നമ്മൾ സെറ്റ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ നല്ല ബുദ്ധിമാന്മാരായ പോലീസുകാരാവുന്നത്. ഓക്കെ, സോ ദ ലിക്വിഡ് ഫോംസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്. സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് സോളിഡ് ഉണ്ടാക്കും. Liquid B also forms a white crystalline solid with sodium hydrogen sulfate, but it does not give test with the ammoniacal silver nitrate. Okay, B identify which of the two liquid is aldehyde? Write the chemical equation of the reactions also. Now, this is very simple. Okay, that question is very, very, very simple. Reactions പഠിച്ച ഒരാളെ സംബന്ധിച്ച് പുഷ്പം പോലെ എഴുതി തീർക്കാവുന്ന ഒരു സാധനമാണ് ഈ ക്വസ്റ്റ്യൻ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഗൈൻ, ഓക്കെ, സോ ലിക്വിഡ് A അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റുമായിട്ട്
സിൽവർ മിറർ തരുന്നു അല്ലെ, gives bright silver. യെസ്, അപ്പൊ ലിക്വിഡ് എ ആണ് എന്ത്, ആൽഡിഹൈഡ്. ലിക്വിഡ് ബി എന്താണ്, കീറ്റോൺ ആണ്. ഓക്കെ, സോ രണ്ടുപേരും സോഡിയം ഹൈഡ്രജൻ അല്ലെങ്കിൽ സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ പ്രോഡക്റ്റ് തരും. കാരണം എന്താണ്, അതൊരു കാർബണൽ കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. അത് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്, കാർബണൽ കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. സോ ബേസിക്കലി രണ്ടുപേരും തരും. ഓക്കെ, സോ which of the two liquid is aldehyde? A is aldehyde, B is ketone, and you know how to write the reactions. Okay, ഒരു ആൽഡിഹൈഡിന്റെ ഒരു കീറ്റോണിന്റെ സിൽവർ മിററും അല്ലെങ്കിൽ ടോളറൻസും ആയിട്ടുള്ള റിയാക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, സോഡിയം ഹൈഡ്രജൻ സൾഫൈഡും ആയിട്ടുള്ള റിയാക്ഷൻ എഴുതാനും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് അവർ ആൽഡിഹൈഡ് ചാപ്റ്റർ. നമ്മുടെ ആൽഡിഹൈഡ് ചാപ്റ്ററിന്റെ എൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ ദെൻ വി ഹാവ് amines and biomolecules remaining. Okay, and we actually ended up with our time also. Okay, ഞാൻ ഇനിയും ഒരു 3 മണിക്കൂർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. I don't want to waste, I don't want to make you tired. Okay, so I will just send you the questions, and to all my students, if you need and if you request, we can discuss the questions, or I will send you the questions, you can read the questions. Okay, and if you have any doubts in any particular questions, you can ask me. Okay, അതല്ലാന്നുണ്ടെങ്കിൽ we can go for a Google Meet with the slides. Okay, ആണല്ലോ, സെറ്റ് ആണല്ലോ, അത് നിങ്ങൾ ചോദിച്ചാൽ മതി. Okay, to everyone. Okay, Namakala. So thank you so much for your patient listening. And yeah, tomorrow we will meet. Okay, we will meet directly. So I expect all of you in the mock examinations, and I request all of you to write the mock exams. Okay, mock exams എല്ലാവരും എഴുതുന്നത് തന്നെയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. So tomorrow morning as usual for the Neyatingara students, early 7 to 10. Okay, then 10 to 12:30 your discussion. For the SAI students, 9:30 to 12:30 exam, 1:15 to 4:30 your discussions, and for the Manakad students, it is from 2:30 to 4:30, 5:30, 2:30 to 5:30, and then 5:30 to 7:30. Okay, and the next day, 27th, will be your day, your cooling off. Okay, so be calm, stay at your homes, study well. Okay, so yeah, we have 2 more days. We done our best. നന്നായിട്ട് പഠിക്കുക, കൂളായിട്ടിരിക്കുക, എക്സാമിനെ കൂളായിട്ട് ഫേസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ബൈ.